അതിൽ ഞാൻ ബേസിക് ഒരു ഇൻട്രോ പറഞ്ഞാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ എസൻഷ്യൽ രജിസ്ട്രേഷൻ ഫോർ ലൈസൻസ്. ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം നടത്താൻ പോകുമ്പോൾ നമ്മൾ പേടിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം. ആ തടസ്സങ്ങൾ മിക്കവാറും പറയുന്ന ലൈസൻസിന്റെ പേരിലായിരിക്കാം. അപ്പൊ ആ ഒരു പേടിയാണ്. കാരണം നമ്മൾ കണ്ടു ശീലിച്ചേക്കുന്നതാണ്. പണ്ട് വരവേൽപ്പ് തൊട്ട് നമ്മുടെ സിനിമ അടക്കം എല്ലാം പറയുന്ന ഇവിടെ ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഫോക്കസ് ആയിട്ട് എന്തൊക്കെ വേണം, നമുക്ക് എങ്ങനെയൊക്കെ വേണം എന്നൊരു ലക്ഷ്യത്തിൽ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചേലും എല്ലാം വേണ്ടത് എന്താണെന്ന് മനസ്സിലാവുന്ന ലക്ഷ്യത്തോടെ ഞാൻ ഒന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതെ, നമ്മൾ ആദ്യം അറിയേണ്ട, ഞാനിപ്പോ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടൊരു ഈ സ്ലൈഡ് ഷെയർ ചെയ്തേക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോസസ് ഫ്ലോ ആണ് ഇതാക്കിയേക്കുന്നത്. നമ്മൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ലൊക്കേഷന് നമ്മുടെ ബിസിനസ് സ്യൂട്ടബിൾ ആണോ, അതിന്റെ സ്കെയിൽ ഉണ്ടോ, അതിന് മാർക്കറ്റ് വാല്യൂ കിട്ടുമോ ഉണ്ടോ. പിന്നെ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കേണ്ട സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് അടുത്തുള്ള സ്ഥലങ്ങളുമായിട്ട് എന്തോരം ഇതുണ്ട്. അപ്പം ആ സെറ്റ് ബാക്ക് അങ്ങനെയുള്ള എല്ലാം ഒരു ഫീസിബിൾ ആയ ലൊക്കേഷൻ ആണോ എന്ന് നമ്മൾ ഇതാക്കുക. പിന്നെ സെക്കൻഡ് വൺ, നമുക്ക് ഏതൊക്കെ ലൈസൻസ് വേണമെന്ന് അറിയാൻ വേണ്ടി. ആ ലൈസൻസ് വേണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ അതാണ്, നമുക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകളുണ്ട്, പഞ്ചായത്തുകളിലുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്കുകളിലുണ്ട്, അവിടെ ഇതായിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ലൈസൻസുകളും ഓൺലൈൻ വഴിയാണ്. അതുകൊണ്ടാണ് രജിസ്റ്റർ ഓൺ KCF പോർട്ടൽ എന്ന് പറഞ്ഞുള്ള ബാക്കി സ്റ്റെപ്പുകളൊക്കെ ചേക്കുന്നത്. അപ്പൊ അത് ചെയ്തു തരാനും ബാക്കി അത് എങ്ങനെ ചെയ്യാമെന്നും ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൾക്കാരുണ്ടാവും. നമുക്കതിന് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആക്ടിവിറ്റി, ബിസിനസ് ആക്ടിവിറ്റി, നമ്മൾ കൂടുതൽ കേട്ടേക്കുന്ന DACയിലൊക്കെ കേട്ടേക്കുന്ന കൂടുതൽ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ആഗ്രഹമുണ്ട്, കുറച്ച് കാശുണ്ട്, എന്തേലും ചെയ്യണം. അങ്ങനെ എന്തേലും ചെയ്യണം എന്നുള്ളത് അവിടെ ഇതാക്കുക. കാരണം എന്തേലും ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ DAC ഇരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു ദിവസം 10 പേരുടെ ഐഡിയ കേൾക്കും. ഓഡിബിൾ അല്ല. 5 രൂപയ്ക്ക് ഒരു സാധനം മേടിക്കാൻ പോയി. 5 രൂപയ്ക്ക് ഒരു സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വേണ്ട സാധനം എന്താണോ മേടിച്ചിരും. സൂപ്പർ മാർക്കറ്റിൽ കയറി എന്താ സംഭവിക്കുന്നത്? നമ്മൾ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറി കഴിഞ്ഞ് ഓരോ സാധനം കാണും, നമുക്ക് ഇഷ്ടപ്പെടും, നമ്മൾ എടുക്കും. 5 രൂപയ്ക്ക് മേടിക്കാൻ പോയാൽ മിനിമം 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 500 രൂപയ്ക്കോ സാധനം എടുക്കും. അത് നമ്മുടെ അതാണ് സൂപ്പർ മാർക്കറ്റിന്റെ ബേസിക് കൺസെപ്റ്റ്. പക്ഷെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നോക്കുമ്പോൾ എല്ലാം ഒറ്റയടിക്ക് സെലക്റ്റീവ് ആണ്. കടക്കാരൻ പറയുന്ന ബ്രാൻഡ് എടുക്കണ്ട, എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് തപ്പിയെടുക്കാം. അങ്ങനെ യൂസർ ഫ്രണ്ട്ലി ആണ്, അത് മാർക്കറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഒരു ചെറിയ ലാൻഡ് ഏരിയയിൽ 3-4 സൂപ്പർ മാർക്കറ്റ് ഒരുപോലെ വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഒരാള് റെന്റഡ് ബിൽഡിംഗ് ആയിരിക്കും, അയാൾക്ക് കുറച്ച് ഓഫറുകൾ കൂടുതൽ കൊടുക്കാൻ പറ്റും. കുറച്ച് ഓഫറുകൾ അയാൾക്ക് കൊടുക്കാൻ പറ്റും. വേറെ ആൾ ഓൺഡ് ബിൽഡിംഗ് ആയിരിക്കും, അപ്പം അയാൾക്ക് വാടക സൗണ്ട് കട്ടായിട്ടുണ്ട് കേട്ടോ. എന്തോരം കസ്റ്റമേഴ്സ് കിട്ടും അത് നോക്കി വേണം നമ്മൾ എപ്പോഴും ലൊക്കേഷൻ സെലക്ട് ആക്കാൻ. ഇത് സൂപ്പർ മാർക്കറ്റിന്റെ കാലത്തിന് മുമ്പ് അത് മീൻകടയായിരുന്നു. ഒരു മീൻകടയ്ക്ക് കച്ചവടം കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അടുത്ത മീൻകട വരും, അതിന്റെ റൈറ്റ് സൈഡിൽ വേറൊരു മീൻ വരും, അങ്ങനെ സ്പ്രെഡ് ആവും. നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ആ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ കൊള്ളായിരുന്നു. ഓഡിയോ ക്വാളിറ്റി നോട്ട് ഓഡിയബിൾ. റിക്വയർഡ് ലൈസൻസ് എന്നുള്ള സ്റ്റെപ്പിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഓഡിയോ ഇടക്കിടക്ക് കട്ടാവുന്നതുകൊണ്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. നമ്മൾ നോക്കുന്നുണ്ട്, ഇപ്പൊ അത് കറക്റ്റ് ചെയ്യാവേ. ആദ്യം മുതലേ തുടങ്ങണ. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ട്, ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഇല്ല സാറേ, ഇല്ല, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സൗണ്ട് ഒറ്റ മിനിറ്റ്.
ഹലോ, കേക്കാവോ? ഇപ്പൊ കേൾക്കാം. Sound break ഇപ്പൊ ആവുന്നുണ്ടോ? കേൾക്കാം ഇപ്പൊ സാറേ, കേൾക്കാം. ഇപ്പൊ കേൾക്കാം. തുടങ്ങിക്കോ. കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമില്ലല്ലോ. സൗണ്ട് ഇപ്പൊ ബ്രേക്ക് കുഴപ്പമില്ല. ആവുകയാണെങ്കിൽ പറഞ്ഞാൽ മതിയേ. ശരി ശരി, താങ്ക് യു. ഓക്കെ. അപ്പം നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക്കലി നമ്മുടെ നേച്ചറാണ്, നമ്മൾ എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത്. അത് നമുക്ക് നമ്മളെന്നുള്ള ആരായാലും അവർക്ക് ബേസിക് ആയിട്ട് അറിയണം എന്തിനാണ് അവർ രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പറയുന്നത് നിയമപരമായി നമുക്കൊരു ബിസിനസ് ഉണ്ട്, അതിനൊരു രേഖയായിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുവാണെങ്കിലും ഏതൊരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിലും അതിന് എന്തെങ്കിലും സബ്സിഡി കിട്ടുമോ, അല്ലെങ്കിൽ എന്തൊരു സബ്സിഡി എന്നുള്ള ലെവലിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവരും ചോദിക്കുന്നത് നമുക്ക് രജിസ്ട്രേഷൻസ് എന്തൊക്കെയുണ്ട്. അങ്ങനെയാണ്. പിന്നെ നാളെ നിങ്ങളുടെ ബിസിനസ് ഒരു ലെവലിലേക്ക് കാണിക്കാൻ, അല്ലെങ്കിൽ വേറെ ആൾക്കൊരു ഡോക്യുമെന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് വലിയ ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എസ്പെഷ്യൽ രജിസ്ട്രേഷൻ വേണം. പിന്നെ ഒരു ബാങ്കിലായാൽ തന്നെ നിങ്ങൾക്ക് ഒരു ലോൺ കിട്ടാനോ ബാക്കി എന്തിലും ഇത് വേണം. ഇനി രജിസ്ട്രേഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്ലൈഡിൽ പറയാത്തൊരു സാധനമുണ്ട്, അത് ലാസ്റ്റ് ഞാൻ പറയാം. സോ അപ്പൊ നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് എന്തായാലും മാൻഡേറ്ററി ആണ് നിങ്ങൾക്ക്, കാരണം നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ആണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഇൻ കേസ് വീട്ടിലാണ് ചെയ്യുന്നതെങ്കിലും അതിന്റെ ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. സോ നമ്മൾ രജിസ്ട്രേഷൻ എന്നുള്ള സാധനത്തെ പറ്റി എപ്പോഴും അന്വേഷിക്കണം. നിങ്ങൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിലും അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ ആക്സസ് ടു സ്കീംസ്, സബ്സിഡിനെ പറ്റി നിങ്ങൾ എപ്പോഴും അന്വേഷിക്കണം. പക്ഷെ സബ്സിഡിക്ക് വേണ്ടി നമ്മൾ ബിസിനസ് ചെയ്യാൻ നിൽക്കല്ലേ. കാരണം സബ്സിഡി എന്ന് പറയുന്നത് നന്നായിട്ട് ഓടുന്ന ഒരു ഓട്ടക്കാരന് കൊടുക്കുന്ന കയ്യടിയാണ്. നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ബിസിനസ്സിന് നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഓടാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സപ്പോർട്ട്, അതാണ് സബ്സിഡി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടേക്കുന്ന സബ്സിഡി ഫോക്കസ് ചെയ്ത് അറിയാത്ത ഐഡിയയിലേക്കും അറിയാത്തതിലേക്കൊക്കെ പോകാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. സോ ഒരിക്കലും അത് നല്ലതല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ആകാൻ നിങ്ങൾ പഠിച്ചെടുക്കാവുന്നേ. കാരണം എല്ലാവർക്കും എല്ലാം അറിയാൻ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പഠിച്ചെടുക്കണം സ്കില്ല്. കാരണം നാളത്തെ കാലത്തിന് സ്കില്ല് വിറ്റാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ സ്കിൽഡ് ആകാനുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ആ സ്കില്ലുകൾ ഡെവലപ്പ് ആക്കി അതിനെ മാർക്കറ്റ് ചെയ്ത് അതിന് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടാൻ വേണ്ടി നോക്കണം. അപ്പം എപ്പോഴും സബ്സിഡി ഫോക്കസ് ചെയ്യല്, പക്ഷെ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് സബ്സിഡി കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിക്കാതിരിക്കരുത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എല്ലാ MSMEക്കും വേണ്ട ഒരു ബേസിക് രജിസ്ട്രേഷൻ ആയിട്ട് ജസ്റ്റ് ഒരു സ്ലൈഡ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കായാലും പാൻ ഉണ്ടാവുമല്ലോ, ഒരു പാൻ കാർഡ് ഉണ്ടാവും. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാൻ കാർഡ് എന്തായാലും എടുത്തു വെക്കുന്നത് നല്ലതാണ്. സോ നമ്മളൊരു പാൻ കാർഡ്, കമ്പനി പാനിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പേഴ്സണൽ പാൻ. അപ്പൊ ആ പ്രൊപ്പറേറ്റർഷിപ്പിനൊക്കെ ആ പാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഒരു പാൻ കാർഡ് എടുത്തു വെക്കുക. പാൻ കാർഡ് എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഫീ ആയിട്ട് 110 രൂപ ഓൺലൈൻ അടച്ചാൽ മതി. പിന്നെ ഏത് ബിസിനസ്സും നിങ്ങൾ ബിസിനസ് ആയിട്ട് ചെയ്യുമെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നാളെ നിങ്ങൾക്കൊരു ലോണോ ബാക്കി എന്തെങ്കിലും വേണമെങ്കിലോ അതിന് കറണ്ട് അക്കൗണ്ട് എപ്പോഴും നല്ലതാണ്. കാരണം പലരുടെയും കേസ് അതാണ്, അവര് സേവിങ്സ് അക്കൗണ്ട്സ് ആയിരിക്കും യൂഷ്വലി ഫോക്കസ് ആക്കിയേക്കണേ. ആ സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും നാളെ ലോണിന് വരുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിന് കറണ്ട് അക്കൗണ്ട് ഇല്ലല്ലോ, അല്ലെങ്കിൽ നാളെ അങ്ങനത്തെ ഒരു പ്രശ്നം, അപ്പോഴായിരിക്കും കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്. സോ നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എപ്പോഴും അത് കറണ്ട് അക്കൗണ്ട് വഴി പോകുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം അത് ഓഡിറ്റബിൾ ആക്കാനും ഇതാക്കാനും സെപ്പറേറ്റ് ആയിട്ട് പോകാനും എപ്പോഴും നല്ലതാണ്. തേർഡ് വൺ, നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ റൂം എടുക്കുകയാണെങ്കിലോ നിങ്ങൾ എങ്ങനെ ചെയ്യുകയാണെങ്കിലോ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങളുടെ കൈവശം വെക്കേണ്ട ഒരു രജിസ്ട്രേഷൻ ആണ് ഉദ്യമ രജിസ്ട്രേഷൻ. കാരണം അതാണ് നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ആധാർ കാർഡ്, നിങ്ങളുടെ ID പ്രൂഫ് അതാണ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ചോദിക്കാൻ പോകണം നിങ്ങളുടെ MSME ആണെന്നുള്ള ID പ്രൂഫ് എന്താണ്, നിങ്ങൾക്ക് ഉദ്യമ രജിസ്ട്രേഷൻ ആണ് ചോദിക്കുന്നത്. അത് ഓൺലൈനായിട്ട് എടുക്കാവുന്നതാണ്, ഫ്രീ ആണ് സാധനം. അപ്പം അത് നിങ്ങൾ എപ്പോഴും അതിനെ ഫോക്കസ് ചെയ്യാം. നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം പറയും. GST എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഓൺലൈനാണ്. നിങ്ങൾ ആ പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റിനപ്പുറം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. അതിന്റെ സൈഡിൽ ഞാൻ ഇതിന് ഫീ ഉണ്ടോ നിങ്ങൾ, GST ഫ്രീ ആണ്. പക്ഷേ GST നമ്മൾ എടുത്തു കഴിഞ്ഞാൽ GSTയുടെ റിട്ടേൺ ഫയലിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യണം, അത് മറക്കല്ല്. ചിലപ്പോൾ ചിലർ ഓർക്കും എനിക്ക് ഈ മാസം കച്ചവടമില്ല അപ്പൊ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട. അങ്ങനെയല്ല, കച്ചവടം ഇല്ലാത്ത മാസങ്ങളിൽ ഫയൽ ചെയ്യാൻ നിൽ റിട്ടേൺസ് ആയാലും അവിടെ ഫയൽ ചെയ്യണം. നമ്മൾ GST എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ട്രേഡ് ലൈസൻസ് നമ്മുടെ പഞ്ചായത്ത് ലൈസൻസ് ആണ് ഉദ്ദേശിക്കണേ. പിന്നെ പ്രൊഫഷണൽ ടാക്സ്, അത് അവരുടെ എംപ്ലോയ്മെന്റ് അനുസരിച്ചാണ്. ഒരു മിനിമം എംപ്ലോയ്മെന്റിന് അപ്പുറം ഉണ്ടെങ്കിൽ അവരുടെ എംപ്ലോയീസിന്റെ പ്രൊഫഷണൽ ടാക്സും അതിന്റെ ലോക്കൽ ബോഡി അനുസരിച്ചുള്ള. ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒരു സാധാ ഒരു കട അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ചെയ്യുന്നതിൽ ബേസിക് രജിസ്ട്രേഷൻസ് എന്ന് പറയുന്നത് ഇത്രയാണ് സാധനം. നമ്മൾ ഡീപ്പിലായിട്ട് പോവാം.
ഫസ്റ്റ് വൺ ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു, ഉദ്യം രജിസ്ട്രേഷൻ. ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് എങ്ങനെയാണോ ആ ആധാർ കാർഡ് അതേപോലെ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ട പ്രൂഫാണ് ഉദ്യം രജിസ്ട്രേഷൻ. നിങ്ങളുടെ ആധാർ കാർഡ് ലൈക്ക് വോട്ടേഴ്സ് ID ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, വേറെ പല ID കാർഡ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് ആധാർ കാർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആധാർ കാർഡ് യുണീക്ക് ആണ്. കാരണം നമ്മുടെ A to Z കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്, കണ്ണ് എല്ലാം അതിൻ്റെ അകത്ത് റെക്കോർഡറാണ്. അതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ട ബേസിക് രജിസ്ട്രേഷൻ ആണ് ഉദ്യം രജിസ്ട്രേഷൻ. പണ്ട് ഇതിന്റെ പേര് SSI എന്നായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് EM Part 2 വന്നു, പിന്നെ ഉദ്യോഗാധാർ വന്നു, ഇപ്പോൾ ഉദ്യമാണ് വന്നേക്കുന്നത്. അപ്പൊ ഉദ്യം എടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഞാൻ ലാസ്റ്റ് ഒരു ബോക്സ് ആക്കി കൊടുത്തേക്കണേ. ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, മൊബൈൽ നമ്പർ വേണം, ബിസിനസ് ഡീറ്റെയിൽസ് വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ആർക്കൊക്കെ എടുക്കാം? മൈക്രോ എന്റർപ്രൈസിന് എടുക്കാം, സ്മോൾ എടുക്കാം, മീഡിയം എടുക്കാം, മാനുഫാക്ചറിങ്, സർവീസ്, ട്രേഡ് എടുക്കാം. കാരണം നിങ്ങളൊരു ലോണിന് ബാങ്കിൽ ചെന്നാൽ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന നിങ്ങളോട് ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്യമുണ്ടോ എന്നാണ്. അപ്പം നമ്മൾ ബേസിക്കലി അതറിയേണ്ട കാര്യം അതാണ്. പ്രയോറിറ്റി സെക്ടർ ലോൺ എന്ന് ഉദ്ദേശിച്ചത് MSME ലോണാണ്. നിങ്ങൾക്ക് ഒരു ലോൺ വേണോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ആദ്യം ചോദിക്കുന്ന അതാണ് CGT MSME. അത് ക്രെഡിറ്റ് ഗ്യാരണ്ടി വഴി ലോൺ കൊടുക്കുന്നതിനെ ഉദ്ദേശിക്കുന്നതാണ്, അതിനും ചോദിക്കുന്നതാണ്. പിന്നെ ഗവൺമെന്റ് സബ്സിഡി ഏതെങ്കിലും കിട്ടണോ അതിന് ചോദിക്കും. ഡിലേഡ് പേയ്മെന്റ് ഫണ്ട്, ഇപ്പൊ വലിയ ലെവലിൽ ചെയ്യുന്ന ഇത് കമ്പനികൾക്ക് ഡിലേഡ് പേയ്മെന്റ്സ് കിട്ടാം, അതിന് കേസ് ഫയൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെയും മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഉദ്യം രജിസ്ട്രേഷൻ ആണ്. ഒരു ഗവൺമെന്റ് ടെൻഡറിന് ഒരു ISO മാർക്കങ്ങൾ എടുത്ത് അതിന് റീഇംബേഴ്സ്മെന്റ്, ഒരു ഇലക്ട്രിസിറ്റി കണക്ഷന്റെ കാര്യം എപ്പോഴും നമ്മളൊന്ന് ഓർത്ത് വെക്കണം. പല മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്കും KSEB സബ്സിഡിയിൽ LT4A കൊടുക്കും. യൂഷ്വലി കൊമേഴ്ഷ്യൽ കണക്ടർ LT7A ആണ്. അപ്പൊ LT4Aയിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ആകുമ്പോൾ യൂണിറ്റിന്റെ പൈസ യൂണിറ്റ് 4 രൂപ 5 പൈസയാവും, മറ്റേ 7 രൂപ എടുത്താവും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന കുറച്ച് ലിസ്റ്റ് ഉണ്ട് KSEBയുടെ കയ്യിൽ. കുറെ യൂണിറ്റുകൾക്ക് അത് എലിജിബിൾ ആണ്. അത് KSEBയുടെ കയ്യിലെ ലിസ്റ്റ്. നിങ്ങൾക്ക് അത് കിട്ടുമോ, നിങ്ങളുടെ കറണ്ട് കണക്ഷൻ ആ സബ്സിഡി കിട്ടുമോ എന്ന് അന്വേഷിക്കണം നിങ്ങൾ. അങ്ങനെ അന്വേഷിച്ചാൽ നമുക്ക് അവിടെ നിങ്ങൾക്ക് കാണിക്കേണ്ട ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്യമാണ്. അപ്പം പിന്നെ അറിയേണ്ട, ഞാൻ ബോക്സിൽ കൊടുത്തേക്കുന്ന ഒരു സാധനമുണ്ട്. ഉദ്യം രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് എടുക്കാവുന്ന ഒരു സാധനമാണ്. അത് അറ്റ് എ ടൈമിൽ നമുക്ക് ഓൺലൈൻ എടുക്കാവുന്ന ഒരു സാധനമാണ്. അതിന്റെ ഗവൺമെന്റ് ലിങ്ക് ഞാൻ ആ ഫൂട്ടറിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യം രജിസ്ട്രേഷൻ .gov.in എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ PPT ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളാം. അപ്പം ഈ പറഞ്ഞ നമ്മൾ അറിയേണ്ട കാര്യം, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ഓൺലൈൻ ചെയ്യാൻ നോക്കുമ്പോൾ പല ഫേക്ക് സൈറ്റുകൾ വരും. അപ്പൊ പല ഫേക്ക് സൈറ്റുകൾ വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഫ്രീ ആണ്. കാരണം അവർ 1000, 1500, 2000, 2500 ഒക്കെ പറയുന്ന സൈറ്റുകളുണ്ട്. അല്ല, പിന്നെ അക്ഷയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സർവീസ് ചാർജ് അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരു സാധനത്തിന് പല ഫേക്ക് സൈറ്റുകളും പലരോടും പല പേയ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അതൊന്നും പറ്റില്ലെങ്കിൽ നമ്മുടെ കൺസേൺ DAC അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് നമ്മുടെ സ്റ്റാഫുകൾ അവരുണ്ട്, അവരായാലും നിങ്ങൾക്ക് എടുത്തുതരും. നിങ്ങൾക്ക് അക്ഷയ പോകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആയാലും പോകും. സോ നിങ്ങൾ അറിയേണ്ട കാര്യമാണത്. ഉദ്യം രജിസ്ട്രേഷൻ ബേസിക്കലി ഫ്രീ ആണ്, ഫ്രീ രജിസ്ട്രേഷൻ ആണ്. ആ ഫ്രീ രജിസ്ട്രേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. ഓൺലൈനിൽ പല ഫേക്ക് സൈറ്റുകളുണ്ട്, അത് പല പേയ്മെന്റ് കാണിക്കുന്നുണ്ട്. അപ്പം സൈറ്റ് എടുക്കുമ്പോൾ തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഉദ്യം രജിസ്ട്രേഷൻ .gov.in ആ ഹെഡ്ലൈൻ ഒന്ന് നോട്ട് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ് GST വേണോ, GST വേണ്ടേ, എന്താണ് GST എന്താന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കാരണമല്ല. GST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു സർവീസിന് നമുക്ക് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ട് ഇതാക്കാനാണ്. അത് ടേൺ ഓവർ വെച്ച ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 20 ലക്ഷവും 40 ലക്ഷവും സർവീസും ഗുഡ്സിനും അവർ ടേൺ ഓവർ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്ലൈഡ് പഴയ ടോപ്പിക്ക് എടുത്ത പഴയതിൽ നിന്നാന്ന് തോന്നുന്നു. അങ്ങനെ വലിയ ചേഞ്ച് ഉണ്ടെങ്കിലുള്ളൂ, പക്ഷെ ബേസിക് ആയിട്ട് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഈ ഒരു ത്രഷോൾഡിന് അപ്പുറം നിങ്ങളുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും GST എടുക്കണം. അല്ല അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ പോലും എടുക്കണം. അതാണ് ഞാൻ മൂന്നാമത്തെ ഇതായിട്ട് കൊടുക്കുന്നത്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ്, എന്റെ സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും GST ബില്ല് വേണം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് കൊമേഴ്സ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് GST എടുത്തേ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണോ അങ്ങനത്തെ ഈ പറഞ്ഞ ടാക്സ് ആണ്. ഇപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്താൽ നിങ്ങൾ ത്രഷോൾഡ് ലിമിറ്റ് പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് എടുക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇന്റർസ്റ്റേറ്റ് ആയിട്ട് പോകാം,
ഓൺലൈൻ പോകാം. അഥവാ നിങ്ങൾക്ക് എവിടെയെങ്കിലും GST ബില്ലുകൾ നിങ്ങളുടെ ചിലപ്പോൾ ചില കേസുകളിൽ നമ്മുടെ സാധനം എടുക്കുന്നവര് അവർ GST ബില്ല് ചോദിക്കും. സോ അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പൊ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ കൺസൾട്ടന്റിനെ വെച്ച് അത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയാലും മനസ്സിലാക്കിയിട്ട് അത് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് ചിന്തിക്കേണ്ടതാണ്. കാരണം പല ടൈപ്പ് GST രജിസ്ട്രേഷൻ ഉണ്ട്. നോർമൽ രജിസ്ട്രേഷൻ ഉണ്ട്, അത് ഈ പറയുന്ന ത്രെഷോൾഡിനപ്പുറം. പിന്നെ കോംബോ ഫിഷർ സ്കീം രജിസ്റ്റർ ചെയ്യാം. അതായത് ടേൺ ഓവർ 1.5 കോടി വരെയോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെ സർവീസിലാണെങ്കിലോ വരുന്ന സ്കീമുകൾക്ക് കോംബോ ഫിഷനായിട്ട് രജിസ്റ്റർ ചെയ്യാം. ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഇൻപുട്ട് സർവീസ് പരിപാടി ഇത്രയുമായിട്ട് ഇതാക്കാം. യൂഷ്വലി നമ്മുടെ കോമൺ ആയിട്ട് എടുക്കുന്ന നോർമൽ രജിസ്ട്രേഷനും കോംബോ ഫിഷൻ സ്കീം ഒന്നാണ്. ഈ കോംബോ ഫിഷൻ സ്കീമിൽ റെസ്റ്റോറന്റുകൾ പലതും കോംബോ ഫിഷനിൽ എടുക്കാറുണ്ട്. നമുക്ക് അവരുടെ ബില്ല് കാണുമ്പോൾ ആ ബില്ലിന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ എടുക്കുന്നവർ. സോ നിങ്ങൾക്ക് നോർമൽ അല്ലെങ്കിൽ കോംബോ ഫിഷൻ നിങ്ങൾക്ക് ഫ്യൂട്ടബിൾ ആയത് ഏതാണോ അത് സംസാരിച്ച് നിങ്ങൾ എടുക്കുക. അത് ഇനി ഇൻ കേസ് നിങ്ങളുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളല്ല, അപ്പൊ GSTയും നിർത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയർ നോക്കുക. കാരണം GSTയും എടുക്കുന്നതിന് ഫീസ് ഇല്ല, എടുക്കുന്നതിന് ഗവൺമെന്റ് ഫീസ് പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ GST എടുക്കുന്നതിന് ഫീസ് പറയാൻ GST എന്ന് പറയുന്നത് നിങ്ങളും ഗവൺമെന്റും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ നല്ലതിനും ഗവൺമെന്റ് നല്ലതിനും വേണ്ടിയാണ്. സോ അതുകൊണ്ടാണ് അതിന് ഫീസ് ഇല്ലാതെ വെച്ചേക്കണേ. പക്ഷേ GST എന്ന് പറയുന്ന സാധനം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാതെ പ്രോപ്പർ റെക്കോർഡിക്കലി ഇല്ലാതാക്കുമ്പോൾ അത് നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഒരു കോമൺ ക്വസ്റ്റ്യൻ വന്നത് വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ GST എടുക്കാമോ എന്നൊരു കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. വീട്ടു നമ്പറിലും GST അവർ കൊടുക്കും. വീട്ടു നമ്പർ GST കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതില് GST സ്ക്വാഡിന് എപ്പോ വേണേ വീട് കയറി ചെക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷനും കൂടെ അവിടെ ആക്സസ് വരുവാണ്. അതായത് നിങ്ങളുടെ സാധനം സ്റ്റോക്ക് ഇരിക്കുന്ന അവിടെയാണ്. അപ്പൊ സ്ക്വാഡിന് എന്തെങ്കിലും ചെക്കിങ് വന്നു കഴിഞ്ഞാൽ അവിടെ ചെക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഒരു മുറി നമ്പർ വീട്ടിലൊരു ഇതാക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ലൈസൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് ഞാൻ ഒരു ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ്, ആധാർ കാർഡ്, നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ്, നമ്മൾ ബിസിനസ് പ്രൂഫ്, അതായിട്ട് നമുക്ക് ഉദ്യമോ ബാക്കി എന്തെങ്കിലുമോ കൊടുക്കാം. നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഓതറൈസേഷൻ ലെറ്റർ ഒക്കെ ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ GST എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് മസ്റ്റ് ആണ്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഇതായിട്ട് വരും. പിന്നെ ആ GST രജിസ്ട്രേഷൻ ഓൺലൈൻ പ്രോസസ്സിലെ സ്റ്റെപ്പ് ഞാനൊരു പ്രോസസ് ഫ്ലോ പോലെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതെല്ലാം ആ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ GST നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾ ആ ത്രെഷോൾഡ് ലിമിറ്റുകൾക്ക് അപ്പുറം പോകുന്നുവെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എടുക്കേണ്ട സാധനമാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ ആ ത്രെഷോൾഡിനപ്പുറം പോകുന്നില്ല, നിങ്ങൾ ഓൺലൈൻ സെയിൽ ഇല്ല, ഞാനൊരു ചെറുകിട സംരംഭമാണ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് GST എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സാധനമാണ് പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇത് എവിടെയാണ് നമ്മളൊരു സ്ഥാപനം ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ബിൽഡിംഗ് സ്പേസ് എടുത്ത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പഞ്ചായത്തിന്റെ ലൈസൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അതിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ട്രേഡ് ലൈസൻസ്. ഷോപ്പ് ആയാലും റെസ്റ്റോറന്റ് ആയാലും എസ്റ്റാബ്ലിഷ്മെന്റ് ആയാലും സർവീസ് യൂണിറ്റ് ആയാലും ഹോൾസെയിൽ ആയാലും എന്തായാലും എടുക്കുന്നതാണ്. ഇതിന്റെ ഫീ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചും ആ പഞ്ചായത്തിന്റെ അനുസരിച്ചും ഒക്കെയാണ് വരുന്നത്. 1 വർഷം വാലിഡിറ്റിയിലാണ് എടുക്കുന്നത്. നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ബേസിക് ഡോക്യുമെന്റ്സ് ആണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെന്റ് അഗ്രിമെന്റ്, ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ്, ID പ്രൂഫ്, ബിൽഡിംഗ് നമ്പർ, ഇത്രയും കാര്യങ്ങളെ നോർമൽ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഒരു ഫ്ലോർ മില്ലാണെങ്കിൽ അവർക്ക് പൊല്യൂഷനും കൂടെ ചോദിക്കും, അല്ലെങ്കിൽ ഫുഡിന്റെയും കൂടെ ചോദിക്കും. അങ്ങനെ ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ആക്ടിവിറ്റി അനുസരിച്ച് ബാക്കി ചോദിക്കാറുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോമൺ ആയിട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങളൊരു മാനുഫാക്ചറിങ് ആണോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓർ സർവീസ് സ്ഥാപനം, നിങ്ങളുടെ പൊല്യൂഷൻ റെഡ് അല്ല, നിങ്ങളുടെ സ്ഥലം നിലമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുവാണ്, ഈ ട്രേഡ് ലൈസൻസിന് പകരം നിങ്ങൾക്ക് K50 സെൽഫ് അക്നോളജ്മെന്റ്, ഇപ്പൊ അതിന്റെ പേര് K50 സർട്ടിഫിക്കറ്റിനും പ്രിൻസിപ്പൽ അപ്രൂവലിനാക്കി നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്വയം ഒരു സത്യവാങ്മൂലം കൊടുക്കുവാണ്. ഞാൻ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്, എന്റെ സ്ഥാപനം ഒരു മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ സർവീസോ ആണ്, ആ സ്ഥാപനത്തിന് വേണ്ട ലൈസൻസുകളെല്ലാം ഞാൻ എടുത്തുകൊള്ളാം, പക്ഷെ എനിക്ക് ഇമീഡിയറ്റ്ലി തുടങ്ങണം,
ആ ഇമ്മീഡിയറ്റ്ലി തുടങ്ങാൻ വേണ്ടി എനിക്ക് പഞ്ചായത്ത് ലൈസൻസിന്റെ ഒരു എക്സംഷൻ ഇതാക്കുക എന്നുള്ള നമ്മളൊരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ നമുക്ക് ആ സത്യവാങ്മൂലം എന്ന് നമ്മൾ ഓൺലൈനായിട്ട് ഫെയിൽ ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓൺ ദ സ്പോട്ടിൽ അവിടെ കിട്ടുകയാണ്. 3 വർഷം പഞ്ചായത്ത് ലൈസൻസിന് പകരം കേസിസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പൽ അപ്രൂവൽ. അപ്പൊ ഇത് ട്രേഡിങ്ങിന് ആപ്ലിക്കബിൾ അല്ല, മാനുഫാക്ചറിംഗ് ഓർ സർവീസ് സെക്ടറിന് ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. നമുക്ക് ഇമീഡിയറ്റ്ലി ബാങ്കിൽ കൊടുക്കാനോ ബാക്കി എവിടെയെങ്കിലും കൊടുക്കാനായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് എടുക്കാം. അപ്പൊ അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ്, നമുക്ക് ലൈസൻസ് കിട്ടാൻ വൈകിയതുകൊണ്ട് ലോൺ കിട്ടിയില്ല, അല്ലെങ്കിൽ ലൈസൻസ് വൈകിയതുകൊണ്ട് ലോൺ കിട്ടിയില്ല. അങ്ങനെയാണ് ഈ കേസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പൽ അപ്രൂവൽ കൊണ്ടുവന്നത്. പിന്നെ കേസ് സിസ്റ്റത്തിന്റെ വേറൊരു സാധനം കൂടെ CAF, കോമൺ ആപ്ലിക്കേഷൻ ഫോം എന്ന് നമ്മൾ വിളിക്കും. CAF എന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥാപനമാണെങ്കിൽ, അല്ലെങ്കിൽ KF മാർട്ട് വഴി ലൈസൻസ് നിങ്ങൾക്ക് തന്നില്ല, അങ്ങനെ ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മൾ കോമൺ ആപ്ലിക്കേഷൻ ഫോം വഴി പഞ്ചായത്തിലേക്ക് ലൈസൻസിന് അപേക്ഷിക്കും. ആ പഞ്ചായത്തിലേക്ക് ലൈസൻസ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ അവർ നോക്കി നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നോക്കി 1 മാസത്തിനുള്ളിൽ നമുക്ക് ലൈസൻസ് തന്നില്ലെങ്കിൽ അത് ഡീംഡ് ആകും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ലൈസൻസ് നിഷേധിക്കപ്പെട്ട കളക്ടർ അധ്യക്ഷതയിൽ സിംഗിൾ വിൻഡോ ബോഡി ഉണ്ട്. ആ സിംഗിൾ വിൻഡോ ബോർഡിൽ കളക്ടർ പഞ്ചായത്തുകാരോട് ചോദിക്കും, നിങ്ങളും ഉണ്ടാവും ആ മീറ്റിംഗിൽ, എന്തുകൊണ്ടാണ് ഇവർക്ക് ലൈസൻസ് നിഷേധിക്കപ്പെട്ടത്. അപ്പം അതിന് പഞ്ചായത്തിന് കറക്റ്റ് റെസ്പോൺസ് പറയാനില്ല എന്നുണ്ടെങ്കിൽ കളക്ടർ അധ്യക്ഷതനെ ഡീംഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് തരാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ഇതാക്കും. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ട്. ഏകജാലക സംവിധാനവും നമുക്ക് വേറെ ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ ട്രേഡ് ലൈസൻസ് അങ്ങനെ പല ഇതുണ്ട്. പിന്നെയാണ് നമ്മൾ ഫാക്ടറി ഫാൻ ബോയിലേഴ്സ്. ഇത് വലിയ വലിയ ഫാക്ടറികളായിട്ട് ചെയ്യുന്നവർക്കാണ് വേണ്ടത്. ഞാൻ അത് എല്ലാ ലൈസൻസുകളും പറയുന്നതാണ്. നിങ്ങൾ ഫാക്ടറി ആയിട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് വരുന്നത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ സൈഡിൽ തന്നെ പറയുന്നുണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ്സിനാണ്. ഒരു 10 വർക്കേഴ്സ് ആണെന്നാണ് അവരുടെ ത്രെഷോൾഡ്. ആ ത്രെഷോൾഡിന് അപ്പുറം പോകുന്നവർക്കും ആ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് അപ്പുറം അല്ലെങ്കിൽ അതിനപ്പുറം പവർ ഉപയോഗിക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ ഫാക്ടറി ലൈസൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ബിൽഡിംഗ് പ്ലാന്, മെഷീനറി ഡീറ്റെയിൽസ്, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ കൺസെന്റ്, ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അനുസരിച്ച് ഫയർ NOC വേണമെങ്കിൽ ഫയർ NOC, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് ഫാക്ടറി ലൈസൻസ്. ഇതും ഓൺലൈനായിട്ടാണ്. ഇത് ഫാക്ടറി ആൻഡ് ബോയിലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൈസൻസ് ആണ്. ഇത് ആപ്ലിക്കബിൾ ആകുന്ന യൂണിറ്റുകൾ കുറച്ച് വലിയ സ്കെയിലോ ഫാക്ടറീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നവർക്കാണ് വേണ്ടത്. നമ്മൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല, പക്ഷെ നമ്മുടെ ടോപ്പിക്കിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ലൈസൻസ് ആണ് FSSAI ലൈസൻസ്, അഥവാ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് തന്നെ ഒരു ലൈസൻസ്. നമ്മൾ വീട്ടിലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഞാൻ അടുത്ത വീട്ടുകളിൽ കൊടുക്കുന്നു. അടുത്ത വീട്ടുകളിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമുക്കിത് കൊള്ളാം, ഇതൊരു ബിസിനസ് ആക്കാം. ആ ബിസിനസ് ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അടുത്ത വഴി? അങ്ങനെ നിങ്ങൾ ബിസിനസ് ആക്കി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടകളി വെക്കണം. കടകളി വെക്കണമെന്നുണ്ടെങ്കിൽ അവരാദ്യം നിങ്ങളോട് ചോദിക്കുന്നത് FSSAI നമ്പർ നിങ്ങൾക്കുണ്ടോ എന്നാണ്. അപ്പം നിങ്ങൾ അറിയണം FSSAI എങ്ങനെ എടുക്കാം എന്നുള്ളത്. അപ്പം നമുക്ക് 1.5 കോടി വരെ ടേൺ ഓവർ ഉള്ളവർക്ക്, നേരത്തെ അത് 12 ലക്ഷമായിരുന്നു, ഇപ്പൊ 1.5 കോടിയായി. 1.5 കോടി വരെ ടേൺ ഓവറിലാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് രജിസ്ട്രേഷൻ എടുത്താൽ മതി. എല്ലാത്തിനും അല്ല, ചില കാറ്റഗറികൾ അത് രജിസ്ട്രേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ലൈസൻസ് വേണം. അപ്പൊ ബേസിക് രജിസ്ട്രേഷൻ നമ്മൾ ഓൺലൈൻ വഴി എടുത്താൽ മതി. അപ്പൊ അതെടുക്കുന്നതിന് 1 വർഷത്തേക്ക് 100 രൂപ ഫീസേ ഉള്ളൂ. 1 വർഷത്തേക്ക് 100 രൂപ ഫീസേ ഉള്ളൂ. നമ്മുടെ ആധാർ കാർഡ്, നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ, നമ്മുടെ ആധാർ കാർഡ്, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഉദ്യൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉദ്യൻ രജിസ്ട്രേഷൻ, അതാണ് നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട്, അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ്, ഇത് 3ഉമായിട്ടാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ വെള്ളം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആണ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ റിപ്പോർട്ടും കൂടെ, വെള്ളം ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടും കൂടെ വെക്കേണ്ടി വരാറുണ്ട്. അതാണ് രജിസ്ട്രേഷന് ബേസിക് ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട മിക്കതും രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കാരണം നമ്മുടെ ടേൺ ഓവർ അതിനപ്പുറം എക്സീഡ് ചെയ്യുന്നുള്ളത്. പക്ഷെ കാറ്ററിംഗ് പോലുള്ള കുറച്ച് സ്കെയിൽ ആക്ടിവിറ്റികൾക്ക് അവര് രജിസ്ട്രേഷൻ പോരാ, സ്റ്റേറ്റ് ലൈസൻസ് വേണമെന്ന് പറയാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, അത് കുറച്ച് വലിയ ആക്ടിവിറ്റി ആയിട്ട് വരുന്നതുകൊണ്ട്. 1.5 കോടി വരെ ടേൺ ഓവർ നിൽക്കുന്ന ബാക്കി ജനറൽ ഫുഡ് മാനുഫാക്ചറിംഗ് ഒക്കെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. പക്ഷെ രജിസ്ട്രേഷൻ എടുക്കണം, രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഡോക്യുമെന്റ്സ്, ഫോട്ടോയെ, പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാനല്ല, പാൻ കാർഡ് അവിടെ ടൈപ്പ് ചെയ്യാൻ വേണം. അപ്പൊ പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ്, ബിസിനസ് പ്രൂഫ്, വാട്ടർ റിപ്പോർട്ട്, ഇതാണ്. പിന്നെ ഇതിലും കുറച്ചുകൂടെ വലിയ സ്കെയിൽ അല്ലെങ്കിൽ ചില കാറ്റഗറികൾക്ക് നമ്മൾ അടുത്ത പറയുന്ന സാധനമാണ് സ്റ്റേറ്റ് ലൈസൻസ്.
അത് വേരി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാറ്റഗറി എല്ലാം നോക്കിയിട്ടാണ്. അത് 2000 മുതൽ 5000 രൂപ വരെ ഫീസ് ആകും ഒരു വർഷത്തേക്ക്. പിന്നെ സെൻട്രൽ ലൈസൻസ് ആണ്, അതിന് 7500 രൂപ ഫീസ് ആകും. അങ്ങനെ 3 ലൈസൻസ് ഉണ്ട്: ബേസിക് രജിസ്ട്രേഷനും, സ്റ്റേറ്റ് ലൈസൻസ്, സെൻട്രൽ ലൈസൻസും. യൂഷ്വലി നമ്മളൊക്കെ എടുക്കാറുള്ള രജിസ്ട്രേഷൻ ആണ്. പിന്നെ കുറച്ച് വലിയ സ്കെയിൽ, ബേക്കറി മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കുറച്ച് വലുതാണെങ്കിൽ അവർ നമ്മളോട് തന്നെ ഇത് പറയും, നിങ്ങൾ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കണം എന്നുള്ള. നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് അവർ റിട്ടേൺ അടിക്കും, നിങ്ങൾ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കണം എന്നുള്ള. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കാറുണ്ട്. കാരണം ഇത് ചില കണ്ടീഷൻസ് അവർ വെച്ചിട്ടുണ്ട്. ഇന്ന ആക്ടിവിറ്റികൾ ഇന്ന സ്കെയിൽ അപ്പിലേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇന്നതിന് സ്റ്റേറ്റ് ലൈസൻസ് ആണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ് ലൈസൻസിലേക്ക് അവർ ഗൈഡ് ചെയ്യും. അല്ലാത്ത നോർമൽ കേസുകളൊക്കെ സാധാരണയായി നമ്മൾ ചേർന്ന ചെറിയ ആക്ടിവിറ്റികൾക്കെല്ലാം നമുക്ക് ബേസിക് രജിസ്ട്രേഷൻ മതി. വീട്ടിലൂണ് അവർ രജിസ്ട്രേഷൻ എടുത്താണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പ്രോപ്പറായി ക്ലീൻ ആയിട്ട്, കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ സാധനമാണ്, അപ്പൊ അത് ക്ലിയർ ആൻഡ് നീറ്റ് ആയിട്ട് കൊടുക്കാനും അതിന്റെ കാര്യം നിങ്ങൾ ഇതാക്കുക. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്ന ലൈസൻസോ കാര്യങ്ങളോ ഒക്കെ എടുക്കാനും ഫുഡാണ്. ഫുഡിന്റെ കാര്യത്തിൽ ഹൈജീൻ മാൻഡേറ്ററി ആണ്, അത് ഫോക്കസ് ചെയ്യുക. കാരണം നമ്മൾ ഈ ഷവർമ ഇഷ്യൂ ഒക്കെ ഇഷ്ടംപോലെ കേൾക്കുമ്പോൾ അവരും എടുത്തു വെച്ചേക്കുന്ന ഈ ലീഗലി ഈ FFI രജിസ്ട്രേഷൻ ആണ്. ആ രജിസ്ട്രേഷൻ അവർ എടുത്തേക്കുന്ന കുറച്ച് വലിയ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ അവര് സ്റ്റേറ്റ് ലൈസൻസ് എടുക്കും. അവര് ഈ വെള്ളം ടെസ്റ്റ് ചെയ്തും ഈ പറയുന്നത് ഇത്രയും മാൻഡേറ്ററി കൊടുത്തിട്ടാണ് എടുക്കുന്നത്. സോ അപ്പം നമ്മുടെ ഫുഡ് ഹൈജീനിക് ആയിരിക്കാന്നാണ് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടും. ഏറ്റവും നല്ല മാർക്കറ്റ് ഉള്ള ഒരു വിങ് ഫുഡാണ്. ഇത് ഫുഡെന്ന് വേണ്ട, നിങ്ങളൊരു അരിപ്പൊടി, മാവ് പൊടി, അങ്ങനെ എന്ത് സാധനങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് ഫുഡ് റിലേറ്റഡ് എന്ത് വന്നാലും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട സാധനമാണ് FFI. വേണ്ട റീപാക്ക് ചെയ്തോട്ടെ, ഞാൻ കുറച്ച് ഏലക്ക അല്ലെങ്കിൽ അതുപോലെ സ്പൈസസ് വേറെ എടുത്ത് ഞാൻ റീപാക്ക് ചെയ്ത് വിൽക്കുവാണ്. റീപാക്ക് ചെയ്ത് വിൽക്കുവാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട മാൻഡേറ്ററി ആയിട്ട് ലൈസൻസ് ആണ് FFI. കാരണം അതിൽ മാനുഫാക്ചർ, പാക്ക്, റീസെയിലർ, ഈ 3 പേർക്കും ഇതെടുക്കണം. പിന്നെ ട്രേഡിംഗ് ആണ്, നിങ്ങൾ വേറെ ആളെ സാധനം എടുത്ത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ഫുഡ് ഐറ്റംസ്. അങ്ങനെയായാലും നിങ്ങൾ എടുക്കാൻ ലൈസൻസ് ആണ് FFI. അപ്പം നിങ്ങൾക്ക് ഫുഡിന്റെ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നിങ്ങൾ അറിഞ്ഞേക്കേണ്ട കാര്യമാണ് FFI എടുക്കണം എന്നുള്ള കാര്യം. ആ നമ്പർ നിങ്ങൾക്ക് അത്ര മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ അടുത്തൊരു കേസാണ് പിന്നെ ലീഗൽ മെട്രോളജി ലൈസൻസ്. ലീഗൽ മെട്രോളജി ലൈസൻസ് ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കോമൺ ആയിട്ട് വന്ന കാര്യം പാക്കിംഗ് ലൈസൻസ് ആണ്. ആ പാക്കർ ഓർ ഇമ്പോർട്ടർ രജിസ്ട്രേഷൻ 750 രൂപ. അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ, ഫുഡ് പ്രൊഡക്റ്റോ ഇലക്ട്രോണിക്സ് ഐറ്റംസോ എന്ത് വേണേ ആയിക്കോട്ടെ, നിങ്ങൾ പാക്ക് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട, മസ്റ്റായിട്ട് എടുക്കേണ്ട രജിസ്ട്രേഷൻ ആണ് പാക്കർ രജിസ്ട്രേഷൻ. അത് നിങ്ങൾക്ക് അവരൊരു സാവകാശം തന്നിട്ടുണ്ട്. നിങ്ങൾ പാക്കിംഗ് തുടങ്ങി 3 മാസത്തിനുള്ളിൽ എടുത്താൽ മതി, 1 ടൈം എടുത്താൽ മതി. 750 രൂപ ഫീസേ ഉള്ളൂ. 3 മാസം നിങ്ങൾക്ക് സാവകാശമുണ്ട്. പക്ഷേ 3 മാസത്തിന് ശേഷം ലീഗൽ മെട്രോളജിയുടെ ബൊലീറോ സ്ക്വാഡ് കയറി ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് പിടിച്ചു, നിങ്ങൾക്ക് പാക്കിംഗ് ലൈസൻസ് ഇല്ല എന്ന് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഫൈൻ ഇമ്പോസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് അവരൊരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ആ ഒരു എമൗണ്ട് ആയിരിക്കും ഫൈൻ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പം ഒറ്റ ടൈം എടുക്കേണ്ടി 750 രൂപ ഫീസിന് പകരം ചിലപ്പോൾ നിങ്ങൾ അതിന്റെ 3 ഇരട്ടി എടുക്കേണ്ടി വരും. ഇൻ കേസ് ഈ 3 മാസത്തിന് ശേഷം ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 750 രൂപയ്ക്ക് പകരം 5000 രൂപയ്ക്ക് മുകളിൽ ഫൈൻ വരും. 3 മാസത്തിന് ശേഷമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ. അതല്ല, ഈ പറയുന്ന പോലെ അവര് പിടിക്കുവാണെങ്കിൽ ഈ 5000 എന്നുള്ളത് അതിന്റെ മൾട്ടിപ്പിൾ ആണ്. അത് അത്യാവശ്യം ഈ പാക്ക് ലൈസൻസിനെ പറ്റി അറിയാതെ ഒത്തിരി പേർക്ക് അങ്ങനെ ഫൈൻ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നേക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഈ പാക്കിലെ ഈ ലീഗൽ മെട്രോളിന്റെ അടുത്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. അത് നമ്മൾ യൂഷ്വലി പറയുന്ന, നമ്മള് കൂടുതൽ കണ്ടേക്കണ ഒരു എക്സാമ്പിൾ പറയാം. പെട്രോൾ പമ്പുകളിൽ ചിലർ 100 ml ടെസ്റ്റ് ട്യൂബ് പോലെ അടിച്ചു നോക്കും. അതിൽ 100 ml ഇല്ല, 98 ml ആണ്, 99 ml ആണെന്നെങ്കിൽ വന്നാൽ പോലും കൺസ്യൂമർ റൈറ്റ്സ് പ്രകാരം ലീഗൽ മെട്രോളജിയുടെ ഫൈൻ ആ പമ്പിന് വരുന്നതാണ്. കാരണം വെച്ചാൽ 100 ml എന്ന അളവ് നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മാർക്കായാൽ, ഞാനൊരു കസ്റ്റമർ ആണ്, എനിക്ക് 100 ml തരാൻ ആ പമ്പുകാർ ബാധ്യസ്ഥരാണ്. അങ്ങനെ അവർ തന്നില്ല ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ഉള്ള വകുപ്പാണ് ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞ വകുപ്പ്. ആ വകുപ്പ് ഇതേ ആപ്ലിക്കബിലിറ്റി നമ്മുടെ വെയിറ്റ് ചെയ്ത് വെക്കുന്ന ഏത് സാധനത്തിനുണ്ട്. 100 ഗ്രാം പാക്കറ്റ് ആയിട്ട്, 250 ഗ്രാം പാക്കറ്റ് ആയിട്ട്, 1/2 കിലോ പാക്കറ്റ് ആയിട്ട് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വിൽക്കുവാണെങ്കിലും അതിന് നമുക്ക് ഈ പറഞ്ഞ മാൻഡേറ്ററി ഉണ്ട്. അതിനവർ ആദ്യമേ തന്നെ നിങ്ങൾ വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് മേടിക്കുമ്പോൾ ഇവർ ആ വെയ്റ്റ്സിൽ ഒരു സീല് വെക്കുന്നുണ്ട്. ലീഗൽ മെട്രോളജിക്കാരുടെ സീലുണ്ട്. അതായത് ഈ വെയ്റ്റ്സിൽ
1 കിലോ നിങ്ങൾ തൂക്കിയാൽ 1 കിലോ തന്നെ റെക്കോർഡിക്കലാകും. നമ്മൾ പണ്ട് പറയാറില്ലേ, ട്രാഫുകളിലൊക്കെ അടിയിൽ കാന്തം വെച്ച് വെയിറ്റ് കുറയ്ക്കുന്നു. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നേക്കുന്ന നിയമമാണ്. 2009 തൊട്ടാണ് ലീഗൽ മെട്രോളജി നിയമം വന്നേക്കണേ. അപ്പൊ ആ നിയമത്തിന്റെ പ്രകാരം നിങ്ങൾ പുതിയ വെയിറ്റ്സ് എടുക്കുമ്പോൾ എല്ലാം ഈ പറഞ്ഞ ഉറപ്പാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ ഇതിനൊരു കാലാവധി ഉണ്ട്, 2 വർഷം എങ്ങാണ്ടാണ് തോന്നുന്നു. ആ 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ മെട്രോളജി ഓഫീസിലേക്ക് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ്സ് കാണിക്കണം. അവർ വീണ്ടും അത് ചെക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് അത് പുതുക്കി തരും. അപ്പൊ ആ നിങ്ങൾ വെയിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലൈസൻസ് കിട്ടും. നിങ്ങൾക്ക് ഇതിങ്ങനെ തോന്നുന്നുള്ള അത് ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ ലീഗൽ മെട്രോളജി ഓഫീസുകൾ നമുക്ക് പാരലി നമ്മുടെ എല്ലാ സിവിൽ സ്റ്റേഷനിലും ഉണ്ട്. പിന്നെ ഗൂഗിൾ ഇതാ കിട്ടും നിങ്ങൾ ലീഗൽ മെട്രോളജി ഓഫീസ് എവിടെയാണെന്നുള്ളത്. നമുക്ക് എറണാകുളം ജില്ലയിൽ എല്ലാ സിവിൽ സ്റ്റേഷനുകളിലും തന്നെ ലീഗൽ മെട്രോളജി ഓഫീസ് ഉണ്ട്. ഞാൻ എറണാകുളത്തെ ആളായതുകൊണ്ട് പറഞ്ഞാണ്, എനിക്കറിയാവുന്നത്. എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് ലീഗൽ മെട്രോളജിയെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് ഇതാക്കിയാൽ മതി. പിന്നെ LMMOS എന്നാണ് ഇവരുടെ സൈറ്റിന്റെ പേര്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ സൈറ്റും കിട്ടുന്നതാണ്. നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പാക്കിംഗ് ലൈസൻസ്, നിങ്ങൾ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്കിംഗ് ലൈസൻസ് നിങ്ങൾക്ക് വേണം. ഈ പാക്കിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അക്ഷയ പോകാം, ഇല്ലെങ്കിൽ നമ്മുടെ കൺസേൺഡ് വ്യവസായ വകുപ്പിന്റെ താലൂക്ക് വ്യവസായ ഓഫീസുകളുണ്ട്, അവിടെ ചെല്ലാം. അവിടെ ചെന്നാൽ നിങ്ങളെ പാക്കിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, ഗൈഡ് ചെയ്യുന്നതായിരിക്കും. കേൾക്കാനില്ല കേട്ടോ. ഒറ്റ മിനിറ്റ്, അതിന്റെ ലാപ്പിന്റെ ചാർജ് ഡൗൺ ആയി, ഒന്ന് ചാർജ് കുത്തി വെക്കാനാ. ഒറ്റ സെക്കൻഡേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട, നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർ നിങ്ങൾ സ്ഥാപനം നടത്തുമ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ്. പൊല്യൂഷൻ, നമ്മളിപ്പം പൊല്യൂഷനെ പറ്റി പറയുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കാറുള്ള, ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് അങ്ങനെ പൊല്യൂഷൻ ഇല്ല, ഞങ്ങൾക്ക് വലിയ പൊല്യൂഷൻ ഉണ്ടാകാറില്ല, ഞങ്ങൾക്ക് അങ്ങനെ പൊല്യൂഷൻ, ഞങ്ങൾക്ക് കുറച്ച് സൗണ്ട് അല്ലേ ഉണ്ടാകാറുള്ളൂ എന്നുള്ള ഇതാണ്. ശരിയായിരിക്കാം, നിങ്ങൾ പറയുന്നത് തെറ്റാന്നും അങ്ങനത്തെ ഇതൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു സ്ഥാപനം ചെയ്യുന്നു, അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ഫ്ലോർ മില്ല് നടത്തുന്നു. ഞാൻ നോക്കുമ്പം എൻ്റെ അടുത്തൊന്നും വീടുകളില്ല, എൻ്റെ ഇതില്ല. ഞാൻ നല്ലൊരു ഏരിയ കണ്ടുവച്ചു, ഞാൻ ഒരു ഫ്ലോർ മില്ല് നടത്തും. സ്വാഭാവികമായിട്ടും അടുത്തൊന്നും വീടുകളില്ലാത്തതുകൊണ്ട് എന്ത് വേണ്ട, ഞാൻ പൊല്യൂഷനോ ബാക്കി കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല, പഞ്ചായത്ത് ലൈസൻസോ മാത്രമൊക്കെ എടുത്തു. ഞാൻ എൻ്റെ സ്ഥാപനം അങ്ങ് നടത്തുന്നു. എൻ്റെ അടുത്തുള്ള സ്ഥലം വിറ്റു പോകുന്നു, വേറൊരാള് വന്നു കഴിയുമ്പോൾ അവര് ആദ്യം പരാതി പറയുന്നത് മുളക് പൊടിയുടെ മണം കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും അവര് പഞ്ചായത്തിലും പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒരു പരാതി പോകും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം വരുമ്പോഴത്തേക്കിനും ആയിരിക്കും നമ്മൾ അറിയുന്നത് നമുക്ക് പൊല്യൂഷൻ ഇല്ല. അപ്പൊ ഒരു ഷോക്കപ്പ് നോട്ടീസ് വരും, പൊല്യൂഷൻ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ഇത്. ആ പൊല്യൂഷൻ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ചോദ്യത്തിൽ അപ്പം നിങ്ങൾ അവിടെ കുറ്റക്കാരനായി. കാരണം നിങ്ങൾക്ക് പറയാൻ ആദ്യം എൻ്റെ അടുത്ത് വീടുകളൊന്നും ഇല്ലായിരുന്നു, അപ്പൊ പൊല്യൂഷന്റെ പ്രശ്നം വന്നില്ലായിരുന്നു, ഞാൻ അതുകൊണ്ട് എടുത്തില്ല. അപ്പൊ നിങ്ങൾ അവിടെ പ്രതി. അതേസമയം ഞാൻ അന്ന് അവിടെ പൊല്യൂഷൻ എടുത്തായിരുന്നെങ്കിൽ, ഞാൻ പൊല്യൂഷൻ എടുത്ത് ഞാൻ സ്ഥാപനം തുടങ്ങി, അതിനുശേഷം ഒരു വീട് അവിടെ വന്നു, ആ വീട്ടുകാരാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ നിങ്ങളവിടെ കുറ്റക്കാരല്ല. കാരണം നിങ്ങളുടെ സ്ഥാപനം അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് അവരവിടെ വീട് വെച്ചത്. അപ്പം അവരായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ബേസിക് മാൻഡേറ്ററി ലൈസൻസ് ആണ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫെഡറൽ ഗവൺമെന്റ് നിയമമാണ്. ആ ഫെഡറൽ ഗവൺമെന്റ് നിയമം ആയതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആണ്. അപ്പം നമുക്ക് അതിലേക്ക് ഇതൊന്നുമില്ല. പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഗ്രീൻ, ഓറഞ്ച്, റെഡ്, വൈറ്റ്. ഈ വൈറ്റ് എന്ന് പറയുന്നത് വളരെ പൊല്യൂഷൻസ് ഇല്ലാത്ത, നമുക്കൊരു IT കമ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ പൊല്യൂഷൻ ഇല്ലാത്ത സ്റ്റിച്ചിങ് യൂണിറ്റ്, അതൊക്കെ വൈറ്റിലാണ് വന്നത്. റെഡ് എന്ന് പറയുന്നത് യൂഷ്വലി വന്നത് ക്വാറി, അങ്ങനെയുള്ള ഈ റെഡ് മിക്സ് പെയിന്റ് ഉണ്ടാക്കുന്ന ഓറഞ്ചിലാണ് വരുന്നത്. അങ്ങനെയുള്ള കേസുകളാണ് വരുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം ഗ്രീൻ എന്ന് പറയുന്നത് ഈ ഫ്ലോർ മില്ല് പോലെ ഞാൻ പറഞ്ഞ
കാറ്റഗറി. പിന്നെ പിന്നെ അപ്പൊ ചോദിക്കുക എന്റെ കാറ്റഗറി ഗ്രീൻ അല്ലേ, പൊല്യൂഷൻ എടുക്കണ്ടല്ലോ എന്ന്. നമ്മളധികം പൊല്യൂട്ടിങ്. അങ്ങനെയല്ല, ഗ്രീൻ കാറ്റഗറി ആയാലും പൊല്യൂഷൻ എടുക്കണമെന്നാണ് നമ്മുടെ ഇത് വരുന്നത്. കാരണം ഇത് തന്നെയാണ്. ഞങ്ങള് കേട്ട അല്ലെങ്കിൽ അറിഞ്ഞൊരു ഇതുണ്ട്. ഒരു പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പരാതി പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്ന യൂണിറ്റ് ആയിരുന്നു, വീട് തന്നെയായിരുന്നു ചെയ്യുന്നത്. ശർക്കരയുടെ മണം അടുത്ത വീട്ടിലേക്ക് അടിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല. അപ്പം അങ്ങനെയാണ് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പരാതി പോയത്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലാത്ത പരാതികൾ പോവും. കൊപ്ര ഉണക്കാൻ വെക്കുന്നു, ഉണക്കുന്ന കൊപ്രയുടെ മണം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പരാതികൾ പോകും. പരാതികൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു സ്ഥാപനം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സൊസൈറ്റിയോടും ബാധ്യസ്ഥരാണ്. അപ്പൊ പരാതികൾ ഇല്ലാതിരിക്കുക എന്നുള്ളത്, പൊല്യൂഷൻ സെറ്റ് ബാക്കുകളും ബാക്കിയെല്ലാം പാലിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട സാധനമാണ്. കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്, കൺസെന്റ് ടു ഓപ്പറേറ്റ്, 2 കാറ്റഗറി ഉണ്ട്. കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷീനറി ഒക്കെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട ഒരു സാധനമാണ് കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്. കൺസെന്റ് ടു എസ്റ്റാബ്ലിഷിൽ മാത്രം ഫീസ് അടച്ചാൽ മതി. കൺസെന്റ് ടു ഓപ്പറേറ്റിന് ഫീസ് അടയ്ക്കേണ്ട. കൺസെന്റ് നമ്മൾ എടുക്കുമ്പോൾ 5 വർഷത്തേക്കാണ് പൊല്യൂഷൻ യൂഷ്വലി എടുക്കാറുള്ളത്. 5 വർഷത്തേക്കാണ് നേരെ എടുക്കാറുള്ളത്. 5 വർഷത്തേക്കുള്ള ഫീസാണ് യൂഷ്വലി അടയ്ക്കാറുള്ളത്. ആ 5 വർഷത്തേക്കുള്ള ഫീസ് എടുത്ത് അവരിപ്പോ പൊല്യൂഷൻ കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പൊല്യൂഷന്റെ ഓഫീസിൽ നമ്മുടെ സൈറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും. എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറയും. അതുവെച്ചാൽ മെഷീൻ കുറച്ച് ഇറക്കി വെക്കാനോ ബാക്കി എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് സെറ്റ് ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവരത് പറയും. എന്നിട്ട് നമുക്ക് അവർ അപ്രൂവൽ തരും. അപ്രൂവൽ തന്ന് നമ്മളത് മെഷീൻ അവിടെ ഇറക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ കൺസെന്റ് ടു ഓപ്പറേറ്റ് ഈ അപ്രൂവലും കൂടെ വെച്ച് ഓൺലൈനിൽ നേരെ അപ്ലൈ ചെയ്യാം. തുടങ്ങിയതിന് ശേഷം തുടങ്ങാൻ വേണ്ടി ഓപ്പറേറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അവർ നോക്കൊന്നുമില്ല. അപ്പം അവരെന്തേലും ആദ്യത്തിൽ ക്വറി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ന സാധനങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ETP അങ്ങനെ എന്തെങ്കിലും ക്ലിയറൻസുകൾ വെക്കാനോ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കൺസെന്റ് ടു ഓപ്പറേറ്റ്. ഇനി നേരെ നിങ്ങൾക്ക് കൺസെന്റ് ടു ഓപ്പറേറ്റ് എടുക്കണമെങ്കിൽ 6.5 വർഷത്തെ ഫീസ് എങ്ങാണ്ട് അടച്ചാൽ മതി. 6 വർഷത്തെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവർ ഒറ്റ ചെക്കിങ് വരും. എന്നിട്ട് ആദ്യം തന്നെ അതിലെല്ലാം വെക്കാൻ പറയും. വെച്ച് കൺസെന്റ് ടു ഓപ്പറേറ്റ് നേരെ എടുക്കാം. യൂഷ്വലി കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് എടുത്ത് അതിന് ശേഷമാണ് കൺസെന്റ് ടു ഓപ്പറേറ്റ് എടുക്കാറുള്ളത്. നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ആ പ്രൊജക്ട് റിപ്പോർട്ട് എന്നുള്ള അവിടെ മാറ്റിയേക്ക്. പ്രൊജക്ട് റിപ്പോർട്ട് കോമൺ ആയിട്ട് അവിടെ വെച്ചേക്കുന്നതാണ്. പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരു കീവേഡ് ആക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. സൈറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മീറ്റർ സർക്കിളിൽ എന്തൊക്കെയുണ്ട്, 100 മീറ്റർ സർക്കിളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള ബേസിക് സൈറ്റ് പ്ലാൻ. പിന്നെ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ അവർക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. പിന്നെ മെഷീനറി ലിസ്റ്റ്, നിങ്ങൾ എന്തൊക്കെ മെഷീനറി, എത്ര HP, എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ള ഈ മെഷീനറി ലിസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 രൂപയുടെ സത്യവാങ് മൂലമുണ്ട്. ആ സത്യവാങ് മൂലത്തിലാണ് നമ്മൾ ഈ മെഷീനറി ലിസ്റ്റും ഈ പറയുന്ന ഇതും എടുക്കണേ. ആ മെഷീനറികൾ നമ്മുടെ മൂലധന നിക്ഷേപം, നമ്മുടെ എത്രയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നതെന്നും അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് നമുക്ക് മെഷീനറി ഉള്ളതെന്നും നമ്മുടെ സ്ഥലം എത്രയാണെന്നും എല്ലാം അതിൻ്റെ അകത്ത് നമ്മൾ ആ അഫിഡവിറ്റിൽ എഴുതും. അത് വെച്ചാണ് നമ്മുടെ ഫീസ് കാൽക്കുലേറ്റ് ആകുന്നത്. ഇനി റെന്റ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് സ്ഥലത്തിന്റെ വാല്യൂ എഴുതാനില്ല, കെട്ടിടത്തിന്റെ വാല്യൂ എഴുതാനില്ല. അപ്പം റെന്റ് എമൗണ്ട് 5 വർഷത്തെ റെന്റ് എമൗണ്ട് ആണ് അവിടെ ടോട്ടൽ ആയിട്ട് വാല്യൂ ആയിട്ട് എഴുതുന്നത്. അത് പ്ലസ് മെഷീനറിയുടെ വാല്യൂ, അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് അവരുടെ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് പൊല്യൂഷന്റെ ഫീസ് എത്രയാന്ന് തന്നെ. അപ്പൊ ഈ തന്നേക്ക് ചെക്ക് ലിസ്റ്റില് ട്രേഡ് ലൈസൻസ്, ഓണർഷിപ്പ് പ്രൂഫ്, വാട്ടർ റിക്വയർമെന്റ്, വേസ്റ്റ് പ്രൂഫ് അതിന് ആവശ്യമുള്ള കേസിലാണ്. ബേസിക് ആയിട്ട് നമുക്ക് വരേണ്ട സാധനം ആ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് അല്ലെങ്കിൽ റെന്റ് എഗ്രിമെന്റ്. ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ഉണ്ടെങ്കിൽ അത്, റെന്റ് എഗ്രിമെന്റ് ആണെങ്കിൽ റെന്റ് എഗ്രിമെന്റ്, പിന്നെ 100 മീറ്റർ സർക്കിളിലെ സൈറ്റ് പ്ലാന്, പിന്നെ മെഷീനറി ലിസ്റ്റ്, ഈ അഫിഡവിറ്റ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അതിലേക്ക് നേരെ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അപ്ലോഡ് ചെയ്ത് അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് തരും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നേരെ കൺസെന്റ് ടു ഓപ്പറേറ്റ് തരും. സോ നിങ്ങൾ ഏതൊരു യൂണിറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു ഇൻഡസ്ട്രി ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എടുത്തു വെക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പലരും നിങ്ങളെ കൊണ്ട് അറിയിപ്പിക്കും. മീൻസ് നിങ്ങൾക്ക് എന്തിന്റെ പരാതിയോ നിങ്ങളുടെ അടുത്തുള്ളവരോ എവിടെയെങ്കിലും പരാതി വന്നാൽ നിങ്ങൾ അറിയാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ എറണാകുളത്തിന്റെ ഇത് പറയുവാണെങ്കിൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസ് ഉള്ളത് ഒന്ന് കടവന്ത്രയുണ്ട്, ഒന്ന് പെരുമ്പാവൂരുണ്ട്, ഒന്ന് ഏലൂരുണ്ട്. ഈ ഏലൂരുള്ളത് ആ ഏലൂർ ഇൻഡസ്ട്രിയൽ ഏരിയ ഇടയാറൊക്കെ വന്നതുകൊണ്ട് അതിലേക്ക് കൺസേൺഡ് ആയിട്ടാണ്. പെരുമ്പാവൂര് ഒരെണ്ണമുണ്ട്, കടവന്ത്രയാണ് മെയിൻ ഓഫീസായിട്ട്. അങ്ങനെ 3 ഹെഡ് ഓഫീസ് തന്നെ ഉണ്ട് ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എറണാകുളത്ത്. അതുപോലെ ഓരോ ജില്ലയിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസുണ്ട്.
ഇന്ന് നിങ്ങൾക്ക് അവിടെ അന്വേഷിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ ഓഫീസിലും ഇതിന്റെ എൻക്വയറി നടത്തുക. പൊല്യൂഷൻ നിങ്ങൾക്ക് ഏത് കാറ്റഗറി വരും, പൊല്യൂഷൻ എങ്ങനെ എടുക്കും, എവിടെ എടുക്കും, ആ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കിട്ടും. അപ്പൊ നിങ്ങളൊരു ഫേം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങൾ 3 ഐറ്റംസ് ആണ്. 1 ബുദ്ധിന്റെ രജിസ്ട്രേഷൻ, 2 ട്രേഡ് ലൈസൻസ്, 3 പൊല്യൂഷൻ. ഇത് 3 നിങ്ങൾക്ക് നിങ്ങൾ നോക്കി വെക്കേണ്ട. നിങ്ങളൊരു ഫേമായിട്ട് ചെയ്യുമ്പോൾ 5 HP-യില് സാർ 5 HP താഴെയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന സംരംഭങ്ങളാണെങ്കിൽ ലൈസൻസ് വേണ്ട, ഗ്രീൻ കാറ്റഗറിയിലാണ്. അതല്ലേ ഉദ്ദേശിച്ചത്? 5 HP താഴെയുള്ളതിന്റെ കേസ് പറഞ്ഞേ. ഹലോ 5 HP-യുടെ കാര്യം പറഞ്ഞെന്താ? ഹലോ ഓക്കെ, എന്നാ കോമൺ ആയിട്ട് ഹലോ. QA പറയാമോ? നേരത്തെ സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ കപ്പലണ്ടി മിഠായിന്റെ, അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ 5 HP-ന്റെ ഒന്നും മെഷീനറി യൂസ് 5 ചെയ്യുന്നില്ല. HP-യുടെ മെഷീൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം അതിൽ എക്സാമ്പിൾ പറഞ്ഞപ്പോഴത്തേക്കിനും അവര് പരാതി പോയപ്പോ ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഓക്കെ, പക്ഷെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പരാതി പോവും എന്ന് പറഞ്ഞാണ്. ആ പരാതിയിൽ ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മെൽ അങ്ങോട്ട് വരാതെ നോക്കാൻ വേണ്ടി ഇത് അഡ്വൈസ് നോട്ടീസ് കൊടുത്തു. അത് മാത്രമാണ് ചെയ്തത്. എന്റെ ഫൈനൽ റിസൾട്ട് വന്നത്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഇതിലെ ബേസിക് ആയിട്ടുള്ളൊരു സ്മെല്ല് മെഷർ ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെന്റ് ആരുടെയും കയ്യിൽ ഇല്ല. ഡൗട്ട് അവസാനം ചോദിക്കല്ലേ? അതായിരിക്കും നല്ലത്. അതല്ലേ നല്ലത്? ഡൗട്ട് അവസാനം ചോദിക്കുന്നല്ലേ നല്ലത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നല്ലത്. ആ ഫ്ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചോദ്യം പോയ അദ്ദേഹത്തിന് നമ്മള് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് പോകുന്നത് നല്ലത്. കാരണം നമ്മൾ ഓഫ്ലൈൻ അല്ലല്ലോ, ഓൺലൈൻ ആയതുകൊണ്ട് ലാസ്റ്റ് ആണ് നിങ്ങൾക്കും എനിക്കും നല്ലതാ. നമുക്ക് ഒറ്റയടിക്ക് അതിലേക്ക് ആദ്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ലാസ്റ്റ് അതിലേക്ക് പോവാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അല്ല, എഴുതി വെച്ചിട്ട് അവസാനം ചോദിച്ചു. ആരോ സ്ക്രീനിൽ ഡ്രോ ചെയ്യുന്നുണ്ടോ, നിർത്താൻ പറ്റുമോ? ആരോ അടുത്തപ്പോ വന്ന മിസ്റ്റേക്ക് ആണത്. അത് കുഴപ്പമില്ല, ഞാൻ ഈ PPT ആയിട്ട് തന്നെ ഷെയർ ചെയ്യും. സൗണ്ട് പോയി. നമ്മൾ അവയർനെസ് ആയിട്ട് വെച്ചേക്കുന്ന സെക്ഷൻ അല്ലേ. അപ്പൊ ഈ PPT അടക്കം ഷെയർ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ഞാനുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഏരിയയിലായിരിക്കും ഡൗട്ട്. അത് എങ്ങനെ സോൾവ് ആക്കാന്നുള്ളത് നമുക്ക് ഇനി 1 to 1 ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോവാം. കാരണം ചിലർക്ക് കോമൺ ആയിട്ട് പറയാനായിരിക്കും പ്രശ്നം. അപ്പൊ അവർക്ക് എന്താണെന്നുള്ളത് നമുക്ക് അതേപോലെ അഡ്വൈസ് ചെയ്യാം. അത് കുഴപ്പമില്ല. ഇതൊരു പ്രോപ്പർ അവയർനെസ് ആയിട്ട് നിങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇതിൽ പല ഭാഗങ്ങളും പലർക്കും വേണ്ടാത്തതാണ്, അത് എനിക്കും അറിയാം. പക്ഷെ ഒരു കോമൺ ടോപ്പിക് എന്ന ലെവലിൽ നമ്മൾ പറയുമ്പോൾ എല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും സ്ലൈഡ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് തന്നെ. ഓരോ ടോപ്പിക് എടുത്ത് AI കൊടുത്തിട്ടാണ് ഓരോ സ്ലൈഡ് വന്നേക്കണേ. അപ്പം അതൊന്നും നമുക്ക് നോക്കാൻ വേണ്ടിയാ, വേറെ ഒന്നുമില്ല. ഞാൻ ഷെയർ ചെയ്തോളാം. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഫയർ ആൻഡ് റെസ്ക്യൂ, ഇതും 90% ആൾക്കാർക്ക് വേണ്ട. ഞാൻ ആ സൈഡിൽ തന്നെ അത് ആപ്ലിക്കബിൾ ആയുള്ള കേസുകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ, ഹോസ്പിറ്റൽ, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ്, വെയർ ഹൗസസ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ലാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്, അങ്ങനെ ലാർജ് വന്ന സ്കെയിലുകളിൽ ആണ് ഈ പറയുന്ന ലെവലില് ഈ ഫയർ NOC വേണ്ടത്. കാരണം വെച്ചാൽ നമുക്ക് തന്നെ അറിയാം അതിന്റെ ആവശ്യകത എന്താന്നുള്ളത്. ഒരു നാളെ അവിടെ ഒരു തീപിടുത്തോ ബാക്കി എന്തോ ഉണ്ടാകാതിരുന്നാൽ, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായാൽ തന്നെ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് വെള്ളം വീഴാൻ വേണ്ടി, നിങ്ങൾ ഹോസ്പിറ്റലുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ഇനി ആയാലും പോകുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ മുകളിൽ അതിന്റെ റൂഫിൽ അല്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സ്പ്രേ ചെയ്യാൻ വേണ്ടി ഒരു 4 ഷവർ പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ടാവും. അത് ഫയർ റെസ്ക്യൂ NOCയുടെ ഭാഗമായിട്ട് ഫയർ റെസ്ക്യൂ NOC കൊടുക്കാൻ വേണ്ടി, ഫയർ ആൻഡ് റെസ്ക്യൂ NOC കൊടുക്കാൻ വേണ്ടി അവർ പറയുന്ന ഒരു കണ്ടീഷനിൽ ഒന്നാണ്. അത് പ്രോപ്പർ ഫയർ സേഫ്റ്റി പ്ലാൻ. ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിൽ എങ്ങനെ ഇവാക്വേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താന്നുള്ളത് അത് പ്രോപ്പറായി അത് ഫയർ സേഫ്റ്റിന്ന് ആള് വന്ന് പ്രോപ്പറായി ഇതാക്കിയാൽ മാത്രമേ വലിയ ബിൽഡിങ്ങുകൾക്ക് അത് ഉണ്ടാവുള്ളൂ. വലിയ ബിൽഡിംഗ് ആയിട്ടും വലിയ ഇതായിട്ടും അത് മാൻഡേറ്ററി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ വേറെ സാധനം വലിയ ലെവൽ ഓഫ് ഇതിൽ മാൻഡേറ്ററി ആണ്. ഫയർ എഞ്ചിൻ വന്ന് 4 സൈഡും കയറാവുന്ന ലെവലിലേക്ക് ഉള്ളതുകൊണ്ട്
അത് ലാൻഡ് ഏരിയയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് പല യൂണിറ്റുകൾക്ക് പറ്റാത്തതാണ്. പക്ഷെ മാക്സിമം ഫയർ എഞ്ചിന് വരാൻ പറ്റുന്ന ലെവലിലുള്ളതാണ് നമ്മുടെ യൂണിറ്റുകളെല്ലാം. കാരണം നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് ഇതാകും എന്നുള്ള. ഈ നാളെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞപ്പോഴുള്ള സാധനമാണ് നമുക്ക് MSME ഇൻഷുറൻസ്. നമ്മുടെ വണ്ടി ഇൻഷുർ ചെയ്യുന്നുണ്ട്, നമ്മളെ ഇൻഷുർ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മൾ ഇൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. MSME ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സ്കീം വ്യവസായ വകുപ്പിന്റെ വകയുണ്ട്. അപ്പം നിങ്ങൾക്ക് MSME ഇൻഷുറൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഉദ്യം ലഘുസൂക്ഷ്മ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ കാറ്റഗറിയാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിന്റെ വേറെ കുറെ കാറ്റഗറീസും ഉണ്ട്. അപ്പൊ MSME ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് 50% മാക്സിമം 5000 രൂപ വരെ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് വ്യവസായ വകുപ്പ് തിരിച്ചും തരും. അത് സ്ഥാപനങ്ങളെ ഇൻഷുറൻസ് എടുപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ സ്ഥാപനം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ നമുക്കിപ്പം അറിയാം പലതും സംഭവിക്കുന്നത്, ഫ്ലഡ് അടക്കം പലതും നടക്കുവാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു ബാധ്യതയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അത് ഇത് ലാസ്റ്റ് പറയാൻ വെച്ചതാണ്, എന്നാലും അതിപ്പം ഇതൊരു ടോപ്പിക്ക് വന്നപ്പോൾ പറഞ്ഞാണ്. നമ്മൾ MSME ഇൻഷുറൻസ് എന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ലോൺ എടുക്കുമ്പോൾ അതും ഇൻഷുർഡ് ആക്കാൻ വേണ്ടി ഇതാക്കുക. കാരണം നമ്മൾ മൂലം ഉണ്ടാകുന്ന ഒരു ബാധ്യത വേറൊരാൾക്കിലേക്ക് ടേക്ക് ഓവർ പോകാതിരിക്കാൻ വേണ്ടിയാണ്. മിക്ക ലോണിലും ബാങ്ക് ഇൻഷുർഡ് ആക്കി ഇൻഷുറൻസ് എടുക്കും, എന്നാൽ പോലും നമ്മൾ അതൊന്ന് അവെയർ ആയിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അത് ഓഫ് ടോപ്പിക്കാണ്, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതും കുറച്ച് വലിയ ലെവല് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. നമുക്ക് KCB പോലെ തന്നെ വേറൊരു സാധനമുണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ 2 വിങ് ആണ് ആക്ച്വലി. ഇത് HT കണക്ഷൻ, LT കണക്ഷൻ, HT കണക്ഷൻ, ഹൈ ടെൻഷൻ എന്ന് പറയുന്ന ലെവൽ ഓഫ് കണക്ഷൻ വന്നത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തന്നെ ഒരു ട്രാൻസ്ഫോമർ വെക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവിടെ ജനറേറ്റർ മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കേണ്ട, ലിഫ്റ്റ് വെക്കേണ്ടി വരുന്നത്, അങ്ങനെയുള്ളിടത്തെല്ലാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അപ്രൂവൽ വേണം. കാരണം അവര് വന്ന് അപ്രൂവൽ ചെയ്തിട്ടേ നമുക്കത് പോകാൻ പറ്റുള്ളൂ. വലിയ സ്കെയിൽ ഓഫ് യൂണിറ്റുകൾക്ക് അവർക്ക് എപ്പോഴും, ചിലർക്ക് നമുക്ക് നോർമലി പോകുന്ന LT കണക്ഷൻ ആണെങ്കിൽ അവർക്കത് പറ്റൂലായിരിക്കും, HT കണക്ഷൻ വേണമായിരിക്കും, അങ്ങനെയുള്ള. പിന്നെ ട്രാൻസ്ഫോമർ അവര് കോമൺ ആയിട്ട് ഇപ്പൊ ഞാൻ ഒരു യൂണിറ്റ് തുടങ്ങാൻ പോവാണ്, അവിടെ ഒരു 5-6 സ്ഥാപനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 5-6 വീടുകൾ ഉണ്ടാവും. എനിക്ക് വേണ്ട കറണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള വീടിന് പ്രശ്നങ്ങൾ ഉണ്ടാകല്ലേ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ KCB എന്ത് ചെയ്യും, അവരോട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ വെക്കണം, നിങ്ങൾ എന്റെ ചെലവ് വഹിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ട്രാൻസ്ഫോമർ വെക്കാൻ വേണ്ടി അതിന് അപ്രൂവൽ കൊടുക്കാനുള്ളതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് എല്ലാ ലെവൽ ഓഫ് ടോപ്പിക്കിലേക്ക് പോകുന്നതുകൊണ്ടാണ്. ചെറിയ കേസുകളൊന്നുമില്ല, വലിയ ലെവൽ ഓഫ് കേസ്. ഞാൻ പറഞ്ഞു ലിഫ്റ്റ് വെക്കുന്നു, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റാളേഷൻ, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് ഹെവി ആയിട്ട് എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. വേറൊരു വിങ് തന്നെയുണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി. അത് ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യം ഡ്രോയിങ് വർക്ക് കൊടുക്കും, ഡ്രോയിങ് കഴിഞ്ഞ് കംപ്ലീഷൻ കഴിഞ്ഞ് അത് വന്നിട്ട് അവരുടെ സർട്ടിഫൈഡ് ആൾ ഇത് ചെയ്തിട്ട് മാത്രമേ ഇതാവുള്ളൂ. കാരണം ഞാനൊരു യൂണിറ്റ് വെക്കുന്നു, ഞാൻ യൂണിറ്റ് വെച്ചു, ആ യൂണിറ്റിലെ ഞാൻ കറണ്ട് എടുക്കുന്നതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് കറണ്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രദ്ധയാണത്. കാരണം പണ്ടൊക്കെ അങ്ങനത്തെ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വലിയ യൂണിറ്റ് നടക്കുന്നു, അതിന്റെ അടുത്ത വീട്ടുകളിലൊക്കെ വോൾട്ടേജ് കുറയും, അങ്ങനെയുള്ള പല പരാതികൾ വന്നേക്കുന്നത് കൊണ്ട് അവരതിനെ അവെയർ ആക്കിയതാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഇത് വന്നേക്കണം. പിന്നെ ഇത് അടുത്തൊരു വേറൊരു വിങ് ആണ്. ഇത് നമ്മുടെ കൂടുതൽ കേസിലും നമ്മൾ വെള്ളം വിൽക്കുക അല്ലെങ്കിൽ വെള്ളം ട്രീറ്റ് ചെയ്യുക, വെള്ളം എന്തേലും ആക്ടിവിറ്റി ആക്കി വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റേ കാറ്ററിങ്ങിന് വെള്ളം എടുക്കുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ വെള്ളം സോഫ്റ്റ് ഡ്രിങ്ക്, സോഡ, അതുപോലെ മിനറൽ വാട്ടർ, അത് ക്യാനാക്കിയാലും ഈ പറഞ്ഞ ഇതാക്കിയാലും നമുക്ക് വേണ്ട സാധനമാണ് ഗ്രൗണ്ട് വാട്ടറിന്റെ പെർമിഷൻ. അപ്പം ഇനി 2 കേസുണ്ട്, നമുക്ക് ബോർവെൽ അടിക്കണമെങ്കിലും വേണം, നമുക്ക് ഉള്ള വെള്ളം എടുക്കുന്നെങ്കിലും വേണം. ഉള്ള വെള്ളം എടുക്കുന്നതിലെ എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം എടുക്കുന്നത് കൊണ്ട് അടുത്തുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഒരു വീടിന് എടുക്കുന്ന വെള്ളമായിരിക്കും നമ്മൾ കൊമേഴ്ഷ്യൽ യൂസിന് എടുക്കുമ്പോഴത്തേക്കും എടുക്കുന്നത്. നമ്മൾ വെള്ളം എടുക്കുന്നതുകൊണ്ട് അടുത്തുള്ള വീട്ടുകാർക്ക് വെള്ളത്തിന് ദൗർലഭ്യം ഉണ്ടാകാതിരിക്കണം. അതിനാണ് ഗ്രൗണ്ട് വാട്ടർ. ഇവര് വന്ന് അവിടെ പമ്പിംഗ് ടെസ്റ്റും കൂടെ നടത്തി നമ്മൾ വെള്ളം എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, ഇവിടെ നിന്ന് വെള്ളം എടുക്കാം എന്ന് ഉറപ്പ് വരുത്തിച്ചിട്ടാണ് നമുക്ക് കൊമേഴ്ഷ്യലി ശരിക്കും വെള്ളം എടുക്കാനുള്ള അധികാരമുള്ളൂ.
അതിനാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബോർവെൽസ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, പാക്കേജ് വഴി നിങ്ങൾ എത്ര ഗ്രൗണ്ട് വാട്ടർ വെള്ളം എടുത്ത് വിൽക്കുക എന്നുള്ള ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട സാധനമാണ് ഗ്രൗണ്ട് വാട്ടർ പെർമിഷൻ. K-SWIFT വഴിയാണ് ഇത് അപേക്ഷിക്കുന്നത്. ഗ്രൗണ്ട് വാട്ടർ സ്വന്തമായിട്ട് ഇതിന് സൈറ്റ് ഇല്ലാത്തതുകൊണ്ട് K-SWIFT വഴിയാണ് അപേക്ഷിക്കുന്നത്. ഈ സൈറ്റ് പ്ലാൻ, അതായത് ലൊക്കേഷൻ സ്കെച്ച് നമ്മൾ പറയും, ലൊക്കേഷൻ സ്കെച്ച് വേണം, ഓണർഷിപ്പിന്റെ പ്രൂഫ് വേണം, പിന്നെ കൺസേൺഡ് പഞ്ചായത്തിന് NOC വേണം. ആ കൺസേൺഡ് പഞ്ചായത്തിന് NOC കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞ കൺസേൺഡ് പഞ്ചായത്ത് NOC എന്ന് വെച്ചാൽ അവരുടെ ഭരണസമിതി കൂടിയിട്ട് വേണം നമുക്ക് തരാൻ വേണ്ടി. ആ NOC കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞ K-SWIFT ബാക്കി എന്തെങ്കിലും വെച്ച് നമുക്ക് അവിടെ കൊടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ ബാക്കി 2 മാൻഡേറ്ററി ആണ്. പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ വേണ്ടി ഡീറ്റെയിൽസ് വെക്കുന്നതിന് പകരം പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുള്ളൂ. ബാക്കി ഡോക്യുമെന്റ്സ് ആണ് മാൻഡേറ്ററി ആയിട്ട്. ലൊക്കേഷൻ സ്കെച്ച്, ആ ലൊക്കേഷൻ സ്കെച്ച്, ഓണർഷിപ്പിന്റെ പ്രൂഫ്, റെന്റ് അല്ലെങ്കിൽ ലീസ് അഗ്രിമെന്റ് ആണെങ്കിൽ ലീസ്, ഓണർ ആണെങ്കിൽ ഓണർഷിപ്പ് പ്രൂഫ്, പിന്നെ നമുക്ക് എന്തോരം വെള്ളം വേണം. നമ്മളിത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആ ഏരിയയിൽ ആ പർട്ടിക്കുലർ ബ്ലോക്കിൽ നമ്മൾ വെള്ളം എടുക്കുന്നത് സേഫ് ആണെങ്കിലേ അവര് മുന്നോട്ട് തന്നെ പ്രൊസീഡ് ആക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ റെഡ് കാറ്റഗറി കാണിക്കും, ഇവിടെ വെള്ളത്തിന് ഇനി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ റെഡ് കാറ്റഗറി കാണിക്കും. അത്ര സ്പെസിഫിക് ആയിട്ടാണ് ചെയ്യുന്നത്. 3500 രൂപയോ 4000 രൂപ എടുത്തെങ്ങാണ്ടാണ് ഫീസ് തന്നെ. നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന ഏത് യൂണിറ്റ് ചെയ്യുകയാണെങ്കിലും ഈ ഗ്രൗണ്ട് വാട്ടറിന്റെ കാര്യം മറക്കാതിരിക്കുക. ഗ്രൗണ്ട് വാട്ടറിന്റെ ഓഫീസും എല്ലാ ജില്ലയിലും ഹെഡ് ക്വാർട്ടേഴ്സിലും ഉണ്ടാവും, കളക്ടറേറ്റിലും ഉണ്ടാവും. K-SWIFT വഴിയാണ് അപേക്ഷിക്കുന്നത്. K-SWIFT വഴി അപേക്ഷ പോയി. പിന്നെ ഇവർക്കൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പമ്പിങ് ടെസ്റ്റ് നടത്തുന്നത് ഒരു 10 നമ്പർ എങ്ങാണ്ട് അപേക്ഷകൾ വരുമ്പോഴാണ് അവർ പമ്പിങ് ടെസ്റ്റ്. കാരണം ഇവർ പമ്പൊക്കെ വേറെ കൊണ്ടുവരും, അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു ലാഗ് ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ സിംഗിൾ വിൻഡോ വെക്കുമ്പോൾ എപ്പോഴും ഗ്രൗണ്ട് വാട്ടറിന്റെ അപേക്ഷ ഉണ്ടാകാറുണ്ട്, അത് സ്പീഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഇതാണ് ഇതാക്കാൻ. പക്ഷെ നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഗ്രൗണ്ട് വാട്ടറിനെ പറ്റി അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഭൂഗർഭജലമാണ് എടുക്കുന്നത്. ഭൂഗർഭജലം എടുക്കുന്നത് അതിനെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇതാക്കണം. നമ്മൾ പറയുമ്പോൾ ഞാൻ കേട്ടേക്കുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടേക്കണ കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നല്ലേ വെള്ളം എടുക്കുന്നേ, അപ്പം എന്തിനാണ് ഗ്രൗണ്ട് വാട്ടർ, ഞാൻ വേറെ കിണർ കുഴിക്കുന്നില്ലല്ലോ. അവിടെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവർ പറയുന്ന ഉത്തരം ഇതാണ്, എന്റെ വീട്ടിലെ കിണർ എന്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയാണ്. അത് കൊമേഴ്ഷ്യലി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് വാട്ടറിന്റെ ഇതാണ്. കാരണം അടുത്തുള്ള വീടുകളിലേക്ക് നമ്മൾ 500 ലിറ്റർ വെള്ളം എടുത്തോണ്ട് ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ പെർ ഡേ, മറ്റേ എടുക്കുമ്പോൾ 1000 ലിറ്റർ ആവും. അപ്പൊ ആ ടോട്ടൽ ഏരിയയിലെ ഗ്രൗണ്ട് വാട്ടറിൽ അല്ലെങ്കിൽ ഭൂഗർഭജലത്തില് കുറവുണ്ടാകാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒരു ടെക്നിക്കൽ വിങ് ആണ് അവര്. അപ്പൊ അവർ അത്ര ശ്രദ്ധിക്കുന്ന ഒരു വിങ് ആണ്. അപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്ത് വിൽക്കുക, വെള്ളത്തിന്റെ എന്ത് കേസ് വന്നാലും ഗ്രൗണ്ട് വാട്ടറിനെ പറ്റി അറിഞ്ഞിരിക്കുക, അത് മാൻഡേറ്ററി ആണ്. ഇത് ഞാൻ പറയുമ്പം എല്ലാം അറിയണമല്ലോ എന്നുകൊണ്ട് മാത്രം പറഞ്ഞാണ്. പെസോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പെട്രോളിയം എക്സ്പ്ലോസീവ്സ് ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ. നമുക്ക് അധികം ആൾക്കാർക്കും എനിക്ക് തോന്നുന്നില്ല ഇത് ആവശ്യമുള്ളതാണ്. ഇത് ഞാൻ സൈഡിൽ പറഞ്ഞല്ലോ, പെട്രോൾ പമ്പുകൾക്ക് ഡീസൽ സ്റ്റോറേജ്, LPG, പെട്രോളിയം, ഗ്യാസ് സ്റ്റോറേജ്, പടക്കക്കട, കെമിക്കൽസ് സ്റ്റോർ ചെയ്യുന്നവര്, ഇവർക്കെല്ലാം ഈ പറയുന്ന പെസോയുടെ ഇതാണ്. അതായത് നമ്മൾ ഒരു സാധനം സ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു അപകടവും ഉണ്ടാകല്ല. ഇത് ഏറ്റവും സ്ട്രോങ് ആയിട്ടും പ്രോപ്പർ ആയിട്ടും ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു വിങ് ആണ്. അത് പെസോയുടെ ഇതായിട്ട്. പെസോ ഞാൻ എടുത്തു വെക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ K-SWIFT മാത്രം മതിയെന്ന് പറഞ്ഞ് ഒരു പമ്പ് ഓപ്പൺ ആക്കി. അപ്പം അവരോട് ചോദിച്ചു, പക്ഷെ അവർക്ക് പെസോ ഒക്കെ ഉണ്ട്, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. K-SWIFT എന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്ത് ലൈസൻസിന് മാത്രം കൊടുക്കുന്ന എക്സംഷൻ ആണ്. അത് പമ്പ് എന്നുള്ളത് നമ്മൾ ട്രേഡിംഗ് സെക്ടറിലാണ് വന്നേക്കണേ. അപ്പൊ അവര് ഈ പറഞ്ഞ ബാക്കിയെല്ലാം ഫോക്കസ് ചെയ്ത് വേണം തന്നെ ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു സാധനം അല്ലെങ്കിൽ ഒരു പമ്പ് നടത്താൻ പോയ ഒരാൾ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പെഫോയും കൂടെ ഇതിൻ്റെ അകത്ത് വെച്ചത്. പെഫോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഫോടനശേഷിയുള്ള എന്ത് സാധനം ഉപയോഗിക്കുകയാണെങ്കിലും അതിന് വേണ്ട ഒരു സാധനമാണ്. നമ്മൾ ഈ വെടിക്കെട്ട് പുര അടക്കം എല്ലാത്തിനും അവർ സ്റ്റോറേജ് ചെയ്യുമ്പോഴത്തേക്കും പെഫോയുടെ ഒരു പെർമിഷൻ വേണം. അതാണ് ഈ വെടിക്കെട്ട് അപകടത്തിനൊക്കെ മുമ്പ് കളക്ടറിന്റെ ഒക്കെ ഇൻസ്പെക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. പെസോ എന്ന് പറയുന്നത് അങ്ങനെ അത്രയും വലിയൊരു വിങ്ങാണ്. നമുക്ക് തന്നെ അറിയാം എക്സ്പ്ലോസീവ് ഏത് ലെവൽ വരെ പോകും എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാനിത് എല്ലാത്തിന്റെ ഒരു അവയർനെസ് എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ പെസോയും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആയത്. ഇത് കോമൺ ആയിട്ടുള്ള ലൈസൻസ് അല്ല,
എന്നാലും ഞാനൊരു അവയർനെസ് നമ്മളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്നുള്ള ലെവലിൽ ഇട്ടതാണ്. അതുപോലെ തന്നെ അടുത്തത് ബോയിലർ രജിസ്ട്രേഷൻ. ഇത് ഞാൻ കുറച്ചു മുമ്പ് ഫാക്ടറി ലൈസൻസ് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ബോയിലർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എടുക്കേണ്ട സാധനമാണ് ബോയിലർ രജിസ്ട്രേഷൻ. ഇപ്പം പണ്ട് തൊട്ടേ കേട്ടേക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഞാൻ ഫാക്ടറി ഫാൻ ബോയിലേഴ്സ് വേണ്ട, ഫാക്ടറി ഫാൻ ബോയിലർ എടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലൈസൻസുകളിൽ ചിലപ്പോൾ ഫാക്ടറി ഫാൻ ബോയിലേഴ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു ബോയിലർ വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബോയിലർ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് ബോയിലർ രജിസ്ട്രേഷൻ. അതിന്റെ ഫയലിൽ ആർക്കൊക്കെ വേണമെന്നുണ്ട് ബോയിലർ ഉപയോഗിക്കുന്ന, സ്റ്റീം ബോയിലർ ഉപയോഗിക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഫുഡ് ബീവറേജ് യൂണിറ്റ്, ടെക്സ്റ്റൈൽ യൂണിറ്റ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, സ്റ്റീം ബോയിലർ ഉപയോഗിക്കുന്ന ആരും അത് എടുക്കണം. ഇവരതിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വന്നിട്ട് അപ്രൂവ് ചെയ്യണം. കാരണം ബോയിലർ എന്ന് പറയുന്ന സാധനം അതൊരു വിങ് ആയിട്ട് തന്നെയുണ്ട്. ഫാക്ടറി ഫാൻ ബോയിലേഴ്സിന്റെ ബോയിലർ എന്ന് പറഞ്ഞൊരു വിങ് തന്നെയുണ്ട്. അത് പ്രോപ്പറായിട്ട് വീണ്ടും ഇൻസ്പെക്ട് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് അതിന്റെ ബോയിലർ ഡീറ്റെയിൽസ് കൊടുത്ത് അതിന്റെ ഡ്രോയിങ്ങും ലേഔട്ടും കൊടുത്ത് അതിന്റെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റും കഴിഞ്ഞിട്ടാണെന്ന് നമ്മൾ ഈ ബോയിലറിന്റെ അവരത്രയും പ്രോപ്പർ ചെക്കിങ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ബോയിലർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ബോയിലർ ഉപയോഗിച്ച് നമ്മളൊരു ഇൻഡസ്ട്രി ചെയ്യുവാണെങ്കിൽ നമ്മൾ ബോയിലർ രജിസ്ട്രേഷനെ പറ്റി അറിഞ്ഞിരിക്കുക. ഫാക്ടറി ഫാൻ ബോയിലേഴ്സ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. ആ വിങ് വളരെ ആക്റ്റീവാണ്. കാരണം വളരെ പ്രോപ്പറായിട്ടും വളരെ സ്പീഡായിട്ടും ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട്. കാരണം വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ പോലും ഈ ഒരു ബോയിലർ ഇത് എടുത്താൽ പോലും ബോയിലർ ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്തു നമ്മൾ ഇവിടെ സ്പീഡാക്കിയാൽ അത് കോമൺ ആയിട്ട് ഇവരുടെ ഹെഡ് ഓഫീസിൽ തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്ന് അപ്രൂവൽ കിട്ടി വീണ്ടും റീചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ്സ് നോക്കിയിട്ടാണ് ബോയിലർ രജിസ്ട്രേഷൻ എടുക്കുന്നത്. സോ അത്രയും ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് ബോയിലർ രജിസ്ട്രേഷൻ, ബോയിലറൊക്കെ വെച്ചൊരു യൂണിറ്റാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റിയും അവെയർ ആയിരിക്കേണ്ടതാണ്. പിന്നെ DGFT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്, DGFT എന്ന് പറയുന്നത് അവരുടെ ഒരു സാധനമാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, IEC. ആ IEC എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഈ പറയുന്ന സാധനങ്ങൾ പലരുടെ ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും നമ്മളൊരു വലിയ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ വലിയ ലെവലല്ല, നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് ഇവിടെ മാർക്കറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. നമുക്ക് എപ്പോഴും അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ഏരിയ നമുക്ക് കുറച്ചു അറിയേണ്ട ഒരു കാര്യമാണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അപ്പൊ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട സാധനമാണ് IEC കോഡ്. ഒരു 10 ഡിജിറ്റുള്ള യൂണിക് കോഡാണ്. DGFT എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ് തന്നെ. അപ്പൊ അതിന്റെ സൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി www.dgft.gov.in. അപ്പം നമുക്ക് എന്തിനാണ്, നമുക്ക് ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്കോ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ DGFTയുടെ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടണം. അത് ലൈഫ് ടൈം ആയിട്ട് ഇതാക്കുന്നതാണ്. പാൻ കാർഡ്, ആധാർ കാർഡ്, ബിസിനസ് അഡ്രസ് പ്രൂഫ്, നമ്മുടെ ബാങ്ക് സർട്ടിഫിക്കറ്റ്, പിന്നെ കമ്പനിയുടെ DSC, ഫോട്ടോഗ്രാഫ്, ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മളവിടെ ഡോക്യുമെന്റ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. എന്താണ് IECയുടെ ഗുണം? നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോറിൻ കറൻസി അക്കൗണ്ട് ഓപ്പണിംഗ് അലോ ചെയ്യാൻ വേണ്ടി കസ്റ്റംസ് ക്ലിയറൻസിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് എന്ത് കാര്യത്തിനും ഇതാണ്. പിന്നെ റിന്യൂവൽ വേണ്ട, ഇത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അതുകൊണ്ടാണ് പലരും വരാറുണ്ട്, എനിക്ക് IEC കോഡ് ഉള്ളതാണ്, ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, എനിക്ക് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ IEC കോഡ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനെപ്പറ്റി ഇതിപ്പോ നമ്മുടെ വ്യവസായ വകുപ്പ് ഇതിൽ കുറച്ചുകൂടെ ഫോക്കസ് ആകുന്നുണ്ട്. DGFT ആയിട്ട് ചേർന്ന് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. ഉടനെ തന്നെ പല താലൂക്കുകളിലും വർക്ക്ഷോപ്പുകൾ വരും. അപ്പൊ അങ്ങനെ വർക്ക്ഷോപ്പുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം അറിയുന്നതുകൊണ്ട് നഷ്ടമില്ല. കാരണം എനിക്കിപ്പോ പറഞ്ഞുതരാൻ ഒരു ഓവറോൾ ഐഡിയ ആയിരിക്കും പറഞ്ഞുതരാനുള്ള. പക്ഷെ ആ DGFTയുടെ ഫാക്കൽറ്റി വന്ന് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇത് എടുക്കാം, എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെ, അല്ലെങ്കിൽ കീട് നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി കീടായാലും ഉണ്ട്. അപ്പം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡോക്യുമെന്റ് ആണ് ഇത് പ്രോപ്പർ ആയിട്ടാണെങ്കിൽ. ഞാൻ ജസ്റ്റ് അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും അറിയാവുന്നൊരു PPT കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. DGFT എന്ന് പറഞ്ഞ പോർട്ടല് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, www.dgft.gov.in. അവിടെ സർവീസ് ക്ലിക്ക് ചെയ്ത് IEC ക്ലിക്ക് ചെയ്യുക, അവിടെ യൂസർ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, IECയുടെ ഫീ കൊടുക്കുക. പിന്നെ അവർ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടാണ് IEC ഇഷ്യൂ ആകുന്നത്. ആ IEC ആ കോഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോറിൻ ട്രേഡ് നടത്താൻ പറ്റുള്ളൂ. ഒരു എൻഡർ വിങ് ആണ് അതിനു വേണ്ടിയുള്ളത്.
ഫോർ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. നമ്മുടെ ബിസിനസ് ചെയ്യുന്നവരാണ്. നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. നമ്മൾ വലിയ ലെവൽ ഓഫ് ഇതിലേക്കാണ് ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആവശ്യം തന്നെ ഒരു വിങ് ആയിരിക്കും ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്നാണ് എന്റെ വിശ്വാസം. സോ അതിനെപ്പറ്റിയുള്ള വർക്ക്ഷോപ്പുകൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ അത് എവിടെ അറിവ് കിട്ടിയാലും അത് നിങ്ങൾക്ക് ഒരു സമയം കണ്ടെത്തി ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ കേൾക്കാറുള്ളൊരു സാധനം, ഞാൻ അതിലേക്ക് കൊണ്ടുവന്നേക്കുന്നതാണ് ട്രേഡ് മാർക്ക്. നമ്മൾ പല കമ്പനികളുടെ മുകളിൽ 6 രജിസ്റ്റേർഡ് എന്നുള്ള ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കമ്പനികൾക്ക് TM കേൾക്കുന്നില്ല, ഒട്ടും കേൾക്കുന്നില്ല. അല്ല, കേൾക്കാൻ മേലായിരുന്നോ? ഓഡിബിൾ അല്ലായിരുന്നോ? കേൾക്കാം. ആ അല്ല, ഇവിടെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോട്ടെ. പ്ലീസ്. അപ്പം ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ പേര് ദീപക്. എന്റെ പേര് എനിക്കൊരു ബ്രാൻഡായിട്ട് രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നാളെ അതിനെ ആരും എടുത്തോണ്ട് പോകാതിരിക്കണം. അങ്ങനെ ഞാൻ അതിനെ ഒരു പർട്ടിക്കുലർ ആയിട്ട് എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ട്രേഡ് മാർക്ക്. ആദ്യം നമുക്ക് 6 കിട്ടും. 6 റൗണ്ടഡ് 6, അതാണ് അവിടെ ഞാൻ 6 TM ഇട്ടേക്കണേ. റൗണ്ടഡ് ആയിട്ട് 6 കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് വരുന്ന ഫൈനൽ TM. അപ്പൊ ആ TM കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കും നമ്മളെ ഒന്ന് ഇതാക്കാൻ പറ്റില്ല. ആ പേര് നമ്മുടെയാണ്. പലർക്കും പല ഇഷ്യൂസ് വരുന്നുണ്ട്. എന്തിനാ യൂഷ്വലി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഫ്ലഡ് നടക്കുന്നുണ്ട്. ഫ്ലഡ് പറഞ്ഞ ഈ ഫ്ലഡ് 2018 വന്നു കഴിഞ്ഞ ഉടനെ ജൂഡ് ആന്റണി ജോസഫിന്റെ പ്രൊഡ്യൂസർ 2018 എന്ന് പറഞ്ഞ സിനിമാ പേരിന് രജിസ്റ്റർ ചെയ്തു, ട്രേഡ് മാർക്ക് ആക്കി. അവർക്ക് വേണമെന്നുള്ള ലെവലിൽ രജിസ്റ്റർ ചെയ്തു. പലരും അതിനുശേഷം ആ പേരെടുക്കാൻ നോക്കിയപ്പം അത് അവർക്ക് കിട്ടിയില്ല. അത് ആ യുണീക്ക് ആയിട്ട്. പിന്നെ ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ നമുക്കിവിടെ ഞാൻ സിനിമ എക്സാമ്പിൾ ആക്കി പറഞ്ഞാൽ നമ്മളിവിടെ എല്ലാം മാർക്കറ്റ് ചെയ്യാൻ സിനിമ ഒരു ഇതാക്കുന്നതുകൊണ്ട് ഓരോ സാധനം വരുമ്പോൾ അതിന് ഓരോ പേരുകൾ, ഓരോ കമ്പനികൾ തന്നെ അതിന്റെ പേര് രജിസ്റ്റർ ആക്കി ഇടും. ആ പേര് വേറെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനത്തിന് നമ്മുടേതാന്ന് പറയുന്ന രജിസ്ട്രേഷൻ. അത് പേറ്റൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അവരാണ് ഇതാക്കുന്നത്. ഒരു ട്രേഡ് മാർക്ക് വെച്ചൊരു കമ്പനിയുടെ യുണീക്ക് സൈൻ ആണ്. നമുക്ക് നമ്മുടെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ തരുവാണ്. കോപ്പിറൈറ്റ് തന്നെ. അതായത് നിങ്ങൾ എഴുതിയൊരു കഥ വേറൊരാൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അയാൾ ക്രെഡിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പിറൈറ്റ് പ്രൊട്ടക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കേസിന് പോകാം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനികൾക്കും നമുക്ക് നമ്മുടെ ബ്രാൻഡ് വാല്യൂ ആക്കി നമുക്കൊരു ട്രേഡ് മാർക്ക് ഇതാക്കണം. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്ക് നമ്മുടെ പേര് ആരും എടുക്കരുത്. അതെപ്പോഴും ചില വലിയ വലിയ കമ്പനികളാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ നാളെ അങ്ങനത്തെ ഒരു പേരിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യുണീക്ക് പേരാണ് ആരും എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക. പ്രൊപ്പറേറ്ററിനോ പാർട്ണർഷിപ്പിനോ കമ്പനിക്കോ LLPക്കോ സൊസൈറ്റിക്കോ ട്രസ്റ്റിനോ ഏത് ലീഗൽ എൻറ്റിറ്റിക്കോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഒരു വേർഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു സിമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കാം. അങ്ങനെ എന്താണ് നിങ്ങളുടെ സാധനം എന്നുള്ളത് ഇതാക്കാം. പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ. അത് ആ ചെയ്യുന്നവർക്ക് അറിയാവുള്ളൂ. നിങ്ങൾ അതിനെപ്പറ്റി ഫോക്കസ് ആക്കണ്ട. പക്ഷെ അങ്ങനെ പല ക്ലാസ് ആയിട്ട് തിരിക്കും. ആ ക്ലാസിന്റെ അണ്ടറിലായിരിക്കും കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ അറിയേണ്ട കാര്യം ഇതിന്റെ വാലിഡിറ്റി ആണ്. 10 വർഷം വരെ. ഇന്ന് ഞാൻ ട്രേഡ് മാർക്ക് എടുത്താൽ 10 വർഷം വരെ അത് എന്റെയാണ്. 10 വർഷം കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യാം. ഓരോ 10 വർഷം കൂടുമ്പോഴും അത് റിന്യൂ ചെയ്യാം. അത് 2017 പുതിയൊരു ട്രേഡ് മാർക്ക് റൂള് പ്രകാരമാണ് അതിന്റെ ഇത് വന്നേക്കണേ. ചില കേസുകൾ ഇതിന്റെ ഹിയറിംഗും വെക്കാറുണ്ട്. നിങ്ങൾ പക്ഷെ അതിന്റെ പേരിന് കൊടുക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന ട്രേഡ് മാർക്ക് സെർച്ച് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പേര് ഓൾറെഡി വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കൊടുക്കാൻ പറ്റിയ അപ്പൊ തന്നെ അവിടെ ഇതായി. പിന്നെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ട് എക്സാമിൻ ചെയ്തിട്ട് അത് ട്രേഡ് മാർക്ക് ജേണൽ എന്ന് പറഞ്ഞ ജേണൽ ഉണ്ട്, അത് പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ അതിനെ ഒപ്പോഫ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞ് 4 മന്ത്സ് എങ്ങാണ്ട് അത് പബ്ലിഷ് ചെയ്യുന്നോട്ട് അതിന്റെ ലീഗലായിട്ട് വന്നേക്കണേ. ഓപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ ഹിയറിംഗ് നടക്കും. ഹിയറിംഗ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആക്കി രജിസ്ട്രേഷൻ തരും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരും. പിന്നെ എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് റൈറ്റ്സ് തരും. പിന്നെ ഇതാണ്. അപ്പൊ ഇത്ര ഒരു 10 സ്റ്റെപ്പ് ഉണ്ട് ട്രേഡ് മാർക്ക് കിട്ടാൻ വേണ്ടി. നിങ്ങൾക്കൊരു ബ്രാൻഡിങ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പേര് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയും.
ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് മാർക്കിനെ പറ്റിയും അറിയണം, ട്രേഡ് മാർക്കിനെ പറ്റിയും അന്വേഷിച്ച് വെക്കണം. ഞാനിതൊരു ബേസിക് ആയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടി ഒരു സ്ലൈഡ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലർ എന്റെ പേര് എന്റെയാണ്, എന്റെ യുണീക്നെസ് ആണ്, അതെനിക്ക് വിട്ടു പോകല്ലേ എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ നാളെ ഞാനൊരു വലിയ ബ്രാൻഡായിട്ട് പോകാനുള്ള ആളാണ്, അങ്ങനെയുള്ളവർ ട്രേഡ് മാർക്കിനെ പറ്റി മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. സാറേ ട്രേഡ് മാർക്ക് ചെയ്യുന്ന ആരെങ്കിലും നമ്പർ ഒന്നിടാവോ സാറേ? ട്രേഡ് മാർക്ക് ചെയ്യുന്ന ഇവിടെ കീടിന്റെ ഇത് കഴിയുമ്പോൾ കീടിനോട് ചോദിച്ചാൽ മതി. കീടിന്റെ ഫാക്കൽറ്റി ഫണ്ട് ട്രേഡ് മാർക്ക് ചെയ്യുന്നവര്, അവര് ട്രേഡ് മാർക്ക് ചെയ്യുന്ന ക്ലാസ് എടുക്കുന്നവരും ഉണ്ട്. ഫാക്കൽറ്റി ഫണ്ട് കീട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ട്രേഡ് മാർക്ക് ചെയ്യുന്ന ഇല്ലെങ്കിൽ ഞാനായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ആ ഫാക്കൽറ്റിയുടെ നമ്പർ. അവർ ട്രേഡ് മാർക്ക് ചെയ്യുന്ന സാറേ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ടൊന്നും ഷെയർ ആയിട്ടില്ല. എന്നാ ഞാൻ ഷെയർ ചെയ്തോളാം. എന്റെ നമ്പർ ഉണ്ടാകും ഗ്രൂപ്പിൽ. ഞാൻ ട്രേഡ് മാർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റിയുടെ ആരായാലും ചെയ്തോളാം. ഓക്കെ സാറേ, താങ്ക് യു. പിന്നെ ട്രേഡ് മാർക്ക് പോലെ തന്നെ നമ്മള് വേറൊരു സാധനമാണ് ബാർകോഡ്. ബാർകോഡ് GS1 നമുക്ക് എല്ലാവർക്കും വേണം. ഒരു മാനുഫാക്ചർ അല്ല ബ്രാൻഡ് ഓർഡർ അല്ല ഇമ്പോർട്ടർ, അവർക്ക് അവരുടെ ബാർകോഡ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അത് ബാർകോഡ് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം, അതിനാണ് അവിടെ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് സൈറ്റിന്റെ പേര് കൊടുത്തേക്കുന്നത് www.gs1india.org. അല്ലെങ്കിൽ ഇതിന്റെ ലോക്കൽ മെമ്പർ ഓർഗനൈസേഷൻ. ഞാനിപ്പോ ഈ സൈറ്റ് കൊടുത്താൽ നമുക്ക് കയറി നോക്കാൻ വേണ്ടിയാണ്. നമുക്ക് കയറി നോക്കാൻ ഞാൻ പറയുന്ന എനിക്ക് നിങ്ങൾക്കും ഇതിനെപ്പറ്റി വലിയ ബോധ്യമില്ലാത്തതുകൊണ്ട് നേരെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് നമുക്കും അറിയാം. പക്ഷെ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് ആ സൈറ്റ് കയറി നോക്കാം. ഇത് എക്സ്പേർട്സ് ചെയ്യുന്ന കൺസൾട്ടന്റുമാരും ഈ പറഞ്ഞ ലീഗൽ എൻറ്റിറ്റീസും ഉണ്ടാവും. അവരാണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്, അവരെ കൊണ്ട് ഈസിയാണ്. പക്ഷെ എന്താണ് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിഞ്ഞു വെക്കാം. അതിനാണ് ഞാനിപ്പോൾ നിങ്ങളൊന്ന് അവെയർ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ് ബാർകോഡിന്റെ. ഗുണം എന്താണെന്ന് വെച്ചാൽ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ആക്സസ് ചെയ്യാം. ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ്. അതാണ് GS1 ഇന്ത്യ ബാർകോഡ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ലെവലിലേക്ക് വെച്ചേക്കണേ. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ആർക്ക് ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം അറിയണം. നമ്മളെപ്പോഴും പ്രശ്നം നമ്മൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എന്നുള്ള ഡൗട്ടാണ്. ബേസിക് ആയിട്ട് ബിസിനസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അവിടെ GST ഉദ്യമോ പാനോ വല്ലതും മതി. അഡ്രസ് പ്രൂഫ്, നമ്മുടെ ആ ഓതറൈസ്ഡ് ആളുടെ ID പ്രൂഫ്, കമ്പനിയാണ് കമ്പനിയുടെ ലെറ്റർ ഹെഡ്, ഒരു ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്ത് അത്. പിന്നെ ഫീസ് തന്നെ എപ്പോഴും ടേൺ ഓവറും കാര്യങ്ങളും അനുസരിച്ചാണ്. പിന്നെ ഓരോ വർഷത്തിനും ഉണ്ട് ആനുവൽ ഫീ ആയിട്ടാണ് ഇത് പോകുന്നത്. അതനുസരിച്ചൊരു കമ്പനി പ്രിഫിക്സ് വെച്ചിട്ടുള്ള GCP കിട്ടും. ഒരു ബാർകോഡ് ജനറേറ്റ് ആവും. ആ ബാർകോഡ് ജനറേറ്റ് ആയി നിങ്ങൾക്ക് ഇവര് പ്രോപ്പറായിട്ട് അതിന് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തരും. അപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രോസസ് ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരെണ്ണം ഇട്ടേക്കാണ്. ബാർകോഡ് എന്തിനാണ്, ബാർകോഡ് എങ്ങനെയാണെന്നുള്ളത്. സോ ബാർകോഡ് എന്ന് പറഞ്ഞ സാധനം അറിയാൻ വേണ്ടി പലരും കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ DSCയുടെ സ്റ്റാഫാണ്. MSME DFO എന്ന് പറഞ്ഞൊരു ഓഫീസ് ഉണ്ട്. അതായത് നമ്മൾ MSMEയുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസാണ്, തൃശ്ശൂരാണ് അവർ ഓഫീസ് തന്നെ. ഈ MSMEയുടെ ഓഫീസുകാർക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ ബാർകോഡ് അടക്കം പല സാധനങ്ങൾ എടുക്കുന്നതിന് ഫീ റീഇംബേഴ്സ്മെന്റ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ കാര്യങ്ങളും നിങ്ങളൊന്ന് അന്വേഷിക്കണം. ബാർകോഡ് എടുക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ MSME DFO തൃശ്ശൂരാണ് ഓഫീസ് തന്നെ. ഗൂഗിളിൽ അവരുടെ ലാൻഡ് ഫോൺ നമ്പർ കിട്ടും, വിളിച്ചാൽ കോൺടാക്ട് ചെയ്ത് അത് അവരുടെ ആരാണ് ആ വിങ് എന്നുള്ളവർ കണക്ട് ആക്കും. അത് അതിനെപ്പറ്റി അതിന്റെ സബ്സിഡിയോ കാര്യങ്ങളോ ഉണ്ട്. ബാർകോഡിനും ഈ പറയുന്ന പോലെ പല സാധനങ്ങൾക്കും അവർക്ക് സബ്സിഡി തരാനുള്ള ഇതുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോസസ് ആയതുകൊണ്ട്. സോ ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കാത്ത, എനിക്ക് അത്ര അറിയാത്ത, എനിക്ക് അറിവ് കുറവുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ MSME DFOയുടെ ലാൻഡ് ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഇത് കഴിയുമ്പോൾ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എൻക്വയറിയോ കാര്യങ്ങളോ വന്നാൽ അവിടെ നിങ്ങൾ അന്വേഷിക്കണം. Monday to Friday അവർ വർക്കിംഗ് ആയിരിക്കും, ശനി ഞായർ അവർ ഓഫാണ്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കൺസേൺ DACയുടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. കൺസേൺ DAC അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്കിൽ നമ്മുടെ ഓഫീസർമാരുണ്ട്, IOമാരുണ്ട്, അവിടെ ആയാലും കോൺടാക്ട് ചെയ്താൽ മതി. ട്രേഡ് മാർക്കിന്റെതും റീഫണ്ട് ചെയ്യുമല്ലോ അല്ലേ സർ? ട്രേഡ് മാർക്കിന്റെ അവരുടെ ഇതിലുള്ളതാണ് ഈ ബാർകോഡ്. ട്രേഡ് മാർക്കും ഈ MSME അവരുടെ MSME കാറ്റഗറി വരുന്നതാണ്. അത് എത്ര റീഫണ്ട് എങ്ങനെ റീഫണ്ട് എന്ന് എനിക്ക് അറിയാനുള്ള ഒരു സബ്സിഡി സ്കീം ഒക്കെ ഉണ്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. കാരണം ട്രേഡ് മാർക്കും ബാർകോഡും അങ്ങനെ അധികം പേര് ഇപ്പൊ എടുക്കുന്നില്ലല്ലോ. അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി MSME തന്നെ ഒരു സ്കീമായിട്ട് അവര് ഇതാക്കിയതാണ്. സോ അതൊന്ന് അവരൊന്ന് വിളിച്ചൊന്ന് അന്വേഷിക്കുന്ന നല്ലതായിരിക്കും. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാത്ത, എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഓക്കെ, കോമൺ ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം ഞാൻ ഒരു സ്ലൈഡ് ആക്കി ജസ്റ്റ് വെച്ചേക്കുന്നേ ഉള്ളൂ. ബേസിക് രജിസ്ട്രേഷൻ ആയ ഉദ്യം, പാന്, GST വേണമെങ്കിൽ വേണം, പ്രോസൽ ടാക്സ് വേണമെങ്കിൽ വേണം, ലോക്കൽ ബോഡി ലൈസൻസ്, ട്രേഡ് ലൈസൻസ് വേണം, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വേണമെങ്കിൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വേണം,
ഷൈൻ ബാക്കിയൊന്നും വേണ്ടാത്തതാണ് ബോയിൽ ആപ്ലിക്കബിൾ. ഫാക്ടറി ലൈസൻസ് വേണമെങ്കിൽ ഫാക്ടറി, എൻവയോൺമെന്റ്, എംപ്ലോയ്മെന്റിന്റെ വേണമെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ, ഫിനാൻസ് ആൻഡ് ടാക്സ് റിലേറ്റഡ്, അങ്ങനെ എല്ലാം കൂടി ഒരു കോമൺ സ്ലൈഡ് ആക്കി ഞാൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ബേസിക് രജിസ്ട്രേഷനും ലോക്കൽ ബോഡി ലൈസൻസും ഈ പറയുന്ന പോലെ തന്നെ പൊല്യൂഷൻ റിലേറ്റഡും പിന്നെ ഫുഡ്, അങ്ങനെ അത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കോമൺ ആയിട്ട് വന്നത്. പിന്നെ ഞാൻ പറയാതെ അല്ലെങ്കിൽ ഞാൻ വേറെ എൻറ്റിറ്റി ആക്കി വെച്ചൊരു സാധനമായിരുന്നു ഈ കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം. കെ സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ കേരള സിംഗിൾ വിൻഡോ ഇന്റർപ്രൈസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസിന് പകരം 3.5 വർഷം വരെ പഞ്ചായത്ത് ലൈസൻസ് പകരം കെ സ്വിഫ്റ്റിലെ സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പൽ അപ്രൂവൽ എടുക്കാം. ആ കെ സ്വിഫ്റ്റ് വഴി നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസിനും അപേക്ഷിക്കാൻ പറ്റും, ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. പക്ഷെ നമ്മൾ കെ സ്വിഫ്റ്റ് ഉണ്ട് എന്ന് വെച്ച് ബാക്കിയൊന്നും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ആകെ കൊടുക്കുന്ന എക്സംഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ വന്ന 14ഓളം സാധനങ്ങളുണ്ട്. അത് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, കുറച്ച് NOCകളാണ്. ആ NOCകളും പ്ലസ് പഞ്ചായത്ത് ലൈസൻസിനാണ് എക്സെപ്ഷൻ പറഞ്ഞത്. പൊല്യൂഷൻ വേണ്ട എന്ന് കെ സ്വിഫ്റ്റ് എടുത്താൽ നമ്മൾ പറഞ്ഞില്ല, പൊല്യൂഷൻ എടുക്കണം. പൊല്യൂഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്, നമുക്ക് ആക്സസ് ഉള്ളതല്ല, പൊല്യൂഷൻ മാൻഡേറ്ററി ആണ്. പിന്നെ ഫുഡ് യൂണിറ്റ് ആണെങ്കിൽ ഫുഡ് യൂണിറ്റ് ആണ്. കെ സ്വിഫ്റ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിലോ ബാക്കി എവിടെയോ ഈ ലൈസൻസ് പെട്ടെന്ന് ഹാജരാക്കാൻ വേണ്ടി കെ സ്വിഫ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാവകാശം കിട്ടും. പിന്നെ ബിൽഡിംഗ് പെർമിറ്റിന് പകരം കെ സ്വിഫ്റ്റ് അക്നോളജ്മെന്റ്, അതായത് സർട്ടിഫിക്കറ്റും പ്രിൻസിപ്പൽ അപ്രൂവലിന് നമ്പർ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റും പ്രിൻസിപ്പൽ അപ്രൂവൽ ബിൽഡിംഗ് പെർമിറ്റിന് പകരം ഉപയോഗിക്കാം 3.5 വർഷം വരെ. അതിനുശേഷം നേരെ ഒക്യുപ്പൻസിക്ക് അപ്ലൈ ചെയ്താൽ മതി. അവിടെയും നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ബിൽഡിംഗ് റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്ത് ബിൽഡിംഗ് കെട്ടുന്ന ബിൽഡിംഗ് എല്ലാം ബിൽഡിംഗ് റൂൾസ് പാലിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ആയിരിക്കണം. കാരണം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഫൈൻ ഇതാക്കേണ്ടി വരും. നമ്മളവിടെ സെൽഫായിട്ട് ഒരു കൊടുക്കുവാണ്, ഒരു അഫിഡവിറ്റ് കൊടുക്കുവാണ്, ഞാൻ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് എല്ലാം ചെയ്യുന്നത്. സോ അപ്പൊ ആ ഒരു ശ്രദ്ധ വേണം. അതിനൊരു നിങ്ങൾക്ക് ബാക്കി യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയാണ് കെ സ്വിഫ്റ്റ് വന്നേക്കണേ. കെ സ്വിഫ്റ്റ് വഴി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ചെയ്യാൻ പറ്റുന്ന സാധനത്തിൽ നിയമങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മളൊരു 3.5 വർഷത്തിലേക്കല്ല ഒരു സ്ഥാപനം നടത്തുന്നത്, 3.5 വർഷത്തിന് ശേഷവും നിങ്ങൾക്ക് അവിടെ ആ സ്ഥാപനം അതേപടി നടത്താൻ പറ്റണം. ആ 3.5 വർഷം വരെ നമ്മൾ ഒരു ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പം പല കേസിലും ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാൻ വൈകി കൊണ്ട് അവർക്ക് പണി തുടങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം അവരൊരു അങ്ങനെയുള്ള കേസുകൾ വരുന്നപ്പോഴത്തേന് സർക്കാർ നമ്മൾ ഫേവർ ആക്കാൻ വേണ്ടി 2019 തൊട്ട് ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ ഭാഗമായിട്ട് വന്നൊരു സാധനമാണ് കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ സംവിധാനം. അപ്പൊ ആ സംവിധാനത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നമ്മൾ നിയമങ്ങൾ പാലിക്കാനും. ഞാൻ താഴെ കുറെ ഡിപ്പാർട്ട്മെന്റ്സിന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കെ സ്വിഫ്റ്റ് വഴി അപേക്ഷിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. പഞ്ചായത്ത് ഇപ്പോൾ വർക്കിംഗ് ആണ്, ഗ്രൗണ്ട് വാട്ടർ വർക്കിംഗ് ആണ്, അഗ്രികൾച്ചർ വർക്കിംഗ് ആണ്, ബാക്കി എല്ലാത്തിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കാൻ വർക്കിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും അതിലേക്ക് ഓൺ ദ വേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കെ സ്വിഫ്റ്റ് കോമൺ ആയിട്ട് ഒറ്റയടിക്ക് എല്ലായിടത്തേക്കും അപേക്ഷ പോകുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് വന്നേക്കണേ. അത് ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പഞ്ചായത്തിലേക്ക് നമുക്ക് അപേക്ഷ പോകാം, ലൈസൻസിന് പകരം 3 വർഷം വരെ കെ സ്വിഫ്റ്റ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതായത് ഫ്യൂച്ചർ ഡെവലപ്പിംഗ് ആണ്. ഇത് എൻ്റർലി വേറൊരു വിങ് ആണ്. ഇത് ഏറ്റവും ഫീ വന്ന ലൈസൻസും ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ലൈസൻസും ആണ്. ഡ്രഗ് ലൈസൻസ് എന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിങ് അല്ല. നിങ്ങൾ ദേഹത്ത് ഉപയോഗിക്കുന്ന എന്ത് കെമിക്കൽസോ, മാനുഫാക്ചറിംഗ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, സെയിൽ ഓർ സ്റ്റോക്ക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഹോൾസെയിൽ ഓർ റീറ്റെയിൽ, എക്സിബിഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഡ്രഗ്സ്, ഇതെല്ലാമാണ് മെയിൻ ആയിട്ട് പറയുന്നത്. നമ്മൾ ദേഹത്ത് ഉപയോഗിക്കുന്ന എന്ത് കെമിക്കൽസോ അതിന് വേണ്ട ഒരു സാധനമാണ് ഡ്രഗ് ലൈസൻസ്. ഡ്രഗ് ലൈസൻസിന്റെ സാധനം ഇവരിപ്പോഴും പ്രോപ്പർ ആയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്താലും ഇവര് പ്രോപ്പർ ചെക്കിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള ഇതും വേണം. ഇവരുടെ ഡ്രഗ് ലൈസൻസിന്റെ കാര്യം ഡ്രഗിന്റെ ഓഫീസ് ഉണ്ടാകും എല്ലാ കളക്ടറേറ്റിലും. അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നവരൊന്ന് അന്വേഷിക്കുകയും വേണം. കാരണം ഇതില് ശരിക്കും ഡ്രഗ് ലൈസൻസിന്റെ വിങ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ തൊട്ട്, കാരണം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ആ ഹെഡിങ് നോക്കാം, ഡ്രഗ് ലൈസൻസ് ഈസ് മാനുഫാക്ചറിംഗ് ഓഫ് സെയിൽ ആൻഡ് സ്റ്റോക്ക്, എക്സിബിഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഡ്രഗ്സ് ആസ് പെർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ഫോർ 1914. നമ്മൾ ദേഹത്ത് ഉപയോഗിക്കുന്ന എണ്ണ, ദേഹത്ത് ഉപയോഗിക്കുന്ന സോപ്പ്, ദേഹത്ത് ഉപയോഗിക്കുന്ന എന്തും അതിന് ശരിക്കും ഡ്രഗ് ലൈസൻസ് വേണമെന്നാണ്. പലരും എടുക്കാറില്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ലൈസൻസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവർ കുറെ കണ്ടീഷൻസ് മാൻഡേറ്ററി ആയിട്ട് പറയാറുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ പക്ക അതിന് വേണ്ടി വേണം, ആ ബിൽഡിങ്ങിൽ ഇന്ന പോലെ സ്പേസുകൾ വേണം, അതിന് പിന്നെ ഒരു പ്രൊഡക്റ്റിന് 10,000 രൂപ എടുത്തെങ്ങാനാണ് ഫീസ് തന്നെ. അപ്പൊ അത്രയും ഹൈ ലെവൽ ഓഫ് ഇത് വേണം. പക്ഷെ കോമൺ ആയിട്ട്
ചെയ്യുന്ന ഒരു വലിയ യൂണിറ്റ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡ്രഗ് ലൈസൻസിനെ പറ്റി അവെയർ ആയിരിക്കണം. ഡ്രഗ് ലൈസൻസ് എടുക്കണം, അത് മസ്റ്റാണ്. നമ്മൾ ദേഹത്ത് ഉപയോഗിക്കുന്ന എന്ത് സാധനത്തിലും. കാരണം നാളെ ഞാനൊരു സോപ്പ് ഉപയോഗിച്ചു, ആ സോപ്പിന് എന്തെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അലർജി വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി പരാതിപ്പെടും, എങ്ങനെ പരാതിപ്പെടും, ആ പരാതി വന്ന് എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യും, അതിലെ കെമിക്കൽസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കിയുള്ള സാധനമാണ് ഡ്രഗ് ലൈസൻസ്, ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. ഇത് എടുക്കുന്ന ഉറപ്പുള്ളവർ മെഡിക്കൽ ഷോപ്പുകാർ എടുക്കും, എല്ലാവരും എടുത്തു വെക്കും. കാരണം അവർക്ക് അതില്ലാതെ സാധനം സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ ഈ പറയുന്ന കുറെ പേർക്ക് ഇത് എടുക്കാൻ പറ്റാത്ത അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ ഫീസും കാര്യങ്ങളും എല്ലാം ആ ലെവലാണ്, ആ ലെവൽ ഓഫ് കണ്ടീഷൻസും അവർ പറയുന്നുണ്ട്. അപ്പൊ ഡ്രഗ് ലൈസൻസിനെ പറ്റി നിങ്ങൾ എന്തായാലും അതൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ എന്ത് ദേഹത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസോ കോസ്മെറ്റിക്സോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രഗ് ലൈസൻസിനെ പറ്റി ഒന്ന് അന്വേഷിച്ച് വെക്കണം. അത് മസ്റ്റാണ്, അത് അവെയർ ആകേണ്ട ഒരു വിങ് ആണ്. കാരണം നാളെ ഒരു ഭാവിയില് ഒരു പരാതി വരാതിരിക്കാനും ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഇതിൽ തന്നെ ഒന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. ഞാൻ അവരുടെ സൈറ്റും കാര്യം അത്ര അധികം ഫീസ് ഇല്ല സർ, 3,000 ഉള്ളൂ. മറ്റേ 10,000 വരെ 3,000. ഓക്കെ, നേരത്തെ 10,000 ഇത് ഉണ്ടായിരുന്നു. പക്ഷെ അവരൊരു കണ്ടീഷൻ പറയാറുണ്ട്, ബിൽഡിംഗ് വേറെ വേണമെന്ന്, വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കാണ്, മാനുഫാക്ചറിംഗ് യൂണിറ്റാണ് ഉദ്ദേശിച്ചത്. ഞാൻ കോമൺലി മാനുഫാക്ചറിംഗ് ആണ് അഡ്രസ് ചെയ്തത്. ഈ സെയിൽ സ്റ്റോക്ക് വരുന്നതിന് ഈ പറഞ്ഞ 3,000 ഉള്ളൂ. ഞാൻ മാനുഫാക്ചറിംഗ് ലെവലിലാണ് കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പൊ ഡ്രഗ്സിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് വെക്കുന്ന ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്ത് നമുക്ക് കൂടുതൽ വന്ന കേസുകൾ സോപ്പ് പ്രൊഡ്യൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടാക്കുക, അങ്ങനെ മാനുഫാക്ചറിങ് ആണ് കൂടുതലായിട്ട് വരാറുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു അവയർനെസ് വെച്ചത്. സോ അതൊന്ന് കൂടുതലായിട്ട് ഡ്രഗ്സിനെ പറ്റി അന്വേഷിക്കുക. മാനുഫാക്ചറിങ് ഈ പറഞ്ഞ പോലെ തന്നെ സെയില് സ്റ്റോക്ക് വരുമ്പോൾ അത്ര ഫീസ് വന്നില്ല, അത് ശരിയാണ്. കാരണം നമുക്ക് അത് ഓൾറെഡി മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് ഡ്രഗ് ലൈസൻസ് ഉണ്ടാവും, അവരതെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ, അത്രയും ഫീസ് വന്നില്ല. സാർ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് സാർ. എന്തോ പറഞ്ഞോ. സാർ പാരമ്പര്യ വൈദ്യ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന അങ്ങനത്തെ ഈ ഡ്രഗ് കൺട്രോൾ ലൈസൻസിന് പകരമായിട്ട് യൂസ് ആക്കുന്ന? ശരിക്കും അങ്ങനൊരു സംഭവം ഇല്ല. പിന്നെ ആയുഷിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതുണ്ടാവും, അത്രേ ഉള്ളൂ. ഡ്രഗ് ലൈസൻസിന് പകരം എന്നൊരു ഓപ്ഷൻ ശരിക്കും ഇല്ല. ആയുഷിന്റെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് നമുക്ക് പാരമ്പര്യ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അതാ പഞ്ചായത്തിലൊന്ന് അന്വേഷിച്ചായിരുന്നു. കാരണം ഇതിലെ സൊല്യൂഷൻ ഡ്രഗ് ലൈസൻസിന്റെ ഡ്രഗ്സിന്റെ ഓഫീസിൽ പോയാൽ അവര് തന്നെ പറഞ്ഞു തരും. അതാണ് ഞാൻ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. നമ്മള് ഡ്രഗ്സിന്റെ ഓഫീസിൽ പോയാൽ അവര് തന്നെ പറഞ്ഞു തരും. അല്ലെങ്കിൽ അവര് വേറെ ഡ്രഗ് ലൈസൻസ് ഉള്ള ആളുടെ സബ് ആക്കാനോ അല്ലെങ്കിൽ എന്തേലും ആയിട്ട് അവര് ഗൈഡ് ചെയ്യും. കാരണം അവര് തന്നെ പറയും മാനുഫാക്ചറിങ് എല്ലാവർക്കും പറ്റുന്നൊരു ഇതിലേക്കല്ല പോകുന്നതെന്നുള്ള. ഡ്രഗ്സ് ലൈസൻസിന്റെ ഓഫീസ് എവിടെയാ സ്ഥലം തന്നെ? കണ്ണൂർ ജില്ല. കണ്ണൂരില് സിവിൽ സ്റ്റേഷനിൽ ഉണ്ടാവും. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. വീടുകളിൽ നിന്നെല്ലാം നമ്മള് ഹെയർ ഓയിൽ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെ? ഡ്രഗ് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും സാർ. അത് ലാസ്റ്റ് ഞാൻ പറയാം. ലാസ്റ്റ് ആണല്ലോ. ഡ്രഗ് വരുമ്പോഴത്തേക്കിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും എന്ന് എനിക്ക് അറിയായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് പറയാം. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പലതും പല ലെവൽ ഓഫ് ഇതാണ്. എല്ലാം ഒന്നും എല്ലാവർക്കും വേണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറെ കോംപ്ലിക്കേറ്റഡ് ആണ്, കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഒന്നും എല്ലാവർക്കും വേണ്ട, അതൊരു ഫാക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അറിയണം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് എന്തൊക്കെ വേണം, അത് നമ്മൾ അറിയണം. അത് എങ്ങനെ അറിയും? സ്വാഭാവികമായിട്ടും നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഗൂഗിളിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതാക്കണം. അപ്പം അല്ലെങ്കിൽ അതിലും കൺസൾട്ടന്റ് അടുത്ത് പോകും. അപ്പോൾ കുറെ നമുക്ക് എപ്പോഴും പലയിടത്തും പല ഐഡിയാസ് വരും. അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരു കോമൺ എൻറ്റിറ്റി ആയിട്ട് നമ്മുടെ വകുപ്പിന് വെച്ചേക്കണേ. നമ്മുടെ ബ്ലോക്കിൽ ഓരോ ഓഫീസർമാരുണ്ടാവും. അവര് പഞ്ചായത്തുകളിൽ ഇപ്പൊ നേരത്തെ ഓരോ പഞ്ചായത്തിലും ഒരാളുണ്ടാവും. അപ്പൊ 3 പഞ്ചായത്തിലാണ് ഒരാൾ. അപ്പൊ അതുകൊണ്ട് ഒരു പഞ്ചായത്തുകളിൽ ഇപ്പൊ കറക്റ്റായിട്ട് ഇരിക്കുക, അല്ലാതെ ഫീൽഡാണ് പോകുന്നത്. സോ അങ്ങനെ കൺസേൺഡ് ആയിട്ട് ഇതാക്കാം. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാപനം ചെയ്യണം, അതിന് എന്തൊക്കെ ലൈസൻസുകൾ വേണം, അത് എങ്ങനെയൊക്കെ എടുക്കാം, എവിടെ നിന്ന് എടുക്കാം, അത് ഗൈഡ് ചെയ്യാൻ ഒരു പ്രോപ്പർ എൻറ്റിറ്റി ആയിട്ട് വ്യവസായ വകുപ്പ് ഉണ്ടായിരിക്കും. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ ഞാൻ ആ ഫയലിൽ ഒരു ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ യുവർ ആക്ടിവിറ്റി ഫസ്റ്റ്, ദെൻ ഫൈൻ ലൈസൻസ്. കാരണം നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ അവെയർ ആക്കി ഇരിക്കുക.
അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ അതനുസരിച്ചുള്ള ലൈസൻസുകൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഫാക്കൽറ്റി അല്ലെങ്കിൽ ടീം നമുക്കുണ്ട്. നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഒരാൾ അല്ലെങ്കിൽ അടുത്ത ആൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. അത് പ്രോപ്പറാണ്. അത് നമുക്ക് എല്ലാ കൺസേൺഡ് വ്യവസായ ഓഫീസിന് താലൂക്ക് വ്യവസായ ഓഫീസുകളുണ്ട്, ബ്ലോക്കുകൾ നമ്മുടെ ഓഫീസർമാരുണ്ട്, DACകളുണ്ട്. അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കണക്ട് ആക്കി എവിടെയെങ്കിലും RL നമ്പർ കിട്ടും. അപ്പൊ അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ 8 to 8 വർക്കിംഗ് ആണ്. പക്ഷെ നമ്മുടെ സർക്കാർ ടൈം അറിയാമല്ലോ, ആ ടൈമിലേക്ക് ഓഫീസർമാർ അവൈലബിൾ. ടോൾ ഫ്രീ നമ്പറുകൾ രാവിലെ 8 തൊട്ട് വൈകുന്നേരം 8 വരെ ആക്റ്റീവ് ആവുന്ന ലെവൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര ലെവൽ ഓഫ് ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. പക്ഷെ നിങ്ങൾ അത് അന്വേഷിച്ച് അറിയണം. അത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു പരാതി വന്നു കഴിഞ്ഞ് അറിയാൻ നിൽക്കല്, നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അറിയുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല നിലവിലെ സാഹചര്യങ്ങൾ. അപ്പം അതിനെപ്പറ്റി ഒന്ന് ഇതാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്നെ വധിക്കാനുള്ള സമയത്തിലേക്ക് പോവാം. തുടങ്ങാം. അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിലൊക്കെ ഡ്രഗ് ലൈസൻസിന്റെ പറഞ്ഞിരുന്നില്ല. വീടുകളിലെല്ലാം നമ്മൾ ഓയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഡ്രഗ് ലൈസൻസ് ഇല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമപ്രകാരം ഇവിടുന്ന് പറയുവാണെങ്കിൽ ശരിക്കും പാടില്ല എന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ വീടുകളിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഒരു എണ്ണ ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ തലേന്ന് മുടി പോയി എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞ് ഇപ്പൊ ചേച്ചിക്കെതിരെ പരാതി വന്നു. പരാതി അന്വേഷിക്കുമ്പോൾ ഡ്രഗ് ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അവരായിരിക്കും അന്വേഷിക്കാൻ വേണ്ടി വന്നേ. അപ്പൊ അതില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പക്ഷേ ഇത് വീടുകളിൽ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡ്രഗ്സിന്റെ ഓഫീസിൽ അതൊന്ന് അന്വേഷിച്ച് എന്താണ് അടുത്ത സൊല്യൂഷൻ എന്നുള്ള അവരോട് തന്നെ അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. ശരിക്കും പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലരും ചെയ്യുന്നുണ്ട്. അത് ഇതാക്കാമല്ല. പക്ഷെ നിയമപ്രകാരം പറയുവാണെങ്കിൽ പാടില്ല എന്ന് തന്നെയാണ്. ഹെയർ ഓയിൽ ആയിക്കോട്ടെ, വീട്ടിൽ ചെയ്യുന്ന സോപ്പ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. കാരണം ഇതിലെല്ലാം ദേഹത്ത് ഉപയോഗിക്കുന്നല്ലേ, അതാണ് പറയുന്നത്. ജില്ല പറഞ്ഞേ വൈറ്റ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതാണോ? ശരിക്കും വേണ്ട, രജിസ്ട്രേഷൻ എടുത്ത് വെക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് ആക്ടിവിറ്റി തന്നെ? ഇത് അസംബ്ലിംഗ് ആണ്, ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ അസംബ്ലിംഗ് ആണ്. എടുത്തു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പല പാർട്സ് വന്ന് അസംബിൾ ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് പാക്ക് ചെയ്ത് വെക്കുന്നു, അതല്ലേ ചെയ്യുന്നുള്ളൂ. വേറെ ഇല്ല. അത് സാറേ, കെമിക്കൽസ് വിൽക്കാനായിട്ട് നമുക്ക് ലൈസൻസ് എന്തെങ്കിലും വേണോ? കെമിക്കൽസ്, അതായത് ക്ലോറിൻ, ആലം, ഇതൊക്കെ വിൽക്കാനായിട്ട് ലൈസൻസ് വേണോ? കെമിക്കൽസിന്റെ റീസെയിലും ഡ്രഗ്സിന്റെ കാറ്റഗറിയിലാണ് വന്നത്. ഈ പറയുന്ന ക്ലോറിൻ ഉദ്ദേശിക്കുന്ന മാത്രമാണോ, അല്ലാതെ വേറെ പലതും ഉണ്ടോ? എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ക്ലോറിൻ, ആലം പോലത്തെ വാട്ടർ ട്രീറ്റ്മെന്റ് കെമിക്കൽസ്. കെമിക്കൽസ് നിങ്ങൾ ഉണ്ടാക്കുകയാണോ അതോ മാത്രം സ്റ്റോക്ക് ചെയ്യും, വിൽക്കും അങ്ങനെ? അപ്പം ഈ പറഞ്ഞ ഡ്രഗ്സിന്റെ തന്നെ റീസെയിലിംഗിന്റെ ലൈസൻസ് അന്വേഷിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം മറ്റവർക്ക് ഉണ്ടാവും ഓൾറെഡി മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ. ഫെർട്ടിലൈസർ ലെവലാണെങ്കിൽ അഗ്രികൾച്ചറിന്റെ വേറൊരു സാധനമുണ്ട്, അതൊന്നും ഇല്ലല്ലോ. ഇല്ല, അതൊന്നുമില്ല. ഓക്കെ. സാർ, ഈ ഇടയ്ക്ക് അനാവശ്യ സൗണ്ടും കയറി വന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ ചോദിക്കുന്ന ഡൗട്ട് ക്ലിയർ ആകുന്നില്ല. ചേട്ടൻ ഒച്ച ചോദിക്കാവോ? സാർ, ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആൻഡ് സെൻട്രൈസ്ഡ് വാട്ടർ ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് FSSAI ലൈസൻസ് വേണം. വാട്ടർ സെൻട്രലൈസ് പ്യൂരിഫൈ ചെയ്ത് നേരെ ഇതാക്കുവല്ലേ ചെയ്യുന്നേ? ഡൊമസ്റ്റിക് പ്യൂരിഫയർ ഉണ്ട്. അല്ലാതെ വെള്ളം മോശമായ സ്ഥലങ്ങളിൽ വെള്ളം വാട്ടർ അതോറിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്ത് ടാങ്കിൽ പോകുന്ന വെള്ളം ശുദ്ധമായിരിക്കും. ക്ലോറിനേഷൻ എല്ലാം ചെയ്ത് വാട്ടർ ഫിൽട്രേഷൻ ഉണ്ട്. ഡൊമസ്റ്റിക് വാട്ടർ പ്യൂരിഫയേഴ്സ്. നിങ്ങളെ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നതോ പ്യൂരിഫയർ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെ അവിടെ വന്നെ? നമ്മള് അതിനകത്തുള്ള കാറ്ററിഡ്ജുകൾ വരുത്തി അസംബിൾ ചെയ്ത് ക്യാബിനറ്റിൽ അസംബിൾ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ വാട്ടർ ഫിൽട്രേഷൻ FRP വെസലുകൾ ഉപയോഗിച്ച് കാർബൺ, കാത്തലസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് വാട്ടർ ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട് സെൻട്രൈസ്ഡ് ആയിട്ട് വീടുകളിലും കമേഴ്ഷ്യലായിട്ട്. വീട്ടിൽ പോയിട്ട് നമ്മളവരെ വാട്ടർ ഫിൽട്ടർ ചെയ്ത് ഇതാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? അടുക്കളയിൽ വയ്ക്കുന്ന കുടിക്കാനും പാകം ചെയ്യാനുള്ള പ്യൂരിഫയേഴ്സും ഉണ്ട്. നിങ്ങൾ വെള്ളം എടുത്ത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ തന്നെ വെള്ളം എടുത്ത് നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി വിൽക്കുന്നുണ്ടോ?
ഇല്ല 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 അതില്ല. പ്യൂരിഫയേഴ്സ് അങ്ങനെ വരുമ്പം അത് വേണം നിർബന്ധമില്ല. ബാക്കി എല്ലാ മാൻഡേറ്ററി കാര്യങ്ങൾ നോക്കിയാൽ മതി. GST, കട ലൈസൻസ്, ഉദ്യം, ഇത് മൂന്നും മതിയാവില്ല ഈ അത് ബിസിനസ്സിന്. മതി. കാരണം വെള്ളം FFSയുടെ റൂൾ തന്നെ എവിടെയാ, വെള്ളം നിങ്ങളെടുത്ത് നിങ്ങൾ ആ വെള്ളം ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടെ വെള്ളമല്ലല്ലോ, നിങ്ങളുടെ ആക്ടിവിറ്റി ചെയ്യുവാണ്, UV ട്രീറ്റ്മെന്റ് പോലെ. കസ്റ്റമേഴ്സിന്റെ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫിൽട്രേഷൻ ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. അപ്പം ആ കസ്റ്റമേഴ്സിന്റെ വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന തന്നെയാണ് അതിന്റെ ഏറ്റവും ഇത്. ആ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടാണ് ആ ടെസ്റ്റ് റിപ്പോർട്ട് പ്രകാരമാണല്ലോ ചെയ്യുന്നത്. അതെ അതെ, അത് പ്രകാരമാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൽ ചെയ്യേണ്ടത്. അത് ലീഗലി ചെയ്യാനുള്ള ഫോർമാലിറ്റി അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം FFSI വരുന്ന നിങ്ങൾ ആ വെള്ളം ട്രീറ്റ് ചെയ്ത് നിങ്ങൾ വെള്ളം ഫെയിൽ ആക്കുവാണെങ്കിൽ അവിടെ ഇതാക്കുക, അല്ലാതെ ഒരു കാറ്റഗറി അതിന് FFSI പറയാൻ പറ്റൂല. അതില്ല. അപ്പൊ എനിക്ക് ഈ 3 ഇത് മതിയല്ലോ. നിലവിൽ അത് മതി. ഓക്കെ, താങ്ക് യു. ലൈസൻസ് സംബന്ധിച്ചൊരു ഡൗട്ട് ഉണ്ട്. ഹലോ, ലൈസൻസ് സംബന്ധിച്ചുള്ള ഡൗട്ട് ഉണ്ട്. പറയാവോ? ഹലോ, പറഞ്ഞോ കേട്ടു. ഈ നമ്മളിപ്പോ ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് ലൈസൻസ് മാത്രം മതി, ബിക്കോസ് അത് ഓൺലൈനാണ് വർക്ക് നടക്കുന്നത്. സോ അപ്പൊ വീട്ടില് അതേ ലൈസൻസ് എടുത്തൂടെ നമുക്ക്? എടുക്കാം. പഞ്ചായത്ത് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ തന്നെ 5 HP വരെയുള്ള സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണ്ട, ബിൽഡിംഗ് കൊമേഴ്ഷ്യൽ ആക്കണം എന്നവർ പറയും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. പിന്നെ അതിന് ലൈസൻസിന് പകരം K-Swift എടുക്കാം. ഓക്കെ, ഈ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ലൈസൻസ് ഇതല്ലേ, പിന്നെ സർവീസ് ഇതല്ലേ? സർവീസാണ്. ഇത് ലൈസൻസ് എടുക്കുന്നത് നമുക്ക് ടാക്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമാണ്. കാര്യം അതിന്റെ വർക്കുകളൊന്നും അവിടെ നടക്കില്ല, എല്ലാം ഓൺലൈനിലാണ് നടക്കുന്നത്. ഓഫീസാണ് അവിടെ. നിങ്ങൾക്ക് അവിടെ ബാക്കി ഇതിന്റെ പ്രൂഫ് ആയിട്ടാണ് നിങ്ങൾക്ക് അവിടെ ലൈസൻസ് വേണ്ടത്. അതെ. അപ്പൊ അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വ്യത്യാസമുണ്ടോ? പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വ്യത്യാസങ്ങളില്ല. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ വീട് കൊമേഴ്ഷ്യൽ സ്പേസ് അല്ലല്ലോ, റെസിഡൻഷ്യൽ അല്ലേ. ഞാൻ പഞ്ചായത്തിൽ കൊടുത്തപ്പോ എനിക്കത് കിട്ടി. ഞാനൊരു കൺസൾട്ടന്റ് ആണ്. പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട്. വീട് ഇതൊന്നും ആക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം പുതിയൊരു റൂള് വന്നായിരുന്നു. അതായത് 50% വീട്ടിൽ ലൈസൻസുകൾ ഉപയോഗിക്കാം എന്നുള്ള സാധനങ്ങൾ വന്നായിരുന്നു. ആ റൂള് പ്രകാരം പഞ്ചായത്തിൽ അത് ജിയോ വന്ന് ആക്റ്റീവായി. മുനിസിപ്പാലിറ്റി ആക്റ്റീവ് ആയിട്ടില്ല. അതാണ് പ്രശ്നം വന്നേക്കണേ. അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ K-Swift എടുത്താൽ മതിയോ തൽക്കാലം? K-Swift മതി. മുനിസിപ്പാലിറ്റി ആ റൂളിന്റെ പ്രോപ്പർ ഗൈഡൻസ് അവിടത്തേക്ക് വന്നില്ല. പഞ്ചായത്തിൽ അത് ആക്റ്റീവായി പഞ്ചായത്തിൽ കൊടുക്കാന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ മുനിസിപ്പാലിറ്റികളിൽ മറ്റേത് ആക്റ്റീവ് ആയിട്ടില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലും ഒരു മുനിസിപ്പാലിറ്റി കുഴപ്പമില്ല. കേരളത്തിലെ ഏത് മുനിസിപ്പാലിറ്റി കൊടുത്താലും കിട്ടിയാല. ഞാൻ അതിന്റെ ഫ്ലൈറ്റ്സ് എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ ഷെയർ ചെയ്യാത്തതിന്റെ കാര്യം ഇത് തന്നെയായിരുന്നു. അത് പ്രോപ്പർ ആയിട്ട് അത് ആക്റ്റീവ് ആയിട്ടില്ല. പിന്നെ സാർ പറഞ്ഞല്ലോ നമ്മൾ K-Swift ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കിട്ടുന്നുള്ളത്. K-Swift മാത്രം വെച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് കിട്ടുന്നില്ല. K-Swift ഉദ്യോഗം, അതായത് 2 ഡോക്യുമെന്റ് അവർ ചോദിക്കും. K-Swift ഉദ്യോഗം കൂടെ ബാങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉദ്യോഗം കൂടെ വെച്ചാൽ K-Swift പോരാന്നാണ് അവർ പറയുന്നത്. ലൈസൻസോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസേൺഡ് ഏരിയയിലെ IO ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. IO എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഓഫീസർ ഓഫ് ബ്ലോക്ക് ആണോ? ബ്ലോക്ക്, അത് തന്നെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കേസിൽ ആർക്കെങ്കിലും അങ്ങനെ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ അതുപോലെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസേൺഡ് ഏരിയയിലെ IO ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം അവർക്ക് നമ്മളത്ര പോലും അറിയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ മീറ്റിംഗ് പങ്കെടുത്തിട്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ബ്ലോക്ക് പോയാൽ അവർക്കൊന്നും അറിയില്ല. DAC പോയാൽ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ട്. ബ്ലോക്ക് പുതിയ ആൾക്കാർ വന്നതായിരിക്കാം. അങ്ങനത്തെ പല ലൈസൻസ് കിട്ടുന്നില്ല. പഞ്ചായത്തിൽ കൊടുത്തിട്ട് അവരത് ഹോൾഡ് ചെയ്ത് വെച്ചേക്ക്. ഇപ്പൊ ഏകദേശം ഒരു 40 days ആയിട്ടുണ്ട് അത് ബേസ് ചെയ്ത് നിന്നിട്ട്. യൂണിറ്റ് എന്നാ? നമ്മുടേത് അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഫാക്ടറിയാണ്. എവിടെയാ സ്ഥലം തന്നെ? കൊല്ലം ജില്ലയാണ്. അഴിക്കോട് പേരൂര്. ഓൾറെഡി നമ്മള് പ്രോപ്പർ ചാനൽ K-Smart വഴി തന്നെയാണ് അപ്ലൈ ചെയ്തത്. അവര് പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അന്നേരം ആദ്യം അവര് റിജക്ട് ചെയ്തിട്ട് അവിടെ ഹരിതകർമ്മ സേനയുടെ നോർമൽ നമ്മുടെ വീട്ടില് നോർമൽ റെസീറ്റ് ആയിരുന്നു, അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ബേസ് ചെയ്ത് നമ്മൾ പിന്നീട് ഹരിതകർമ്മ സേനക്കാര് ഒരാഴ്ച ഇത് ലാഗ് ആക്കിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു, എല്ലാ ഡീറ്റെയിലും കൊടുത്തു. എന്നിട്ട് ആ പുള്ളിക്കാരൻ ഈഗോയുടെ ബേസിസിൽ നമ്മുടെ ഏത് ഫയൽ ചെന്നാലും അവരത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംരംഭം അവിടെ
തുടങ്ങുന്നതിനോട് ആ പുള്ളിക്കാർക്ക് താല്പര്യം ഇല്ല എന്നുള്ള അവര് രീതിയിൽ. പഞ്ചായത്തുമായിട്ടൊരു ഈഗോ ക്ലാസ് വന്നോണ്ടിരിക്കുകയാണ്, അതല്ലേ അതെ ഉദ്ദേശിച്ചത്? സാർ, അതെ അതെ അപ്പൊ അതെ നമ്മൾ അടുത്ത വഴി നോക്കണം. സാറാ ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിലെ VLO ശംഭു എന്ന് പറയുന്ന ആളാണ്. അയാൾ വെറും അയാൾക്ക് പുള്ളിക്ക് ഇടപെട്ടിട്ട് റെഡി ആവുന്നില്ല. DSC മാനേജർ ബിനു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളി ഇടപെട്ടിട്ടും റെഡി ആവുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? അത് മിഷൻ മാത്രമല്ല 1000, അതായത് ഗവൺമെന്റിന്റെ മിഷൻ 1000-ൽ ഉൾപ്പെട്ട ഈ തൃക്കോൽവട്ടം പഞ്ചായത്തിലെ ഒരേ ഒരു പ്രോജക്റ്റ്, കൊല്ലം ജില്ലയിലെ 2ാമത്തെ പ്രോജക്റ്റ്. സാർ കൺസേൺ DAC-ൽ അറിയിച്ചായിരുന്നോ ഈ ഇഷ്യൂ? എല്ലാവർക്കും അറിയിച്ചു സാർ, പക്ഷെ പ്രോപ്പർ റെസ്പോൺസ് ഇടുന്ന കിട്ടുന്നില്ല. അത് മാത്രമല്ല നമ്മൾ ഓൾറെഡി വെയിറ്റ് ചെയ്ത് ലൈസൻസിന് നോക്കാന്ന് പറഞ്ഞ് ഡിനേ ചെയ്തുകൊണ്ട് പോയി. അത് ഓൾറെഡി 45 days ആയി. എക്സ്പോർട്ടിംഗ് പ്രൊഡക്റ്റ് പോകുന്ന ഒരു സാധനം. എന്റെ 2 എക്സ്പോർട്ടിംഗ് ഓർഡർ പോയി ഇവർ ഈ ഡിലേ ചെയ്ത കാരണം മാത്രം കൊണ്ട്. നമുക്ക് എക്സ്പോർട്ടിംഗിന് വേണ്ടി സെറ്റ് അടക്കം എല്ലാം ഉള്ള ഒരു യൂണിറ്റ് ആണെന്ന് എനിക്ക് ഇപ്പം മിഷൻ 1000 പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അത്യാവശ്യം എല്ലാം ഉള്ളതാണ്. അത് മാത്രമല്ല നമ്മൾ ലൈസൻസിന് ഓൾറെഡി 5000 റുപ്പീസ് ആദ്യം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതല്ലാതെ 2500 അടച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ 2500 അടച്ചു. എന്നിട്ട് ഈ 5000-ന് റിട്ടേൺ ബാക്ക് റിക്വസ്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു KSMART വഴി. അത് ഇട്ടിട്ട് ഇന്ന് 1 മാസം ആവുക. അതിനകത്ത് KSMART തന്നിരിക്കുന്ന ഡേറ്റ് 26-ാം തീയതി ആ ഫണ്ട് നമുക്ക് റെമിറ്റ് ചെയ്ത് തരണമെന്നാണ്. പക്ഷെ ഇതുവരെ ആ ഫയൽ ആ ഒരു ക്ലർക്കിന്റെ ലൈസൻസ് കിട്ടുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അതിന് അവർ തടസ്സം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി. തിരുവനന്തപുരത്ത് വികാസ് ഭവനിൽ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ കാണുക. പരിഹാരം കിട്ടും. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. കറക്റ്റ് സൊല്യൂഷൻ ആണ് ഈ പറഞ്ഞത്. എവിടെയാണ് സാർ? വികാസ് ഭവൻ തിരുവനന്തപുരത്ത് വികാസ് ഭവനിൽ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഓഫീസ് ഉണ്ട്. 5ാമത്തെ നിലയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പോയി കാണുക. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. അദ്ദേഹമാണ് ഈ DAC-യുടെ എല്ലാ ജില്ലകളെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ താങ്ക് യു സാർ. അപ്പം ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് DAC-ന്ന് കറക്റ്റ് പ്രോപ്പർ വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ നമുക്ക് അതേ ഉള്ളൂ. സാർ VLO ഓൾറെഡി കുറെ ദിവസം നമ്മൾ ഡിനേ ചെയ്തു. ഈ പഞ്ചായത്തിലെ VLO പറഞ്ഞു വെയിറ്റ് ചെയ്യും, നമ്മൾ മേടിച്ചു തരാന്ന് പറഞ്ഞു. പുള്ളി ഒരുപാട് പ്രാവശ്യം പോയി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിയുടെ കൈ നിൽക്കത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ DSC-ലെ മാനേജർ ബിനു ബാലകൃഷ്ണൻ, ഇവർ രണ്ടുപേരും പേരെടുത്ത് പറയുന്നത് ഞാൻ ഇത്രയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 45 ദിവസമായിട്ട് എന്റെ റെക്കോർഡിൽ ചില ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ചില വ്യക്തികൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവരുടെ എന്തിനാണ് ഇങ്ങനെ ഒരു സംരംഭം വേണ്ടതെന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്തിനാണ് ഒരു പ്രോജക്ട്? എന്തിനാണ് മിഷൻ പ്രോജക്ടിന്റെ വാല്യൂ എന്താണെന്ന് ഇവർക്ക് അറിയില്ല സാർ. ഒരു സംരംഭം ജോലിയല്ല. താങ്കള് വികാസ് ഭവനില് അദ്ദേഹത്തെ ഒന്ന് ഹലോ സോറി വികാസ് ഭവനില് പോയിട്ട് അത് എന്തിനു വേണ്ടിയാ സാറേ പോകാൻ പറഞ്ഞത്? അത് എനിക്ക് കട്ടായി പോയി സാറേ, കേട്ടില്ല. അത് അവിടെ നിന്ന് പറഞ്ഞതാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലൈസൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാണ്. അവിടെ ആരെയാണ് സാറേ കോൺടാക്ട് ചെയ്യാനുള്ള സാറേ? പേരൊന്നുകൂടെ പറയൂ സാറേ, കട്ടായി പോയി. അല്ല, അത് കുറച്ചു മുമ്പ് അവര് പറഞ്ഞ ഡയറക്ടർക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഡയറക്ടർ ഇൻഡസ്ട്രി ഡയറക്ടറേറ്റില് ഒന്ന് ഇത് പറയാനാണ് പറഞ്ഞത്. അത് എന്തിനു വേണ്ടിയായിരുന്നു സാറേ? എന്തായിരുന്നു സാറേ? അത് പറഞ്ഞു കേട്ടില്ല. എന്തിനു വേണ്ടിയായിരുന്നു? കേക്കു പറയട്ടെ. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അടുത്ത് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. GMDAC അടുത്ത് പറഞ്ഞിട്ട് കിട്ടുന്നില്ല, ജില്ലാതല. അപ്പൊ ഞാൻ പറഞ്ഞു വികാസ് ഭവൻ തിരുവനന്തപുരത്ത് ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഉണ്ട്, IAS ഓഫീസർ. അദ്ദേഹം ഇവരുടെയൊക്കെ ഉന്നത അധികാരിയാണ്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അത് ചിലപ്പം ഈ കേൾക്കാതിരുന്നവർക്ക് അത് ബാധകമായില്ലായിരിക്കും. അത് വിടുക. അടുത്ത ചോദ്യം ചോദിക്കൂ സാർ. ഏതെങ്കിലും ഫോൺ നമ്പർ ഉണ്ടോ? വെബ്സൈറ്റിൽ നോക്കിയാൽ എൻ്റെ കയ്യിൽ ഇൻഡസ്ട്രി കേരള എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നോക്കിയാൽ മതി. ഇൻഡസ്ട്രി കേരള എന്നുള്ളത്. എനിക്കൊരു ഡൗട്ട്. ഞാൻ ഇപ്പൊ ഓൾറെഡി ഒരു സ്ഥാപനം റൺ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ടീഷർട്ടിന്റെ തുടങ്ങിയിരുന്നു. പക്ഷെ ഞാൻ എടുത്ത പ്ലോട്ട് എന്ന് പറയുന്നത് ഷോപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ മിഷനറീസ് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചപ്പോഴാണ് അവർക്ക് അത് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പഞ്ചായത്തുകാർ പറയുന്നത്. പക്ഷെ ഓൾറെഡി ഞാൻ മെഷീൻസ് ഒക്കെ ഇറക്കിയതുകൊണ്ടും എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടും ഇനി ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അപ്പൊ നിലവിൽ അവര് പറയുന്നത് ഞാൻ ഉദ്യമം എടുത്തത് കൊണ്ട് 3 വർഷത്തേക്ക് നിങ്ങൾക്ക് യാതൊരു വക ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കമ്പനി എന്ന നിലയ്ക്ക് ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ 3 വർഷത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? അതിന് എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? K-SWIFT വഴി തന്നെ പഞ്ചായത്തിലേക്ക് ലൈസൻസിന് അപേക്ഷിക്കാം. K-SWIFT വഴിച്ച് അവര് ബ്ലോക്ക് ചെയ്തിട്ടാണ്. അത് അങ്ങനെ അപ്രൂവൽ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് പെൻഡിങ്ങിൽ ഇട്ടിട്ടാണ്. അത് എന്നെ പെൻഡിങ് വന്നേക്കണേ? എന്താ ക്വറി വന്നേക്കണേ?
അത് അവർക്ക് പഞ്ചായത്ത് നിയമപ്രകാരം അത് അപ്രൂവൽ ആക്കാനുള്ള ഒരു ഇതില്ലാന്നും പറഞ്ഞിട്ട്. അപ്പൊ സിംഗിൾ വിൻഡോയില് കളക്ടർ അധ്യക്ഷതയില് വിളിച്ചിട്ടില്ലേ, ബോഡി പോയില്ലേ? അത് ഇല്ല. അതിപ്പോ അടുത്ത സിംഗിൾ വിൻഡോ ഇപ്പൊ എന്നാ ഇതാ ഇങ്ങനെ ഒന്ന് ബ്ലോക്ക് ആയി കിടക്കണേ? ഇപ്പൊ ഒരു ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടൊരു 3 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പാണ് അപേക്ഷിച്ചത്. മറ്റേ 3 വർഷം ലൈസൻസിന് ആണോ അതോ മറ്റേ CAF വഴി കോമൺ ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്ത് K-SWIFTിലേക്ക് ഈ പറഞ്ഞ പോലെ ഇതാക്കിയോ? K-SWIFT വഴി പഞ്ചായത്തിലേക്ക് അപേക്ഷ പോയോ? K-SMART വഴി അല്ലാതെ? K-SMART വഴിയാണ് ഞാൻ ചെയ്തത്. K-SWIFT വഴി ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം 3 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? അതെ. അപ്പം ഈ K-SMART വഴി അപേക്ഷിക്കുന്നതിന് K-SWIFT വഴി നമുക്ക് പഞ്ചായത്തിലേക്ക് ലൈസൻസിന് അപേക്ഷിക്കാം. K-SWIFT വഴി പഞ്ചായത്തിലേക്ക് ലൈസൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഓരോ മാസം അതും നിങ്ങൾക്ക് ചിലപ്പം ഇതാക്കാം. പക്ഷെ ഒരു മാസം അവർ ആ ഡോക്യുമെന്റ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഡീംഡ് ലൈസൻസ് വരും. ഇനി അങ്ങനെയല്ല, അവര് ലാഗ് പറയുവാണ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ എല്ലാ മാസവും കളക്ടർ അധ്യക്ഷതയിൽ സിംഗിൾ വിൻഡോ കൂടും. അപ്പൊ സിംഗിൾ വിൻഡോ കൂടുമ്പോൾ നിങ്ങളും ഉണ്ടാകും, പഞ്ചായത്തിന്റെ അധികൃതരും ഉണ്ടാവും. അപ്പം കളക്ടറായിട്ട് അത് സോൾവ് ആക്കി തരും. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു, കാരണം ഇത്രയും ഫണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഇനി അത് എവിടെയാ സ്ഥലം തന്നെ? ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിന്റെ പരിധിയിലാണ്. അപ്പം ചാലക്കുടി മുനിസിപ്പാലിറ്റി ആണ്. അവിടുത്തെ അയ്യന്തോളം നമ്മുടെ DAC ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അവിടുത്തെ ബ്ലോക്കിലെ IEOനെ അല്ലെങ്കിൽ മുകുന്ദപുരം താലൂക്ക് വ്യവസായ ഓഫീസിലല്ലേ വന്നെ. അപ്പൊ അവിടെ ആയാലും നിങ്ങൾ സമീപിച്ച് അവിടെ നിന്നുള്ള പ്രോപ്പർ ഗൈഡൻസ് മേടിക്കുക. ഈ ചോദ്യം അവരോട് ചോദിക്കണം, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ അവര് പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തോളും. സാർ, അതെ, നമുക്കൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനായിട്ട്. രണ്ടുപേരുണ്ട്, സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനായിട്ടേ നമുക്ക് സിംഗിൾ വിൻഡോ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാല്, ഞങ്ങളത് തുടങ്ങാനായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് വീടിനടുത്ത് തന്നെ. അതിന്റെ ബിൽഡിങ്ങിന്റെ വർക്ക് ഓൾമോസ്റ്റ് 90% കഴിഞ്ഞു. പക്ഷെ ഇനി കഴിഞ്ഞിട്ടില്ല, ഫുൾ ആയിട്ടില്ല. അപ്പൊ നമുക്ക് സിംഗിൾ വിൻഡോ വഴി നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. അക്നോളജ്മെന്റ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ബിൽഡിംഗ് റൂൾസ് എല്ലാം പാലിച്ചുള്ള ബിൽഡിംഗ് ആയിരിക്കണം. ബിൽഡിംഗ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഡിസേബിൾ ടോയ്ലറ്റ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ 3 വർഷം വരെ കംപ്ലീറ്റ് ചെയ്യാം. 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. അതാ പറഞ്ഞേ. 3 വർഷം കഴിഞ്ഞ്, അതായത് ഇപ്പൊ കുറച്ചു മുമ്പത്തെ ചോദ്യത്തിൽ ചോദിച്ച പോലെ ഒരു സ്ഥാപനം ചെയ്യുന്ന 3 വർഷത്തേക്കല്ലല്ലോ. അല്ലല്ല, നമ്മളിപ്പോ ഒരു 1.5 വർഷത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാ മതി. ബാക്കി എന്തോ ഹലോ സാറേ, ഒന്ന് ചോദിക്കട്ടെ സാറേ? എന്തോ സാറേ, ട്രേഡ് മാർക്കിന് കൊടുത്താലേ എത്ര സമയമാകും സാറേ അത് കിട്ടാൻ വേണ്ടി? അത് അവര് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ യൂഷ്വലി 7 ദിവസം എന്നാണ് പറയുന്നത്. പലതും നമ്മുടെ ട്രേഡ് മാർക്ക് വേറെ ഉണ്ടോന്നും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. ട്രേഡ് മാർക്കിന് കൊടുത്തോ? ഇപ്പൊ എന്താ നിൽക്കുന്നത്? കൊടുത്തിട്ടുണ്ട് സാറേ, അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കൊടുത്തിട്ട് 2 ആഴ്ച ആയേ. അത് ഈ പറയുന്ന പോലെ തന്നെ പ്രോപ്പർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടാണ്. അത് ഫീസും അടച്ചു. അത് കുഴപ്പമില്ല. ആ ചെയ്തവരോടൊന്ന് പ്രോപ്പറായിട്ട് കൺസൾട്ട്, അവരൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇപ്പൊ ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിന്റെ സബ്സിഡി കൊടുക്കാൻ കഴിയും. അത് കിട്ടാൻ വേണ്ടി ഞാൻ MSME DFO എന്ന് ഞാൻ ക്ലാസ്സിനിടയ്ക്ക് പറഞ്ഞല്ലോ, MSME DFO തൃശ്ശൂര്, അവരുടെ നമ്പറിൽ വിളിച്ച് അതിന്റെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കണേ. സാറേ, എന്റെ നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടോളാം. അവരുടെ എന്ത് സാറേ ഓഫീസിന്റെ പേര്? MSME DFO. ഞാൻ ഇട്ടോളാം. ഓക്കെ, താങ്ക് യു. ഹലോ, ഒരു ഡൗട്ട് ഉണ്ട്. K-SWIFT വേണോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ? കറന്റ് അക്കൗണ്ട്, അതായത് കറണ്ട് അക്കൗണ്ട് തുടങ്ങാൻ യൂഷ്വലി പറയുന്നത് 2 ഡോക്യുമെന്റ് അവർ ചോദിക്കും. ഒന്ന് 2 എന്തെങ്കിലും ലൈസൻസുകൾ. ചില കേസിൽ GST മതിയായിരിക്കും, GST ഉദ്യോഗം മതി. ചില കേസ് K-SWIFT ഉദ്യോഗമാണ്. അപ്പൊ അങ്ങനെ 2 ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹാജരാക്കാനുണ്ടെങ്കിൽ അതായാലും മതി. K-SWIFT വേണം നിർബന്ധമില്ല. പഞ്ചായത്ത് ലൈസൻസ് ഉണ്ട് സർ. അപ്പൊ അത് മതി. അപ്പൊ പിന്നെ പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ K-SWIFTന്റെ ആവശ്യമില്ല. ഇല്ല അല്ലെ? K-SWIFT എടുക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിയണം റിന്യൂ ചെയ്യാൻ? K-SWIFT റിന്യൂ ചെയ്യലല്ല, 3.5 വർഷം വരെ നിങ്ങൾക്ക് ആദ്യം പഞ്ചായത്ത് ലൈസൻസിന് പകരം ഒരു സാവകാശം തരുവാണ് ഈ സെൽഫ് അക്നോളജ്മെന്റ് വെച്ച്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ K-SWIFT വഴി തന്നെ K-SMART വഴി അപേക്ഷിക്കുന്ന പോലെ പഞ്ചായത്ത് ലൈസൻസിന് അപേക്ഷിക്കാം. അത് 5 വർഷം വരെ നേരെ വേണേ അപേക്ഷിക്കാം. നമസ്കാരം സാർ. എന്തോ പറയാമോ? നമുക്ക് പാക്കറ്റ് ലൈസൻസിന് കൊടുത്താൽ എത്ര ദിവസത്തിനുള്ളിലാണ് അത്
ഏതാണ് പാക്കേജ് ലൈസൻസ് ആണോ? പാക്കറ്റ് ലൈസൻസ്. പാക്കേജ് ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു അക്നോളജ്മെന്റ് കിട്ടും. നമ്മൾ ഒരു 750 രൂപ ഫീസ് അടച്ചൊരു അക്നോളജ്മെന്റ് പേപ്പർ കിട്ടും. അത് നമ്മൾ കൈവശം വെച്ചാൽ മതി. മറ്റേത് നല്ല സമയം എടുക്കും. അത് ശരി. തിരുവനന്തപുരത്ത് നിന്നാണ് അത് ഇഷ്യൂ ആയി തന്നെ. അതുകൊണ്ടാണ് ഈ പാക്കിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ പ്രശ്നം വരുമോ? പാക്കിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ പ്രശ്നം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോഡ് കയറി നമ്മുടെ പാക്കറ്റ് പിടിക്കുന്നവരെ പ്രശ്നങ്ങളില്ല. സ്കോഡ് കയറി പാക്കറ്റ് പിടിച്ചാൽ നമ്മൾ പെട്ടുപോകും. അത് ഈ കോൺഫറൻസ് തന്നെ ആ പണി കിട്ടിയ ആൾക്കാരുണ്ടാവും. ആരെങ്കിലും ഒക്കെ സ്കോഡ് പിടിച്ചവരുണ്ടാവും. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, പാക്കേജിംഗ് ലൈസൻസും അളവ് തൂക്കവും ഒന്ന് തന്നെയാണോ? അളവ് തൂക്കത്തിന്റെ രണ്ടാണ്. അളവ് തൂക്കം വന്നത് അളവ് തൂക്കം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മൾ വെയിങ് മെഷീൻ മേടിക്കുന്ന കൂടെ നമ്മൾ അളവ് തൂക്കം ഓൾറെഡി ഉള്ള ഒരു സാധനമാണ്. പക്ഷെ രണ്ടാമത് വന്ന കേസ് പാക്കിംഗ് ലൈസൻസ് നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുന്നത് നമ്മൾ എടുക്കുന്ന വേറൊരു ലൈസൻസ് ആണ്. എന്റർലി രണ്ടാമത്തെ ഒരു സാധനമാണ്. രണ്ടും ഒന്നല്ല, ഒരേ ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് മാത്രമേ ഉള്ളൂ. എന്റേത് ഞാൻ അളവ് തൂക്കത്തിന് മെഷീൻ വാങ്ങിച്ചിരുന്നത് ഇപ്പൊ 3 വർഷമായി. ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ അതിന്റെ ആ കാലാവധി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? ലീഗൽ മെട്രോളജിയുടെ ഓഫീസിലേക്ക് ഈ സാധനമായിട്ട് പോകണം. അപ്പൊ അവര് വീണ്ടും അത് നോക്കിയിട്ട് അവര് സീല് വെക്കും. സീൽ ചെയ്ത് തരും. അതിന് താമസം അധികം എടുക്കില്ലല്ലോ? ഇല്ല, അവരതിന്റെ ഇത് നോക്കിയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് ലീഗൽ മെട്രോളജിയുടെ കയ്യിലാണ്. നമ്മൾ ചെയ്യണം. ചോദിച്ചു നല്ലൊരു ഡൗട്ടാണ്. കാരണം വെച്ചാൽ ആദ്യം എല്ലാവരും ഇത് നമ്മൾ മേടിക്കുമ്പോൾ ഈ സാധനം ഉണ്ടാവുമല്ലോ അളവ് തൂക്കത്തിന്റെ. പിന്നെ അത് ആരും ഫോളോ അപ്പ് ചെയ്യല. അത് ചെയ്യണം. ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. എന്താ പാക്കിംഗ് ലൈസൻസ് എങ്ങനെ ചെയ്യാന്നാണോ അതോ എങ്ങനെ ചെയ്യാമെന്നില്ല? ഞാൻ ലൈസൻസ് എടുക്കണല്ലോ. എന്താണ് പാക്കിംഗ് ലൈസൻസ്? എവിടെയാ ചേട്ടന്റെ സ്ഥലം തന്നെ? ഇത് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് വരുമ്പോ താലൂക്ക് തന്നെ ഏതാ? ഹൊസ്ദുർഗാണോ? അല്ലല്ലോ, കാഞ്ഞങ്ങാട്. ഹൊസ്ദുർഗ്. നമുക്ക് നമ്മുടെ താലൂക്ക് വ്യവസായ ഓഫീസ് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് DAC ഉണ്ടാകും. അവിടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും. അവരെടുത്തു തരും. അല്ലേ? എടുത്തു തരും. അതിന് സ്പെസിഫിക്കേഷൻ പറഞ്ഞു തരും. അതിൽ എന്താ അടിക്കേണ്ടതൊക്കെ പറഞ്ഞു തരും അവര്. പാക്കിംഗ് ലൈസൻസിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ 3 ഡോക്യുമെന്റ്സ് കൊടുത്താൽ മതി. ഒന്ന് ഉദ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈസൻസിന്റെ ഇത്, പിന്നെ ഈ പറഞ്ഞ ബിൽഡിംഗ് ടാക്സ്, പിന്നെ നമ്മുടെ ആധാർ കാർഡ്. ഈ 3 ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ പാക്ക് ചെയ്യുന്നു നമ്മൾ പറയുന്ന സാധനങ്ങൾ അതിനകത്ത് അടിക്കണ്ടേ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോ പറയോ? എറണാകുളത്ത് നമ്മൾ പാക്കിംഗ് ലൈസൻസിന് എവിടെയാണ് സ്ഥലം തന്നെ? എറണാകുളം പള്ളുരുത്തി. പള്ളുരുത്തിയിലാണ്. കൊച്ചിയിൽ ആള് വേക്കന്റ് ആണ്. പാമ്പായ്മൂല താലൂക്ക് വ്യവസായ ഓഫീസ് ഉണ്ട്. പക്ഷെ ആള് വേക്കന്റ് ആണ്. പാമ്പായ്മൂല ജ്ഞാനോദയ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണോ? അതെന്റെ സ്ഥലമാ. ഹലോ സാറേ, പോകുന്ന വഴിക്ക് നേരെ താലൂക്ക് വ്യവസായ ഓഫീസ് ഉണ്ട്. പക്ഷെ അവിടെ ആള് വേക്കന്റ് ആണ്. എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറ ഉള്ള ആൾക്കാർ ചാർജ്. അതൊന്ന് അവിടെ അന്വേഷിച്ച് നോക്കിയാൽ മതി. അവിടെയാണ് ജ്ഞാനോദയം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇത് പാക്കിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഓൺലൈൻ ആയിട്ടോ അപേക്ഷിക്കാം കേട്ടോ. ഓഫീസിലൊന്നും അക്ഷയയിലൊന്നും അവർക്കൊന്നും വലിയ അറിവില്ല. ഞാൻ അതിനാ പറയാം, നമ്മുടെ ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞതാ, നമ്മുടെ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞതാ. അത് പറഞ്ഞു. എവിടുത്തെ സ്ഥലം ചോദിച്ചായിരുന്നല്ലോ? കാസർഗോഡ് തന്നെയാണോ? കാസർഗോഡ് ആണെങ്കിൽ ഈ പറഞ്ഞ കാസർഗോഡ് 2 താലൂക്കേ ഉള്ളൂ വ്യവസായ വകുപ്പിന്. പിന്നെ DAC ആണ്. അപ്പൊ ആ 2 താലൂക്ക് വ്യവസായ ഓഫീസുകളിൽ ആളുണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്താൽ കിട്ടൂല്ലേ? അവിടെ കോൺടാക്ട് ചെയ്ത് തരും. അവിടെ ഒന്ന് അന്വേഷിച്ചാൽ മതി. ആരെങ്കിലും ഒരാൾ വേഗം പറഞ്ഞാൽ അത് സാറിന്റെ നമ്പർ ഒന്ന് ശരിയാവും സാർ. നമ്പർ തരാം. ഇത് കഴിയുമ്പോ ഗ്രൂപ്പിൽ ഇട്ടാ പോലെ. ഞാൻ ഗ്രൂപ്പിലുണ്ട്. ഞാൻ ഇപ്പൊ കയറിക്കോളാം. 984645. ഞാനിപ്പോ ഗ്രൂപ്പിൽ ഇട്ടോളാം. 9846450109. സാറേ, എന്തോ ഒരു സംശയം. പറഞ്ഞു. ഞാനൊരു 3.5 വർഷം മുമ്പ് ഒരു റെഡിമെയ്ഡ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി സബ്സിഡിക്ക് വേണ്ടിട്ട് എഴുതി കൊടുത്തു. 6 മെഷീൻ ഉണ്ടായിരുന്നു.
ESS ആണോ സ്കീം? സ്കീം എനിക്ക് ഓർമ്മയില്ല സാർ അത്. ആ ഇപ്പൊ കൊടുത്തായിരുന്നു. ഞാൻ ഇപ്പൊ അങ്ങനെ സബ്സിഡി എനിക്ക് പാസ്സായില്ല. ആ അത് അതിന് കാരണം അവരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്താ കാരണം എന്നുള്ളത്. എന്നെ കാര്യം അത് DAC തന്നെ അന്വേഷിക്കണം. എന്താണ് കാരണം പറഞ്ഞിട്ടില്ല പാസ്സാകാത്തതിന്റെ. ഫണ്ട് ഇല്ല. ഇല്ലാത്തത് കൊണ്ട് പാസ്സാകാതെ കിടക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. ആ അതല്ലാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിരുന്നു ഇപ്പൊ ഫണ്ട് ഇല്ലാന്ന് പറഞ്ഞിരുന്നു. എന്നാ അതാണ് കാര്യം. ഫണ്ട് ഇല്ല, അത് ഫണ്ട് വരാത്തതുകൊണ്ടാണ്. അത് ഒരുപാട് പേർക്ക് ഫണ്ട് വരാത്തതുകൊണ്ടാണ്. സാറേ ഇപ്പൊ സംശയം ഞാൻ ചോദിക്കട്ടെ? ഇപ്പൊ ഫാക്ടറി ഞാൻ പൂട്ടി നഷ്ടത്തിലായതുകൊണ്ട്. സാറേ അതൊന്ന് അന്വേഷിച്ച് നോക്കണം. സാറേ സാറേ ഒരു സംശയം ചോദിക്കട്ടെ? എന്തോ പറഞ്ഞോ? സാറേ നമ്മുടെ ഈ വീട്ടിലൂടെ എന്ന് പറഞ്ഞൊരു ഫുഡ് പരിപാടിക്ക് വീട്ടിലൂണ് അതെന്താ FSSAI ഇതില് ഒരാള് സംസാരിക്കും, എല്ലാരും കൂടെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ സംസാരിക്കും, അതൊരു മാന്യതയല്ലേ അത്. ഒരാൾ സംസാരിക്കുമ്പോ ഒരാളെ വീട് സംസാരിക്കാൻ സാറ് വേണ്ടിട്ട്. നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചോദ്യങ്ങൾ ചോദിച്ചു. സാറ് നമ്പർ ടൈപ്പ് ചെയ്ത് എല്ലാ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സംസാരിക്കുന്നതിന് നേരത്തെ ഒരു അദ്ദേഹം പറഞ്ഞ മാതിരി ഒരു മാന്യതയില്ലേ, ഒരാൾ സംസാരിച്ചുകൊണ്ട് തീർന്നതിന് ശേഷം അടുത്ത സംസാരിക്കുക. ഇപ്പം ദീപക് സാറിന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിച്ച് 0 കഴിഞ്ഞ് ബാക്കി നമ്പർ എനിക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വളർന്നു കഴിഞ്ഞാല് നമ്മളൊരു മാന്യത വേണം. നമ്മൾ ആവശ്യക്കാർ നമ്മളാണ്. ബാക്കിയുള്ളവർ മുഴുവനും ഈ കൈമുട്ടുകൊണ്ട് തള്ളുക, ഷോൾഡർ ചാർജ് ചെയ്യാൻ അങ്ങനെ ചെയ്യരുത്. എല്ലാവർക്കും ഒരേമാതിരി അവസരം കൊടുക്കാം. സാറേ ഞാൻ ഈ വീട്ടിലുള്ള കാര്യം ചോദിക്കായിരുന്നേ. എന്തോ പറയാവോ? സാറേ വീട്ടിലൂടെ കാര്യം ചോദിക്കാം. നമ്മൾക്ക് FSSAI മതി, ലൈസൻസ് മതിയോ സാറേ? വീട്ടിലൂടെ ചെയ്യുന്ന FSSAI ലൈസൻസ് എന്തായാലും എടുത്തു വെക്കണം. അത് ചെയ്താൽ മതി. സാറേ ടൗണിലൊരു റൂമുണ്ട്, അപ്പൊ അതിൽ വെച്ച് ചെയ്യാൻ വേണ്ടി. അപ്പൊ വീട്ടിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അവിടുന്ന്. ടൗണിലൊരു റൂം ഉണ്ടെങ്കിൽ ആ റൂമിന് പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ടി വരും. അത് പഞ്ചായത്തിന്റെ പിന്നെ നമ്പറൊക്കെ ഉണ്ട് റൂമിന്. റൂമിനുണ്ടെങ്കിൽ അത് നമ്മളൊരു ഷോപ്പ് പോലെ ആയല്ലോ. അപ്പൊ തന്നെ വീട്ടിലൂടെ എന്നുള്ള സാധനം മാറി. അപ്പം ആ കടയായിട്ട് ചെയ്യുമ്പം കടയ്ക്ക് പഞ്ചായത്ത് ലൈസൻസും കൂടെ അങ്ങ് എടുത്തു വെക്കുക, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഈ ഓൺലൈനിൽ ചെയ്താൽ മതി. നമ്മളെ പിന്നെ സ്മാർട്ട് വഴി ചെയ്താൽ മതി. അക്ഷയ മതി. അക്ഷയ വഴി ചെയ്താൽ മതി. ഓക്കെ സാർ, താങ്ക് യു. വാട്ടർ പ്യൂരിഫയറിന്റെ ഒരു ഡൗട്ട് കൂടി സാർ. ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പ്യൂരിഫയേഴ്സ്, അതിനകത്ത് ഇൻലൈൻ കാറ്റഗറി ഉണ്ട്. കാർബൺ, സെഡിമെന്റ്, ബസ് കാർബൺ, ഇങ്ങനെ മെംബ്രെയിൻ. അപ്പൊ ഇതിന്റെ ഫാക്ടറികളൊക്കെ ഞാൻ ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, തമിഴ്നാട്, കോയമ്പത്തൂരെല്ലാം. അപ്പൊ എനിക്ക് എന്റെ വാട്ടർ ഗേറ്റ് എന്നാണ് എന്റെ യൂണിറ്റിന്റെ പേര്, വാട്ടർ ഗേറ്റ്. അപ്പൊ എന്റെ ലോഗോയില്, ഹോളോഗ്രാമില് ഈ ഫാക്ടറികളില് ഈ കാറ്ററിഡ്ജുകള്, നല്ല ക്വാളിറ്റി കാറ്ററിഡ്ജുകൾ എന്റെ ഹോളോഗ്രാമിൽ ചെയ്തെടുക്കാൻ ട്രേഡ് മാർക്ക് വേണം. അതുണ്ടെങ്കിൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഹോളോഗ്രാം ചേട്ടൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അത് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചേട്ടനെതിരെ ഒരു പരാതി വരും. ഓക്കെ, അപ്പൊ ട്രേഡ് മാർക്ക് എടുത്തതിനു ശേഷം എനിക്ക് ഈ ഫാക്ടറികളെ വിസിറ്റ് ചെയ്ത് അതായിരിക്കും നല്ലത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഓൾറെഡി ഏതെങ്കിലും കമ്പനിക്ക് ആ പേരുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വേറെ വലിയ ലീഗൽ ഫോർമാലിറ്റീസിലേക്ക് പോകും. ചിലപ്പോൾ വലിയ കോർപ്പറേറ്റ്സ് ആയിരിക്കും, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ലെവലായിരിക്കണം നിർബന്ധമില്ല. എനിക്കത് അറിയായിരുന്നു. ഈ ട്രേഡ് മാർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ കോൺടാക്ട് ഇടുമല്ലോ സാർ? ഞാൻ ആരെങ്കിലും ഒരാളുടെ ഇവിടെ കീടിന്റെ ഇടയ്ക്ക് ട്രേഡ് മാർക്കിന്റെ ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഫാക്കൽറ്റിയുടെ ആരെങ്കിലും കോൺടാക്ട് നമ്പർ ഞാൻ ഇടാം, ഇല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരാളുടെ നമ്പർ ഞാൻ അവിടെ ഇടാം, ഗ്രൂപ്പ് ഇടാം. ശരി സാർ, താങ്ക് യു. സാറേ ഒരു ഡൗട്ട് ഉണ്ട് സാറേ. നമ്മൾ ഈ MSMEക്ക് ഈ ഇസഡ് സർട്ടിഫിക്കേഷൻ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് എടുത്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി. സീറോ എഫക്ട് സീറോ ഡിഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. സീറോ എഫക്ട് സീറോ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു MSME ആയിട്ട് നല്ല ലെവലായി ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് പൊല്യൂഷൻ ആയിട്ടൊട്ട് ഹാനികരമാക്കുന്നില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് മിഷൻ ഓഫൻ അപ്ലൈ ചെയ്ത ആ യൂണിറ്റ് പറഞ്ഞ അവർക്ക് അതൊക്കെ ഉള്ളതാണ്. അത് അവരുടെ യൂണിറ്റിന്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. നമ്മുടെ ISO എന്താ പറയുന്നത്? ISO ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെക്കുവാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ആണ് സെഡ് എന്ന് പറഞ്ഞത്. സീറോ ഡിഫക്റ്റ് അങ്ങനെ നമുക്ക് നമ്മുടെ യൂണിറ്റ് പ്രോപ്പർ ആയിട്ട് പരിസ്ഥിതിക്ക് എൻവയോൺമെന്റിന് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ. അത് ബ്രോൺസ്, സിൽവർ, ഗോൾഡ് അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പം അത് എടുക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്ത് സാധനം നിങ്ങൾക്ക് നാളെ സബ്സിഡിക്കോ ബാക്കി എന്തിനോ നിങ്ങൾക്ക് അവെയർ ആകുവാണെങ്കിൽ നല്ലതാണ്. അത് ഇടയ്ക്ക് MSME ഒരു ബൾക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു, എല്ലാ യൂണിറ്റുകളും എടുപ്പിക്കാൻ വേണ്ടി. അവർ തന്നെ സ്റ്റാഫുകളെ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ആക്റ്റീവ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. സർ ഒരു ഡൗട്ട് ഉണ്ട് സർ. ഞാൻ ഡോക്ടർ ദിവ്യ സർ. ഞാൻ ആയുർവേദിക് ഹോസ്പിറ്റലിൽ നടത്തുകയാണ്. ആയുർവേദിക് ഹോസ്പിറ്റലിന് വേണ്ട മാൻഡേറ്ററി ലൈസൻസുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് പറയാമോ സർ? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്,
യാ സാർ, അത് പെർമനന്റ് ഏത് സമയത്താണ് എടുക്കേണ്ടത്? പെർമനന്റ് വേണോ? ടെമ്പററി എടുത്തിട്ടുണ്ട്. പെർമനന്റ് വേണോ എന്നുള്ള മാൻഡേറ്ററി എപ്പോഴാണ് സാർ? അത് അവിടെ ഒന്ന് പ്രോപ്പറായിട്ട് അവരോടൊന്ന് ചെക്ക് ചെയ്യാൻ. ക്ലിനിക്കൽ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് ഇതാക്കണം. അത് അവര് പറയുന്ന ഗൈഡ് ലൈൻസ് ആണ്. നമുക്ക് ഞാനിപ്പോ അത് പറഞ്ഞ ബ്ലണ്ടർ ആയി പോകും. അത് പക്ക ഇത് ബ്ലണ്ടർ ആയി പോകും. പിന്നെ പർട്ടിക്കുലർ പഞ്ചായത്ത് ഏതാണോ പഞ്ചായത്തിൽ ലൈസൻസ്, മുനിസിപ്പാലിറ്റി ലൈസൻസ്, മുനിസിപ്പാലിറ്റി ലൈസൻസ് ഏതാണോ മുനിസിപ്പാലിറ്റി അതിന് ലൈസൻസ് മാൻഡേറ്ററി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അത് മാൻഡേറ്ററി. പിന്നെ അവിടെ കെമിക്കൽസോ ഡ്രഗ്സോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡ്രഗ്സിന്റെയും കൂടെ. ഓക്കെ സാർ, ഞാൻ ചോദിച്ചത് പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, NABH അക്രഡിറ്റേഷൻ, അങ്ങനെ ആ ഒരു ലെവലിലോട്ട് പൊല്യൂഷൻ കൺട്രോൾ ആക്ട് ഒന്ന് അന്വേഷിച്ചു വെക്കുന്നത് നല്ലതാണ്. ശരിക്കും ചില കേസുകളിൽ വേണം. കാരണം അവിടെ വേസ്റ്റേജ് വരുന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ ആ കാറ്റഗറി വരാറില്ല. ക്ലിനിക് എന്നുള്ള ലെവലിൽ ഒരു വൈറ്റിലേക്കാണ്. പക്ഷെ ക്ലിനിക്കിലെ വേസ്റ്റേജ് വരുന്ന ഹോസ്പിറ്റൽ ലെവലിലൊക്കെ ചെയ്യുമ്പോൾ വേസ്റ്റേജ് കൂടുതൽ വരും. അങ്ങനെയാണ് പൊല്യൂഷന്റെ വേണ്ടത്. അത് സ്ഥലം തന്നെ എവിടെയാ? സാർ അടൂരാണ്, അടൂർ ടൗണിലാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി വരുന്നത് ഇപ്പൊ ഒരു നമ്മൾ ഹോസ്പിറ്റലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് NABH അക്രഡിറ്റേഷനും കൂടെ നോക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NABHും പൊല്യൂഷനും മാൻഡേറ്ററി ആണ്. സാർ, NABHന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് സമീപിക്കേണ്ടത്? NABHന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആരെ സമീപിക്കാം? NABHന്റെ കറക്റ്റായിട്ട് എനിക്കും അറിയത്തില്ല. ഞാൻ എന്തെങ്കിലും അവയർനെസ് കിട്ടുവാണ് അറിയിക്കാം. നമ്മുടെ കൺസേൺ നമ്മുടെ ഓഫീസർ IO ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്തേലും? IEO നോ സർ, ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ബ്ലോക്കിലെ കൺസേൺഡ് IOമാരുണ്ടാവും. അവരുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് കോൺടാക്ട് ഉള്ള വെച്ചിട്ട് അവരെ ചെയ്യാവുന്ന മാക്സിമം ഇതാക്കും. അല്ലെങ്കിൽ എവിടെ നിന്ന് അവയർനെസ് ഉണ്ടാക്കി തരും, അറിയാൻ മേലാത്ത കേസാണെങ്കിൽ. ഒരു സംശയം തോന്നിക്കട്ടെ. ഞാനൊരു പിന്നെ ആയുർവേദ ഹെയർ ഓയിൽ ചെയ്യുന്നവരാണേ. അപ്പം ഞാൻ ഇപ്പം വീട്ടിൽ നിന്നാ ചെയ്യുന്നേ. അപ്പൊ നമ്മള് പാരമ്പര്യമായിട്ട് മറ്റേ ഇതുണ്ട്, പാരമ്പര്യത എന്തോ ഈ കുറച്ചും പറഞ്ഞ പഞ്ചായത്തിന് കൊടുക്കുന്ന എന്തോ സാധനം ഉണ്ടെന്ന്, അതല്ലേ? അപ്പൊ ഇത് വീട്ടിൽ നിന്ന് ചെയ്യുന്നതിന് ഡ്രഗ് ലൈസൻസ് എടുക്കേണ്ടി വരുമോ? അങ്ങനെയാണ് അതിന്റെ കുറച്ച് വിപുലമായിട്ട് ചെയ്യണമെന്നുണ്ട്. വിപുലമായിട്ട് ചെയ്യുന്നോന്നുണ്ടെങ്കിൽ ഡ്രഗ് ലൈസൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നമ്മൾ ട്രേഡ് മാർക്കെല്ലാം എടുത്തിട്ടുണ്ട്, പിന്നെ ഉദ്യോഗം എടുത്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രഗ് ലൈസൻസിനെ പറ്റി എന്തായാലും നോക്കണം. അങ്ങനെ ട്രേഡ് മാർക്ക് നിങ്ങൾ ബ്രാൻഡായിട്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ആ ലെവലില് ചിന്തിച്ചേക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളെ ട്രേഡിൽ പോണോന്ന് തന്നെയാണ് ഉദ്ദേശം. നല്ല അപ്പൊ എന്തായാലും ഡ്രഗ് ലൈസൻസും കൂടെ എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെല്ലാന്നോ വേണ്ടത് അതൊന്നും അറിയണം. അപ്പൊ അത് ഡ്രഗ്സിന്റെ ഓഫീസിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ സ്ഥലം തന്നെ എവിടെയാ? കണ്ണൂർ ജില്ല. കണ്ണൂർ ഡ്രഗ്സിന്റെ ഓഫീസ് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം എവിടെയാന്ന് അറിയാമെങ്കിൽ. അപ്പൊ എനിക്ക് കറണ്ട് അക്കൗണ്ട് എടുക്കണ്ടെങ്കിലെല്ലാം എന്തല്ലോ ലൈസൻസിന് ഇത് ഞാൻ ചോദിക്കുന്നു. കറണ്ട് അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉദ്യമം ഈ പറഞ്ഞ വേറെ എന്തെങ്കിലും GSTയോ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കറണ്ട് അക്കൗണ്ട് എടുക്കാം. ബാങ്കിൽ പോയാൽ അവര് പലതും അക്ഷയ പോയാൽ അവരും പിന്നെ എന്തല്ലോ പറഞ്ഞു അങ്ങനത്തെ എല്ലാം ഒരു ഇത് വരുന്നു. കറണ്ട് അക്കൗണ്ട് എന്തൊക്കെയാ ബാങ്ക് പറഞ്ഞേ? അവര് പറയുന്നത് ലൈസൻസ് വേണം, പിന്നെ നിങ്ങളെ ഈ ഉദ്യം വെച്ചിട്ട് തന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ലൈസൻസ് വേണം എന്നെല്ലാം പറയുന്നു. ഉദ്യം എടുത്തിട്ടില്ലേ അപ്പൊ ഇതേവരെ? കൊറേ എടുത്തിട്ട്. ഉദ്യം എടുക്കണം. ഉദ്യത്തിന്റെ കൂടെ അവർക്ക് 2 ഡോക്യുമെന്റ് വേണം ലൈസൻസ് ആയിട്ട് എന്തേലും. ഒന്ന് ഉദ്യം, രണ്ടാമത് വേറെ എന്തെങ്കിലും ലൈസൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അത് വീട്ടിന് ചെയ്യാൻ പറ്റൂല എന്നല്ല പറഞ്ഞ. പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പല ലൈസൻസും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പൊ വലിയ സ്കെയിൽ ഓഫ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡ്രഗ്സ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരും. അല്ല, നമുക്ക് ആഗ്രഹമുണ്ട് വലിയ ഇതിൽ ചെയ്യാനേ. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്തു ചാടാൻ പറ്റൂലല്ലോ സാറേ. മനസ്സിലായി. ഇതിന് മുന്നോട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഡ്രഗ്സിന്റെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പിന്നെ ഇത് മറ്റതിന് പകരം കേസിസ്റ്റോ ബാക്കി എന്തെങ്കിലും വെച്ചിട്ട് കറണ്ട് അക്കൗണ്ട് കിട്ടും. പക്ഷെ ഈ പറയുന്ന സ്കെയിൽ അപ്പ് എന്നുള്ള ലെവലിലാണെങ്കിൽ ഡ്രഗ്സ് ഒന്ന് നോക്കണം. അത് നല്ലതാ. ലീഗൽ മെട്രോളജിയായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടാണ് സാർ. പറഞ്ഞോളൂ. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം 3 മാസത്തിന്റെ ഉള്ളില് എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ 5000 രൂപ കൂടെ ഫൈൻ വരുമെന്ന്. ഇത് സാർ ഞങ്ങൾ തുടങ്ങിയിട്ടിപ്പം ഞങ്ങള് ചെറിയ സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഈ 3 മാസം നല്ല സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇപ്പൊ അത് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും എക്സ്ക്യൂസസ് പറയാൻ പറ്റുമോ അവിടെ? ഇത് ഫുൾ ഓൺലൈൻ ആണ്. നമ്മള് ഡോക്യുമെന്റ് കൊടുത്ത് ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് എന്നോട്ടാ ലൈസൻസ് ഉള്ളത്? ലൈസൻസ് മാർച്ചിലായിരുന്നു, മാർച്ച് 18 തൊട്ട്. അതായത് മാർച്ച് 18 ലൈസൻസ് വരുമ്പോൾ നമ്മളിപ്പോ ഇന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാർച്ച് 18, ഏപ്രിൽ 1 മാസം, മെയ് 2 മാസം, ജൂൺ 18 ആകുമ്പോൾ 3 മാസം. ഇന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ 750 എന്നുള്ള എക്സംഷൻ മാറി. നമ്മൾ ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന അതാണ്.
ഓക്കെ, അവരോടൊന്നും റിക്വസ്റ്റ് ഒന്നും പറ്റില്ല അല്ലേ? അത് ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലുമൊക്കെ അതിന് പ്രോപ്പറായിട്ട് ഇതാക്കാനുള്ള ചെയ്യുന്നവരെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കി 750 രൂപ ആക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്യാറുണ്ട്. അത് എവിടെയാ സ്ഥലം തന്നെ? പാലക്കാടാണ്. പാലക്കാട് താലൂക്കോ? മണ്ണാർക്കാട്. മണ്ണാർക്കാട് താലൂക്ക് വ്യവസായ ഓഫീസിൽ നമ്മുടെ കയ്യിൽ സ്റ്റാഫ് ഉണ്ടാവും. അവിടെ ഒന്ന് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ശരി സാർ. ഓക്കെ, താങ്ക് യു. സാറേ നമസ്കാരം സാറേ. ഹലോ പറഞ്ഞോ. സാറേ നമസ്കാരം. സാറേ നമ്മള് വീട്ടില് ചെറിയ രീതിയിൽ ഈ ശർക്കര വരട്ടി ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നതിന് എന്തൊക്കെ ലൈസൻസ് വേണമെന്ന്? ഫുഡിന്റെ മസ്റ്റ് ആയിട്ട് ഫുഡ് എടുക്കുക. ഐറ്റം. ഈ പറഞ്ഞ പോലെ തന്നെ പാക്കിംഗ് ലൈസൻസ് എടുക്കുക. അത് രണ്ടും മസ്റ്റ് ആയിട്ട് എടുക്കുക. സാറേ FSSAI രജിസ്ട്രേഷൻ എടുത്തു ഓൾറെഡി. പാക്കിംഗ് കൂടെ എടുത്തേക്കുക. പാക്കിങ്ങിന് ലീഗൽ മെട്രോളജി ഇപ്പൊ ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. വീടിന്റെ നമ്പർ വീടിന്റെ. അപ്പൊ എന്താന്ന് വെച്ചാ ഓണർഷിപ്പ് ഇപ്പൊ വീട്ടില് അമ്മയുടെ ചേച്ചിയുടെ പേരിലാണ്. അതായത് ഒരാളുടെ പേരിലല്ല, 3 പേരുടെ പേരിലാണ് ഇത് കിടക്കുന്നത്, ആധാരം കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതില് ഒരാളുടെ പേരിലേക്ക് മാറ്റണം എന്നല്ലോ ഉണ്ടോ? ഇല്ല, അതിലിപ്പോ ഈ 3 പേരും ഉള്ളവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു കൺസെന്റ് വെള്ള പേപ്പറിൽ അപ്ലോഡ് ചെയ്താൽ മതി. അതായത് ഇപ്പൊ എന്റെ കേസിന് എക്സാമ്പിൾ പറയാം. എന്റെ അച്ഛൻ, അമ്മ, അനിയൻ ഇവരുടെ 3 പേരുടെ പേരിലൊരു വീടിരിക്കുന്നു. ഞാൻ ആ വീട്ടില് സ്ഥാപനം നടത്തുന്നു. അപ്പൊ എനിക്ക് പാക്കിംഗ് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ള പേപ്പറിൽ ഇവരുടെ സമ്മതപത്രം, ഞാൻ ഇങ്ങനെ സ്ഥാപനം നടത്തുന്നതിന് ഇവർക്ക് ആർക്കും എതിർപ്പില്ല, ഇവരുടെ പൂർണ്ണ അനുവാദത്തോടും സമ്മതത്തോടും കൂടിയാണ്, അതും കൂടെ അറ്റാച്ച് ചെയ്യുക ഓണർഷിപ്പിന്റെ കൂടെ. ഞാൻ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു മറ്റേ കരം അടച്ച രസീതും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും FSSAIയും കൂടി വെച്ചിട്ട് അപ്ലൈ ചെയ്യാനാ പറഞ്ഞത്. അപ്പം ഈ ഓണർഷിപ്പിൽ പറഞ്ഞ ഈ പ്രശ്നമല്ലേ ഈ 3 പേരുടെ കേസ്. ആ 3 പേരുടെ കേസിന് അവർ പറയുന്ന സൊല്യൂഷൻ ഇതാണ്. ഇവരെ കൺസെന്റ് ലെറ്ററും കൂടി വെച്ചിട്ട് അപ്ലൈ ചെയ്യാനല്ലേ? അപ്ലൈ ചെയ്താൽ മതി. നമുക്കിപ്പോ ഈ ക്ലാസ് ഇനി വൈൻഡപ്പ് ചെയ്യാം. 1 മണി ആയിട്ടുണ്ട് സമയം. എല്ലാരും ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. നമുക്ക് അതായത് നമ്മൾ ഗ്രൂപ്പിൽ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും DICയുടെ ആയാലും അതുപോലെ തന്നെ പിന്നെ ദീപക് സാറിന്റെ നമ്പർ നമ്മൾ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി അതായത് 1 മണി എന്ന് പറയുമ്പോൾ നമുക്ക് 2 മണിക്കൂർ സമയം കിട്ടിയുള്ളൂ. അപ്പൊ നമുക്ക് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസിൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുകൾ ഉണ്ട് എന്നറിയാം. അപ്പോൾ നിങ്ങളത് അതായത് DICയുമായിട്ടോ അല്ലെങ്കിൽ കീടുമായിട്ടോ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ ക്ലാസ് കൈകാര്യം ചെയ്ത ദീപക് സാറിന് കീടിന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും, സമയം കണ്ടെത്തി അറ്റൻഡ് ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും കീടിന്റെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ശുഭദിനം. എല്ലാവരും ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ വരുന്ന വെബിനാറുകളുടെ ഒക്കെ ലിങ്കുകൾ ഗ്രൂപ്പുകളിൽ വരുന്നതാണ്. ഓക്കെ, എക്സിറ്റ് ചെയ്യാം. എല്ലാവരും എക്സിറ്റ് ചെയ്യാം. ഇപ്പൊ ഇത്ര എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ PPT ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പിന്നെ എന്ത് കാര്യത്തിന് കൺസേൺഡ് DIC കൺസേൺഡ് ഓഫീസർമാരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്തോളാം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ആകുന്ന ഓഫീസ് ടൈം ആണ്. എനിക്ക് വീണ്ടും അടുത്ത വർക്കിലേക്ക് കയറാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വൈൻഡപ്പ് ആകുന്നത്. ദീപക്. ഓക്കെ, എറണാകുളത്തെ സ്റ്റാഫാണ്, DICയിലെ സ്റ്റാഫാണ്. അപ്പം കൺസേൺഡ് എല്ലാ DICയിലും ഓരോരുത്തരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ഗൈഡോ ഹെൽപ്പോ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന, അറിയാവുന്ന, എല്ലാം അറിയാവുന്ന ഞാൻ പറയുന്നില്ല, അറിയാവുന്ന ഹെൽപ്പ് ചെയ്യാവുന്ന ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു.